ICW ബിടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലിശയുമായി ബന്ധപ്പെടാതെ അല്ലെങ്കിൽ ലോൺ എടുക്കാതെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ സെഷന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് ഐ ഇൻവൈറ്റ് മിസ്റ്റർ PC Musthafa, CEO of ID Fresh Foods, and Mr. Tini Philip, a well-known business consultant and general partner at Mount Judy Ventures, to present the subject. So over to you, Musthafa. Thanks, Azim. In the name of God, peace be unto you. Thank you again for joining us today. Tini, line undo? All right, okay. So let's start. നമ്മൾ ലാസ്റ്റ് വീക്ക് സെയിം ഡേ നമ്മൾ ഒരു സെയിം സബ്ജക്ട്സ് കവർ ചെയ്തിരുന്നു, പാർട്ട് 1. അതിൽ നമ്മൾ മെയിൻലി കവർ ചെയ്തത് പലിശയുടെ ഡിഫറെൻറ്റ് വ്യൂസ് ഇൻ ഡിഫറെൻറ്റ് റിലീജിയൻസ്, പലിശ എങ്ങനെയാണ് നമ്മൾ ട്രാപ്പിൽ പോയി പെടുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുക, ഒരു പലിശയില്ലാത്ത ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡി, ഒരു മെച്ചുവർഡ് ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡിയാണ് ടിനി ലാസ്റ്റ് വീക്ക് പ്രസൻറ്റ് ചെയ്തത്. മാത്രമല്ല അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, പ്ലസ് സ്പിരിച്വൽ വ്യൂ ഷെയർ ചെയ്യുന്നു. നമുക്ക് ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ലാസ്റ്റ് പാർട്ട് 1 ഒന്ന് റീക്യാപ്പ് ചെയ്യാം, കാരണം പല ആളുകളും പുതിയ ആളുകളുണ്ടാവും സെഷനിൽ. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റിൽ പോകും. ഇന്നത്തെ സബ്ജക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അജണ്ട കാണിക്കാം നിങ്ങൾക്ക്. കാണാൻ പറ്റുന്നുണ്ടോ ശരി? ഓക്കെ, നമ്മുടെ ഇന്നത്തെ അജണ്ട ഇതാണ്. പാർട്ട് 1 റീക്യാപ്പ്. നമ്മളൊരു 15 മിനിറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ക്വിക്ക് എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരെയും കൊണ്ട് കൂട്ടിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ്. പിന്നെ ടിപ്സ് ടു അവോയ്ഡ് ലോൺസ്, അതാണ് ഇന്നത്തെ സെഷൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇത് എങ്ങനെ മരുന്നിലേക്ക് പോകാം എന്നാണ്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് ഫോർ ഫണ്ടിങ്, ഇൻട്രസ്റ്റ് ഫ്രീ ഫണ്ടിങ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളതും നമുക്ക് സംസാരിക്കാം. ഇതേപോലെയുള്ള സക്സസ്ഫുൾ കമ്പനീസിൻ്റെ, പലിശയില്ലാതെ നടത്തുന്ന ബിസിനസ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് ക്വിക്കായി ചർച്ച ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നൊരു മേജർ പാർട്ട് നമ്മൾ ഉദ്ദേശിച്ചത് പാർട്ട് 1 and 2 Q&A ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ടിനി നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് വീക്കിൻ്റെ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. പാർട്ട് 1 റീക്യാപ്പ്. ടിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇന്നലത്തെ പ്രസന്റേഷൻ, കഴിഞ്ഞ പ്രസന്റേഷൻ നമ്മൾ കവർ ചെയ്തത് വാസ് ഏൻഷ്യന്റ് വ്യൂസ് ഓർ സ്പിരിച്വൽ വ്യൂസ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതിനകത്ത് നമ്മൾ പറഞ്ഞത് യൂസറി എന്ന് പറഞ്ഞ ടേം ഏൻഷ്യന്റ് ടൈംസിൽ എനിത്തിങ് റീപെയ്ഡ് അബവ് പ്രിൻസിപ്പിൾ വാസ് കൺസിഡേർഡ് യൂസറി പഴയ കാലത്ത്. സോ എന്ത് ഇൻട്രസ്റ്റ് ആയാലും അത് യൂസറി ആയിരുന്നു പണ്ടത്തെ ഡെഫിനിഷൻ. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ഡെഫിനിഷൻ ഓഫ് യൂസറി എന്ന് പറഞ്ഞാൽ ഒരു എക്സസ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന യൂസറി എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇപ്പം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നു. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏൻഷ്യന്റ് ഡെഫിനിഷൻ വാസ് പ്രിൻസിപ്പളിനേക്കാൾ ₹1 കൂടുതൽ വാങ്ങിച്ചാലും, ഒരു പൈസ കൂടുതൽ വാങ്ങിച്ചാലും അത് യൂസറി ആയിരുന്ന പഴയ ഡെഫിനിഷൻ. ഓക്കെ, സോ ഈ വാട്ട് വി ആർ സീയിങ് ഇസ് ഈ ഡൈല്യൂഷൻ ഈസ് ഓൾസോ ഹാപ്പനിങ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഏൻഷ്യന്റ് റിലിജൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞു. ഹിന്ദുയിസം പണ്ട് യൂസറി ഇൻ ദ ഓൾഡ് ഡെഫിനിഷൻ, ദാറ്റ് ഇസ് ഒരു ഇൻട്രസ്റ്റും പാടില്ല എന്ന് ഉള്ള ഡെഫിനിഷനിലായിരുന്നു അവർ റെക്കമെൻഡ് ചെയ്തത്. പക്ഷെ ഓവർ എ പീരിയഡ് ഇറ്റ് ഹസ് നൗ ബിക്കം ഒരു മോഡേൺ മെത്തേഡ് ഇസ് അമിതമായ പലിശ, അല്ലെങ്കിൽ ലീഗൽ ഓർ സോഷ്യൽ അക്സെപ്റ്റൻസിനേക്കാൾ കൂടുതൽ ഒരു പലിശ വാങ്ങാൻ പാടില്ലെന്ന ജൂഡയിസം. അതുപോലെ അവർക്കും പണ്ടത്തെ ഇന്റർപ്രിട്ടേഷൻ വാസ് വെരി സ്ട്രിക്റ്റ്, ഇൻട്രസ്റ്റേ പാടില്ലെന്നായിരുന്നു. ബട്ട് മോഡേൺ ഡെഫിനിഷൻ ഇപ്പം അവർ കുറെ നാൾ കഴിഞ്ഞപ്പോൾ മാറി. ജൂസ് ക്യാൻ ലെൻഡ് ടു നോൺ ജൂസ് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിന് കൊടുക്കാം. ക്രിസ്ത്യാനിറ്റി അതുപോലെയാണ്. ഒരു ഐ ഹാവ് ഗിവൻ സെവറൽ എക്സാമ്പിൾസ്. ഈവൻ അപ് ടു 1311 ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റേ വാങ്ങാൻ പാടില്ലെന്നായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ സ്റ്റാൻഡ്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ക്രിസ്ത്യാനിറ്റിയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അമിതമായി പലിശ, യൂസറി, ദാറ്റ് ഈസ് ഇപ്പോഴത്തെ മോഡേൺ ഡെഫിനിഷൻ ഓഫ് യൂസറി, എക്സസ് ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ലെന്ന. ഇസ്ലാം അതുപോലെ ഖുറാനിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പാടില്ല എന്ന് ഇഷ്ടംപോലെ റെഫറൻസസ് ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ വാട്ട് വി ആർ സീയിങ് ദെയർ ഓൾസോ ഇൻ ടേംസ് ഓഫ് ഷരിയ കംപ്ലയന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന
ഒരു 30 ഇപ്പോൾ HSBC ബാങ്ക്, പല ഫ്രാങ്ക്ലിൻ ടെമ്പിൾ, ഓൾ ദ മോഡേൺ ബാങ്ക്സ് ആർ ആക്ച്വലി അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ശരിയ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ 33% ഓഫ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് ലോൺ എടുക്കാവുന്ന ലെവലെത്തി. സോ അവിടെയും അതിന്റെ ഒരു സ്റ്റാർട്ട് ശരിയ കംപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഡൈല്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി ആർ സീയിങ് ഇസ്, ഞാൻ പറഞ്ഞത് ഗോഡ് നേരത്തെ നമ്മളോട് ഇൻട്രസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞ് മനുഷ്യന്മാരത് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ ഓവർ ദ ഇയേഴ്സ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പാർട്ട് ഓഫ് സ്പിരിച്വൽ വ്യൂസ്. വൈ ഡു വി ഫോൾ? ഈ എന്തുകൊണ്ട് ഇൻട്രസ്റ്റിലോട്ട് നമ്മൾ എല്ലാവരും വീഴുന്നു, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് മജോറിറ്റി ഓഫ് പീപ്പിൾ ഫോൾ ഇൻ ടു ടേക്കിംഗ് അപ്പ് ഇൻട്രസ്റ്റിന്റെ റീസൺ ഐ ബിലീവ് ഇസ്, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബിസിനസ് അപ്രോച്ച് ഓർ മോഡൽ. ആൻഡ് ദാറ്റ് ഇസ്, നമ്മൾ MBA പഠിപ്പിക്കുന്നു, നമ്മളെ മാനേജ്മെന്റ് തിയറിയിലും പിന്നെ നമ്മൾ ഈ മോഡേൺ ബിസിനസ്സിൽ കാണുന്ന മെത്തേഡ്സ് ആണല്ലോ നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പ് ആൻഡ് കമ്മിങ് എന്റർപ്രണേഴ്സ് അവരെല്ലാം നോക്കുന്ന അത്യാവശ്യം സക്സസ്ഫുൾ ഉള്ള വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യുന്നു അത് ഫോളോ ചെയ്യാനാണ് അവർ നോക്കുന്നത്. പിന്നെ വലിയ വലിയ അഡ്വൈസേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫസേഴ്സ്, അല്ലെങ്കിൽ കൺസൾട്ടൻസ് പറയുന്ന ഒരു മെത്തേഡ് ഓഫ് ബിസിനസ്. അപ്പൊ അത് സംതിങ് വാട്ട് ഐ കോൾ ദ പോപ്പുലർ അപ്രോച്ച് ടു ബിസിനസ്. ദാറ്റ് ഇസ് 99.9% ആൾക്കാർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡൽ ഉണ്ട്. ഓക്കെ, അതിന്റെ ബേസിക് ഫണ്ടമെന്റൽ ഒരു ആസ്പെക്ട് അതിൽ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ. ദാറ്റ് ഇസ് ബൂം ആൻഡ് റിസഷൻ ഉണ്ട് ബിസിനസ്സിൽ. ഇപ്പം ലാസ്റ്റ് ഒരു 10-200 കൊല്ലമായിട്ട് ആർട്ടിഫിഷ്യലി ഇപ്പം ഇഷ്ടം പോലെ ബൂം റിസഷൻ വരാറുണ്ട്. ഓക്കെ, വി ആർ സീയിങ് ദാറ്റ് ഹാപ്പനിങ് റെഗുലർ. പണ്ടൊക്കെ 7 കൊല്ലം, ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരു 7 to 8 ഇയേഴ്സ് ആയിരുന്നു സൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 2-3 ഇയേഴ്സ് കൊണ്ട് സൈക്കിൾ കാണുന്നുണ്ട്. സോ ഫ്രീക്വൻസി ഈസ് ഗോയിങ് ഓൺ. അപ്പൊ അതിലൊരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ബൂം ടൈമിൽ വെൻ ദ മാർക്കറ്റ് ഇസ് ഡൂയിങ് വെരി വെൽ നമുക്ക് നല്ലോണം ഗ്രോ ചെയ്യാം. Whereas recession time or a slowdown time നമുക്ക് ഗ്രോത്ത് ബുദ്ധിമുട്ടാണ്. ഇൻഫാക്ട് നമ്മൾ ഡീഗ്രോത്ത് ആയിരിക്കും മിക്ക കമ്പനികൾ, ചുരുങ്ങും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും എത്തണമല്ലോ. വൺ ഓഫ് ദ മെയിൻ ഡ്രൈവേഴ്സ് ഓഫ് എനി എന്റർപ്രണർ ഇസ് ഗ്രോത്ത്. അവർക്ക് എവിടെയെങ്കിലും സൈസ്, വലിയ ടേൺ ഓവർ എത്തണം, മാർക്കറ്റ് കവർ ചെയ്യണം എന്നുള്ളൊരു ബേസിക് ഒരു ഡ്രൈവ് ഉണ്ട് എല്ലാ എന്റർപ്രണേഴ്സിനും. അപ്പൊ അത് വരുമ്പം എളുപ്പമുള്ള സമയത്ത് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ. സിമ്പിൾ ആയിട്ട് ലേമാൻ ടേമിൽ പറയുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ഗ്രാബ് ചെയ്യണം. അപ്പൊ ബൂം ടൈമില ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ബേസ് അവിടെയാ. റിസഷനിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഓവർ ഗ്രോത്ത് ഇൻ ബൂം ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റാ ഇപ്പോഴത്തെ ഒരു ബിസിനസിന്റെ അപ്രോച്ചിന്റെ ഫണ്ടമെന്റൽ തിയറി. സോ അതിന്റെ എക്സാമ്പിൾ, ഞാൻ കേസ് സ്റ്റഡിയുടെ എക്സാമ്പിൾ ആയിട്ട്, നമ്മളിപ്പോ ആ കേസ് സ്റ്റഡിയിൽ ഒരു 60 crore ടേൺ ഓവർ, ഇയർലി ടേൺ ഓവർ ബിസിനസ് ആയിട്ട്, ഞാൻ അതിനകത്ത് പറഞ്ഞേക്കുന്നത് അയാൾക്ക് ക്യാപിറ്റൽ ആവശ്യമുള്ളത് 30 കോടിയാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദാറ്റ് ആസ് എൻ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ് ആണെന്ന് വിചാരിച്ചു. 30 കോടി ഇൻവെസ്റ്റ്മെന്റ്, സപ്ലയർ ക്രെഡിറ്റ് ആയാലും ലോൺ ആയാലും നമ്മളെ ക്യാപിറ്റൽ ആയാലും എല്ലാം കൂടെ 30 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ്. ഐ കൺസിഡർ സപ്ലയർ ക്രെഡിറ്റ് ഓൾസോ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ബിക്കോസ് വി ആർ പേയിങ് എ പ്രീമിയം ഫോർ ദാറ്റ്. സോ 60 കോടി ടേൺ ഓവർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്കൊരു മേ ബി ഒരു 3.6 crore പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ ആ കേസ് സ്റ്റഡിയുടെ ഫിഗേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം, സോ ദാറ്റ് വി ഡോണ്ട് ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇനിയിപ്പോ സഡൻലി നിങ്ങൾ ഇപ്പൊ ഒരു കൺസൾട്ടന്റ് അടുത്ത് പോവോ, അല്ലെങ്കിൽ അഡ്വൈസർ അടുത്ത് പോവോ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി, വേറൊരു വലിയ കമ്പനിയുടെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കും നാളെ ഒരു 30% ഗ്രോ ചെയ്യണം നെക്സ്റ്റ് ഇയർ എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു 50% ഗ്രോ ചെയ്യണം. സാധാരണ 50% എല്ലാവരും മിനിമം ഇങ്ങനെ അഗ്രസീവായിട്ട് ആലോചിക്കുന്നത്. 50% ഗ്രോ ചെയ്യണമെങ്കിൽ 60 crore നെക്സ്റ്റ് ഇയർ 90 crore ആണ്. ഓക്കെ, സോ 30 crore അഡീഷണൽ പ്ലാൻ. ഓക്കെ, അച്ചീവ്മെന്റ് ഇസ് എ സെപ്പറേറ്റ് ഇഷ്യൂ, പക്ഷെ പ്ലാൻ ചെയ്തു. അപ്പൊ ഈ അഡീഷണൽ 90 crore ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്യാപിറ്റൽ വേണം? നമ്മളെ ബിസിനസ് മോഡൽ, നമ്മൾ ചെയ്യുന്ന രീതികൾ, ക്രെഡിറ്റ് കൊടുക്കുന്ന രീതി, സ്റ്റോക്ക് വെക്കുന്ന രീതി, റോ മെറ്റീരിയൽ വെക്കുന്ന രീതി, ഇതൊക്കെ നമ്മളൊരു സിസ്റ്റത്തിൽ ഓൾറെഡി പോയിക്കൊണ്ടിരുന്ന. അതുകൊണ്ടാണല്ലോ നമുക്ക് 60 crore 30 crore ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നത്. അപ്പൊ 90 crore 45 crore ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇറ്റ്സ് വെരി സിമ്പിൾ ഇഫ് യു ഡോണ്ട് ചേഞ്ച് യുവർ ബിസിനസ് ടാക്ടിക്സ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക പറഞ്ഞാൽ 15 കോടി എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളെ പ്രോഫിറ്റ് ആണെങ്കിൽ 3.6 കോടിയാണ്. Okay, so this is the dilemma which all entrepreneurs face. I only have 3.6 crore to invest from this year at the profit in, and എനിക്ക് 15 കോടിയോ അല്ലെങ്കിൽ 10 കോടിയോ അല്ലെങ്കിൽ 8 കോടിയോ whatever ആ ഗ്രോത്ത് പ്ലാൻ അനുസരിച്ച് the growth plan requirement, capital requirement is higher than my profit. അതുകൊണ്ട് എന്തായി, അപ്പൊ ഗ്രോ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്ന ഇൻവെസ്റ്ററോ ബാങ്ക് ലോണിലോട്ട്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇസ് നോട്ട് എ ഈസി തിങ് ടു ഹാൻഡിൽ. അതുകൊണ്ട് മിക്കവരും ബാങ്ക് ലോണിലോട്ട് പോകുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ വി ഫോൾ എന്റെ റീസൺ. ദാറ്റ് ഈസ് the method that we are following, the approach in business that virtually everyone tells you.
ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇവന്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഇവന്റ് ഇങ്ങനെ നടത്തണമെങ്കിൽ ഒരു 1 million ഇവന്റ്സ് അപ്പുറത്തെ സൈഡിൽ ലോൺ എടുത്തിട്ട് ഗ്രോ ചെയ്യണം എന്നുള്ള ഇവന്റ്സ് നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഡിഫറൻസ് in propaganda എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ദാറ്റ് ഇസ് വൈ വി ഫോൾ. അവർ ഗ്രോത്ത് ഇസ് മച്ച് ഹയർ ദെൻ ദ ക്യാപിറ്റൽ ഓർ പ്രോഫിറ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു ഇൻവെസ്റ്റ് നമ്മളെ പ്ലാൻ. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ച ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്തും ബൂം ടൈമും റിസഷൻ ഉണ്ടെന്നാണല്ലോ നമ്മൾ ഈ തിയറി. അപ്പൊ ബൂം ടൈമിൽ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യണം. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഇസ് ദേർ ഈസ് എ റിസഷൻ കമ്മിങ് ഒരു സ്ലോ ഡൗൺ. ഓക്കെ, ഈ ഒരു ബൂം കഴിയുമ്പോൾ റിസഷനോ സ്ലോ ഡൗൺ വരും. ആ സ്ലോ ഡൗണോ റിസഷൻ വരുമ്പോൾ നമ്മളുടെ കമ്പനി വിൽ ബി വെരി വീക്ക് ബിക്കോസ് വി വിൽ ഹാവ് മാക്സിമം ലോൺസ്. നമ്മൾ ലോൺ എടുത്ത് ഗ്രോ ചെയ്യുക. പ്രൊഡക്ടിവിറ്റി അധികം നമ്മൾ ഇൻക്രീസും ചെയ്യൂല ബിക്കോസ് ഈ എക്സ്പാൻഷൻ ചെയ്യുമ്പം നമ്മളെ മാനേജ്മെന്റ് ടൈം കൂടുതൽ എക്സ്പാൻഷനിലോട്ടാണ് പോകും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് റിസഷൻ വരുമ്പം ഓർ സ്ലോ ഡൗൺ വരുമ്പം മാർജിൻസ് കുറയും, സെയിൽ കുറയും. അപ്പൊ നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ വി വിൽ ഗോ ഇൻ ടു ലോസ്. അപ്പൊ വാട്ട് വി സീ വിത്ത് ഓൾ ദീസ് ബിസിനസ്സസ് മോസ്റ്റ് ഓഫ് ദം ഇസ് ദാറ്റ് റിസഷനോ സ്ലോ ഡൗൺ വരുമ്പം അവര് ലോസിലോട്ട് പോകും. ലോസിലോട്ട് പോകുമ്പം ഇവർ കടം എടുക്കാൻ തുടങ്ങും പിന്നെയും. ഓക്കെ, ആൻഡ് ദർ ഈസ് എ ലിമിറ്റ്. അത് കഴിഞ്ഞ് they become loss making and പൂട്ടിപ്പോകും. So the problem with loans is the failure rate of businesses are very very high. Most of them fail during slowdown and recessions. And last time പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് strong businesses becomes weak businesses right with in the recession and then become out of businesses sometimes, right? അതൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യൂ. ബേസിക്കലി നമ്മളിപ്പോ ഒരു അത്യാവശ്യം റീസണബിൾ മെനി പീപ്പിൾ ഹു ടേക്ക് ലോൺസ് പറയുന്നത് നമ്മളൊരു റേഷ്യോയിൽ ലോൺ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾ സേഫാ. ഫോർ എക്സാമ്പിൾ 1:2 ദാറ്റ് ഈസ് ഇക്വിറ്റിയുടെ പകുതി ലോൺ എടുത്താൽ മതി, നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള ഈ കുറെ സക്സസ്ഫുൾ ബിസിനസ്മാൻ സോ കോൾഡ് സക്സസ്ഫുൾ ബിസിനസ്മാന്റെ ഒരു തിയറി. പിന്നെ ഞാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മാക്സിമം ലോണിലോട്ട് പോകുന്നത്. അപ്പം there are two options. That is, by the time a recession hits, chala weak business people are already having 100% loan, maximum loan. Avaru veyanu pootu recession. But we are having other people who are more successful. Avarku ipo oru 10 kodi equity uണ്ടെങ്കിൽ 5 kodi loan എടുക്കുള്ളൂ. അപ്പോൾ അവരുടെ കാൽക്കുലേഷനിൽ we can control the loan. Controlled loan എടുക്കൽ ഓക്കെ ആണ്. അപ്പോൾ ഇവരെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ റിസഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ they will be having 1:2 equity debt, that is debt equity. Okay, yeah. അപ്പൊ എന്താ ഈ റിസഷൻ വരുമ്പം ദേ മോസ്റ്റ് പ്രോബ്ലി വിൽ ഗോ ഇൻ ടു എ ലോസ്. സ്ലോ ഡൗൺ. അപ്പൊ എന്ത് ചെയ്യും, ഈസിയാ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഡെറ്റ് ഇനിയും എടുക്കാം ബിക്കോസ് ഇവിടെ കൊളാട്രൽ ബേസ്ഡ് ഡെറ്റ് ആണ്. നമ്മളിപ്പം 1 കോടി ഇക്വിറ്റി ഡെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2, 3, 4 കോടിയുടെ കൊളാട്രൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ 1 കോടി ഇക്വിറ്റി ലോൺ എടുത്തേക്ക്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എ വെരി ഈസി തിങ് ഫോർ ദം ടു ആഡ് ടു ദ ലോൺസ്. അപ്പൊ നമ്മൾ ആൻഡ് ഈ സ്ലോ ഡൗൺസ് എന്ന് പറയുമ്പോൾ മൾട്ടി ഇയർ. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ സ്ലോ ഡൗൺ 2017 മുതൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ സ്ലോ ഡൗൺ 2015 മുതൽ തുടങ്ങിയിട്ടുണ്ട് ആസ് എ സ്റ്റേറ്റ്. ഓക്കെ, സോ വി ആർ സീയിങ് എ മൾട്ടി ഇയർ സ്ലോ ഡൗൺ. സോ സ്ലോ ഡൗൺ ഇസ് നോട്ട് മിക്കവാറും 1 ഇയർ വന്നിട്ട് അടുത്ത വർഷം നന്നാക്കുന്ന സ്ലോ ഡൗൺ അല്ല. പക്ഷെ ആൾക്കാരുടെ വിചാരം അടുത്ത വർഷം ഓൾ എന്റർപ്രണേഴ്സ് ആർ പോസിറ്റീവ്. പോസിറ്റീവ് തിങ്കിങ്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി റിയാലിറ്റി വിട്ടിട്ട് പോസിറ്റീവ് തിങ്കിങ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പൊ അടുത്ത വർഷം ശരിയാവും എന്ന് വിചാരിച്ചിട്ട് പോസിറ്റീവ് തിങ്കിങ് എടുക്കുന്നത്. വൈ കട്ട് പീപ്പിൾ, വൈ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, എന്തിനാ ഈ സ്ട്രെസ് ഉള്ള കാര്യങ്ങൾ എടുക്കുന്നത്? എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1 കോടി ലോൺ കൂടെ എടുക്കുക, കാര്യം ക്ലോസ് ചെയ്യുക, എന്നിട്ട് അടുത്ത വർഷം വി വിൽ റീപേ ഇറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ മൾട്ടി ഇയർ വരുമ്പം ദേ കീപ് ഓൺ ഗെറ്റിംഗ് വീക്കർ ആൻഡ് വീക്കർ ഡ്യൂറിംഗ് റിസഷൻ. ദാറ്റ് ദേ വർ സ്ട്രോങ് ബിസിനസ്സസ്, കമ്പാരിറ്റീവ്ലി സ്ട്രോങ്, ആൻഡ് ദെൻ ഇഫ് ദ റിസഷൻ പ്രൊലോങ്സ് many of them will close down. In fact, I made a joke last time. I think that is the award കിട്ടുന്ന ആൾക്കാർ മിക്കവാറും കൂട്ടി പോകുന്ന ഒരു അവസ്ഥ. ഞാൻ എൻ്റെ ധനം മാഗസീൻ്റെ ഒരു ക്രൈറ്റീരിയ തന്നെ വി ചേഞ്ച്ഡ് ബിക്കോസ് ഒരു ഭയങ്കര ഗ്രോത്ത് കണ്ടിട്ടാ സാധാരണ എല്ലാവരെയും പൊക്കി എടുത്തിട്ട് അവാർഡ് ഒക്കെ കൊടുക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലാർജ് നമ്പർ ഓഫ് ദോസ് എന്റർപ്രണേഴ്സ് പിറ്റേ ഇയറിലെ റിസഷനിൽ കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ്. So that is the problem with loans. The long-term growth, failure rate bhayangara high, okay, because every recession you are at a very high chance of failure, and long-term growth actually korva. That is നമ്മൾ 30-40% grow ചെയ്യും, പിന്നെ ആ റിസഷൻ പീരീഡിൽ മൈനസിലായിരിക്കും ഗ്രോത്ത്, പിന്നെ വീണ്ടും പ്ലസ്. അങ്ങനെ നമ്മൾ സർവൈവ് ചെയ്താൽ തന്നെ ദി ആവറേജ് ഗ്രോത്ത് റേറ്റ് വിൽ ബി ഓൺലി 7-8% ആനുവലി എന്ന് ഞാൻ കണ്ടേക്കുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം. Better than that, എന്റെ കാൽക്കുലേഷൻ ഒരു 15-17% ആനുവലി ഗ്രോ ചെയ്യുക, എല്ലാ വർഷവും ഗ്രോ ചെയ്യുക. അപ്പോൾ യു വിൽ ബി മച്ച് ബെറ്റർ. ഗ്രോ ചെയ്യാം, ഭൂമിയിലും ഗ്രോ ചെയ്യാം, റൈറ്റ്? So that is how to some ratio
ബിസിനസ് മോഡൽ ആ കേസ് സ്റ്റഡി പ്രകാരം എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റാന്നൊന്ന് ക്വിക്ക് സമ്മറൈസ് ചെയ്യോ 5 minutes? Correct. How to avoid loans വളരെ സിമ്പിൾ ആ. നമുക്ക് റിസഷനിലും ഗ്രോ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യമേ മനസ്സിൽ വരണം. ബിക്കോസ് റിസഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഡിമാൻഡ് കുറയുമ്പോൾ കുറെ പേര് പൂട്ടിയും പോകും. ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ പൂട്ടും. അപ്പൊ അത് കഴിഞ്ഞ് എന്തായി, യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. മേ ബി ഇൻ സ്ലോ ഡൗൺ 3 year സ്ലോ ഡൗൺ ആദ്യത്തെ 6 മാസമോ 1 year നമുക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് വി ആർ ഏബിൾ ടു ഗ്രോ. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അപ്പൊ ഇഫ് യു ആർ ഏബിൾ ടു ഗ്രോ ഡ്യൂറിങ് റിസഷൻ ഓർ സ്ലോ ഡൗൺസ്, നമുക്ക് ബൂം ടൈമിൽ അത്രയും ഓവറായിട്ട് ഗ്രോ ചെയ്യേണ്ട കാര്യമില്ല ടു കോമ്പൻസേറ്റ്. സോ വി ക്യാൻ ഹാവ് സ്റ്റഡി ഗ്രോത്ത്. ഫോർ എക്സാമ്പിൾ ഒരു 17% 18% ആനുവലി ഗ്രോ ചെയ്യാം. പക്ഷെ അത് ഗ്രോ ചെയ്യണമെങ്കിൽ, ലോൺ ഇല്ലാതെ ഗ്രോ ചെയ്യണമെങ്കിൽ വി നീഡ് റിട്ടേൺസ് മോർ ദാൻ ദാറ്റ്. അപ്പൊ നമ്മളുടെ ഒരു സിമ്പിൾ സൊല്യൂഷൻ ഇസ്, ഇഫ് ഐ എം ഗെറ്റിംഗ് ലെറ്റ്സ് സേ 25% റിട്ടേൺ ഓൺ മൈ ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, 25% ഇൻസ്റ്റെഡ് ഓഫ് ദി നോർമൽ 15%, ആൻഡ് ഐ എം വില്ലിംഗ് ടു ഗ്രോ അറ്റ് 20% എവറി ഇയർ. അപ്പൊ എനിക്ക് ഫണ്ട് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ 60 കോടി ടേൺ ഓവറിൽ എനിക്ക് 20 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. ഓക്കെ, 20 കോടി ഇൻവെസ്റ്റ്മെന്റ് മതി എക്സാമ്പിൾ വെക്കുക. ആൻഡ് ഐ വാണ്ട് ടു ഗ്രോ അറ്റ് 20%. അപ്പൊ എനിക്ക് 20% ഓഫ് 20 കോടി കൂട്ടിയാൽ മതിയല്ലോ. ദാറ്റ് ഇസ് 4 crore കൂട്ടിയാൽ മതി. അസ്യൂമിങ് മൈ പ്രോഫിറ്റബിലിറ്റി ഈസ് ഹയർ ദാൻ 4 crore, എനിക്ക് എന്റെ സ്വന്തം ഫണ്ട് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാം. So in this model, how to avoid loans is we have to productivity improvement or heavy stress. We need to keep on increasing our returns along with expansion. Appo expansion steady aanengil namakku kandavanan time adilottu spend cheyana. Okay, we can put maybe 25-30% or 40% of our time as a management entrepreneur, and 60% of our time on productivity improvement. ഈ ഒരു കോൺസെപ്റ്റ്. സോ അവിടെ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു. ഇഫ് യുവർ ROI or ROC is let's say 30-40% and your growth is 20%, you don't need any loans. That is how you avoid loans. Now coming to the case study specifically, very quickly, ഞാൻ കേസ് സ്റ്റഡിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ 60 കോടി ലോൺ ഉള്ള ആൾക്ക് 30 കോടി ROC ക്യാപിറ്റൽ വേണമായിരുന്നു. അത് 10 കോടി ക്രെഡിറ്റ്, മാർക്കറ്റ് ക്രെഡിറ്റ്, 10 കോടി ഫിനിഷ് ഗുഡ്സ് ആൻഡ് WIP, 10 കോടി റോ മെറ്റീരിയൽസ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ കേസ് സ്റ്റഡി, സിംപ്ലിസ്റ്റിക് കേസ് സ്റ്റഡി. സോ 30 കോടി പുള്ളിക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ഐ ഹവ് അസ്യൂം ദാറ്റ് ലോൺ 15 crore ക്യാപിറ്റൽ 15 crore ഇട്ടിട്ടുണ്ട്. ഞാൻ സപ്ലയർ ക്രെഡിറ്റ് കൂട്ടിയിട്ടില്ല, സിംപ്ലിഫൈ ചെയ്യാൻ. ഓക്കെ, ബട്ട് മോസ്റ്റ്ലി ഇൻ മെനി ബിസിനസ്സസ് സപ്ലയർ ക്രെഡിറ്റ് അതിൽ ഇൻക്ലൂഡഡ് ആവും. സോ 30 crore ഇൻവെസ്റ്റ്മെന്റ്, 60 crore ടേൺ ഓവർ ആൻഡ് 6% പ്രോഫിറ്റ്, ദാറ്റ് ഇസ് 3.6 crore പ്രോഫിറ്റ്. ഇതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. അപ്പൊ ഈ ബിസിനസ് ഞാൻ കേസ് സ്റ്റഡിയിൽ എങ്ങനെ മാർക്കറ്റ് ക്രെഡിറ്റ് കുറച്ചു, ദാറ്റ് ഇസ് we've reduced from 10 crore to 5 crore by focusing on smaller shops. നമ്മൾ എക്സ്പാൻഷൻ അല്ല, സ്മോളർ ഷോപ്സിലോട്ടാക്കി അവർക്ക് കടമില്ലാതെ അവർക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഫിനിഷ് ഗുഡ്സ് ആൻഡ് WIP ഞാൻ എൻ്റെ ബോട്ടിൽ നെക്ക് മെത്തേഡും നമ്മൾ പ്രൊഡക്ഷൻ ബെറ്റർ ആക്കുക, സെറ്റപ്പ് ടൈം കുറയ്ക്കുക. വി ആർ ഏബിൾ ടു റെഡ്യൂസ് ദാറ്റ് ടു 2.5 crore, ഹാഫ് എ മന്ത് സ്റ്റോക്ക് മതി, FGയും WIPയും. ആൻഡ് റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലയേഴ്സിൻ്റെ ഹൈ ഫ്രീക്വൻസി ഓഫ് ഓർഡറിങ്, ലോ ലീഡ് ടൈം മോഡൽ. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. വി ക്യാൻ റെഡ്യൂസ് ദ സ്റ്റോക്ക് ടു 5 crore. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് 5 crore ഇൻ ക്രെഡിറ്റ്, 2.5 crore ഇൻ FG ആൻഡ് WIP, ആൻഡ് 5 crore ഇൻ റോ മെറ്റീരിയൽ സിംപ്ലിസ്റ്റിക് ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് 12.5 കോടി ഇൻവെസ്റ്റ്മെന്റ് മതി 60 crore ബിസിനസ് ചെയ്യാൻ തന്നെ. ഇഫ് യു ആർ ഏബിൾ ടു ഇംപ്രൂവ് അവർ പ്രൊഡക്ടിവിറ്റി. അതിന്റെ കൂടുതൽ ഒരു 15 crore ലോൺ, അപ്പൊ നമുക്ക് ഓൾറെഡി 15 കോടി ഇക്വിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് 12.5 കോടി മതി. അങ്ങനെയാണെങ്കിൽ ലോൺ ഒഴിവാക്കാം തിയററ്റിക്കലി. അപ്പൊ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഐ പുട്ട് as 1.5 crore, 15 crore 10%. So 1.5 crore added back to our പഴയ profit 3.6 crore is 5.1 crore. അപ്പൊ 5.1 crore profit on a 12.5 crore investment comes to about 40.8% ROI or ROCE. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. 40% പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടാകുമ്പോൾ up to 40% ഗ്രോ ചെയ്യണമെങ്കിൽ you don't need interest. Exactly. So ഇതിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ആക്ച്വലി ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. ആ കമ്പനി, the company I work with has gone from 60 to much higher. പക്ഷെ നമ്മളുടെ അപ്പൊ ഈ റേഷ്യോ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് has dropped dramatically. ഓക്കെ, നമുക്ക് 120 crore ഉണ്ടെങ്കിൽ നമുക്ക് 60 കോടി വേണമായിരുന്നു പണ്ട്. ഇപ്പൊ നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ആകെ 25 കോടി മതി. Okay, so we were able to fund our future growth from our profits. So that is the simple case study or example. I have simplified it by keeping the turnover the same. Correct. But just to understand. താങ്ക്സ് ടണി. അതിനകത്ത് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടിനി പറഞ്ഞത്. കാരണം
പലരും വിചാരിച്ചത് ഇവിടെ ഈ സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്താ കിട്ടുക എന്നുള്ള ആണ് എക്സ്പെക്ട് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ. ടിനി പറഞ്ഞ ആ ഒരു മോഡല് ബിസിനസ്സിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓരോരുത്തർ അറിയിക്കാനുള്ളത്. അതിനകത്ത് ഫർദർ ഹെൽപ്പ് വേണമെങ്കിൽ ടിനി നമ്പർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു ടിനി. ടിനി ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. മാത്രമല്ല ഇതേപോലെയുള്ള ബിസിനസ്സുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം അല്ല പലിശ വിട്ടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പല ആളുകളും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവും. അത് ഇത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ടൈം ഞാൻ കവർ ചെയ്ത 2 പോയിന്റ് ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാം. വൈ അവോയ്ഡ് ഇൻട്രസ്റ്റ് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. ഞാൻ ലാസ്റ്റ് ടൈം കവർ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് പുതിയ മെമ്പേഴ്സിന് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. മെയിൻ റീസൺ സ്പിരിച്വൽ റീസൺ ആണ്. അതായത് ഇത് പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെ വിട്ടു നിൽക്കുന്നത്. രണ്ടാമത്തത് പലിശ എന്നുള്ളൊരു ട്രാപ്പാണ്. അത് വീണ് പോയാൽ കയറാൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പീസ് ഓഫ് മൈൻഡാണ്. മനസ്സമാധാനമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ പലിശ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ്, അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. പലിശയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി അഫക്റ്റ് ചെയ്യും, നമ്മളുടെ ഇന്നോവേഷൻ അഫക്റ്റ് ചെയ്യും. കാരണം നമ്മളുടെ പ്രയോറിറ്റി അപ്പം EMI തിരിച്ചെടുക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഇനി പറയാത്ത പോയിന്റാണ് ക്രിയേറ്റിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലത് പലിശ വിട്ടു നിൽക്കലാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ പലിശയില്ലാത്ത ബിസിനസ്സാണ് പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ കറക്റ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നല്ലത് ടിനി പറഞ്ഞൊരു മോഡലാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഇത് കുറച്ച് അടുത്തൊരു പോലെ ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്തിരുന്നു. നമുക്കെല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പൈസ ഉണ്ടാക്കുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ ആ പൈസയിൽ ഒരു ബർക്കത്ത് വേണം, അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി വേണം. അതാണ് ഞാൻ ആ പോയിന്റ് ഇവിടെ ഇട്ടത്, വെൽത്ത് വേഴ്സസ് പ്രോസ്പെരിറ്റി. നമുക്കെല്ലാവർക്കും ദൈവം നേമത്ത് തരും, അല്ലെങ്കിൽ വെൽത്ത് തരുമായിരിക്കും. പക്ഷേ ആ വെൽത്ത് എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം മനസ്സമാത്രം യൂസ് ചെയ്യാൻ പറ്റും, അതിന് പ്രോസ്പെരിറ്റി ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവുള്ളൂ. പലിശ വിട്ടു ഉണ്ടാവുന്ന ആ ഒരു പൈസക്ക് ഭയങ്കര ബർക്കത്തായിരിക്കും, ഭയങ്കര പ്രോസ്പെരിറ്റി ആയിരിക്കും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഇൻവൈറ്റ് യു ടു എക്സ്പീരിയൻസ് ഇറ്റ് ടുഡേ, ഡോണ്ട് വെയിറ്റ് ഫോർ ടുമോറോ. ആൻഡ് ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞത് ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം. ടിനി കവർ ചെയ്തു. ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് തോന്നും, അല്ല നമുക്ക് തോന്നും ഇൻട്രസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു 10-20 years ലോങ് ടേം വിഷൻ നോക്കുമ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ലോങ് ടേം വിഷൻ നോക്കണം. ആ ലോങ് ടേം വിഷനിൽ നമുക്ക് നല്ലത് ഇൻട്രസ്റ്റ് ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് ടൈം സമ്മറൈസ് ചെയ്തത്. അത് കൂടാതെ ഞാൻ എൻ്റെ സ്പിരിച്വൽ എത്തിക്കൽ ഇഷ്യൂസ് കൊണ്ട് പറഞ്ഞു. ഞാനത് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഒരു 2-3 മിനിറ്റിൽ. ഒന്ന്, ഞാനിപ്പോൾ അടുത്ത് ഒരു ക്ലാസ്സിൽ, റിലീജിയസ് ക്ലാസ്സിൽ ഞാൻ കേട്ടതാണത്. അതായത് നമ്മളെ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ട് അവിടെ വിചാരണ ടൈമിന് പലിശക്ക് ബിസിനസ് എടുത്തിട്ട് പലിശയിൽ വീണുപോയ ആളുകൾ, അതായത് പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ അത് എഴുതി വെക്കുന്നവൻ, അതിന് കൂട്ടു നിൽക്കുന്നവൻ, ആരാണെങ്കിലും അവരുടെ ഒരു സിറ്റുവേഷൻ ആ മഹ്ശറയിൽ അല്ലെങ്കിൽ വിചാരണ സ്ഥലത്ത് ഉള്ളത് വീഴും, നിരത്തി വീഴും, എന്നിട്ട് എണീക്കാൻ നോക്കും, പിന്നെ വീഴും. അങ്ങനെയാണ് അയാളുടെ സ്ഥിതി എന്ന് ഞാനൊരു ക്ലാസ് കേട്ടിരുന്നു. അത് ആക്ച്വലി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പലിശയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുടെ സ്ഥിതി ഈ ലോകത്ത് തന്നെയാണ്. ഇവിടെയും അതൊരു ട്രാപ്പാണ്. നമ്മൾ അത് വീഴും, എണീക്കാൻ നോക്കും, അത് പിന്നെ വീഴും. അതുകൊണ്ട് തന്നെ ഞാനവിടെ ഒരു ഭയങ്കര കണക്ഷൻ കാണുന്നുണ്ട്. ബെറ്റർ ടു അവോയ്ഡ്. രണ്ടാമത്തെ ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ്. ആ വെൽത്തിൽ നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല, അല്ലെ ബർക്കത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അതൊന്ന് വിട്ടു നിൽക്കണമെന്ന് എൻ്റെ എത്തിക്കൽ വ്യൂ. മൂന്നാമത്തത് again ഞാൻ വായിച്ചതാണ്. പലിശയെ ബന്ധപ്പെടുന്ന ആളുകളുടെ അടുത്ത് ദൈവവും ദൈവത്തിൻ്റെ മെസ്സഞ്ചേഴ്സും വാർ പ്രഖ്യാപിച്ചാണ്. സോ ഒരിക്കലും അതിനകത്ത് അവരുടെ ഓപ്പോസിറ്റ് വാർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ സ്റ്റേ അവേ. അടുത്ത കാര്യം പാത്ത് ടു ഡിസ്ബിലീഫാണ്. അതായത് ഒരു ഡിസ്ബിലീഫിലേക്ക്
ഉള്ള എളുപ്പ വഴിയാണ് പലിശ. സോ ഒരു ബിലീവറായ എനിക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഞാൻ ആ വഴിക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പലിശ നിന്ന് വിട്ടു നിൽക്കുന്നു. പിന്നെ അടുത്തുള്ളത് പെർമനന്റ് സീറ്റ് ഇൻ ദ ഹെല്ലാണ്. അതായത് പലിശയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഹെല്ലിൽ, നരകത്തിൽ പെർമനന്റ് സീറ്റ് എന്നാണ്. എഗെയിൻ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് മാറി നിൽക്കണം, നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള എന്നെ പോലെയുള്ള നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് കാര്യം സ്റ്റേ അവേ ഫ്രം ഇൻട്രസ്റ്റ്. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ എഗെയിൻ വായിച്ചതാണ്, പലിശയ്ക്ക് എൻട്രി ചെയ്യാൻ 73 ഡോറുണ്ട്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഡോർ പോലും നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ കുറ്റാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ 5-6 പോയിന്റ് കൊണ്ടാണ്, 6 വ്യൂ കൊണ്ടാണ് ഞങ്ങളുടെ ബിസിനസ് പലിശ വിട്ടു നിൽക്കുന്നത്. ടിനി പറഞ്ഞ പോയിന്റ്സ് എല്ലാം അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഞാനിത് കവർ ചെയ്യാൻ നോക്കിയത് ഇതിൻ്റെ എത്തിക്കൽ വശം കൂടി ഉണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിന് മാത്രമല്ല, ഏതാണ്ട് എല്ലാ റിലീജിയനും അവരുടേതായ എത്തിക്കൽ വ്യൂ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഇത് പ്രകാരം ഈ 6 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ സെർവൻസ് ആണ്. അപ്പം പൈസ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല, പൈസ ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ബട്ട് ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ്, യു ഹാവ് ടു മേക്ക് മണി യൂസിങ് ദ റൈറ്റ് മെത്തേഡ്. വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമില്ല. അത് ഓഫ് കോഴ്സ് അതെങ്ങനെ യൂസ് ചെയ്യണം കൂടെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ പെട്ടതല്ല. ബട്ട് ഒരു ബിലീവർക്ക്, ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും പലിശ അടുത്ത് പോകാൻ പറ്റില്ല. ഈ പോയിന്റ്സ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഒരു ക്വിക്ക് വർക്ക്ഷോപ്പാണ്, ക്വിക്ക് ഒരു എക്സസൈസ് ആണ്. എല്ലാവരും ചാറ്റ് വിൻഡോ ഓപ്പൺ ആക്കി വെക്കണം. റെഡിയാണോ? ഓക്കെ, ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കുറച്ച് ഒരു രസമുള്ള ചോദ്യമാണ്. അതായത് പലിശയും കൊറോണയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുള്ളത്, എന്താ സിമിലാരിറ്റി ഉള്ളത്? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ചാറ്റ് വിൻഡോയിൽ. ഈസിയായി സ്പ്രെഡ് ചെയ്യും. ഞാൻ ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, നിങ്ങൾ പറയാം. പലിശയും കൊറോണയും തമ്മിൽ എന്താണ് സിമിലാരിറ്റി ഉള്ളത്? രണ്ടും ജനങ്ങൾ കില്ല് ചെയ്യും. ബോത്ത് ക്യാൻ കില്ല് യു. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് വായിക്കുന്നുണ്ട്, ഓരോരുത്തർ ടൈപ്പ് ചെയ്യുന്നത്. രണ്ടും ബാഡാണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, രണ്ടും കറക്റ്റാണ്. വെരി ഡിഫിക്കൽട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, അതും കറക്റ്റാണ്. ബോത്ത് ക്യാൻ ടേക്ക് യുവർ ലൈഫ്, യെസ്. വൈഡ് സ്പ്രെഡ് ചെയ്യുന്നു. വൺസ് ഇറ്റ് ഗെറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗോ അവേ, അത് സൊസൈറ്റിക്ക് ഹാംഫുൾ ആണ്. നല്ല പോയിന്റ് ആണ്, സൊസൈറ്റിക്ക് ഹാംഫുൾ ആണ്. ടെൻഷൻ ആണ്, കറക്റ്റാണ്. എപ്പോഴാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റുന്നില്ല, അത് കറക്റ്റ്. വാട്ട് എൽസ്? രണ്ടും രോഗമാണ്, രണ്ടും ടെസ്റ്റാണ്, പരീക്ഷണമാണ്, കറക്റ്റ്. രണ്ടും പാൻഡമിക്കാണ്. അതെ, രണ്ടും എക്കണോമിനെ അഫക്റ്റ് ചെയ്യും. വെരി ഗുഡ് പോയിന്റ്. രണ്ടും ക്യാൻ ലീഡ് ടു വെന്റിലേറ്റർ. രണ്ടും എൻസ് ഇൻ റിസഷൻ. വെരി വാലിഡ് പോയിന്റ്. രണ്ടും മനസ്സിന് ഭയം നൽകും. യെസ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫീഡ്ബാക്ക് ഇതുള്ളത്. വെരി ഈസി ടു ഗെറ്റ് ലോൺ ആൻഡ് വൈറസ്. ഇറ്റ് ബ്രിങ്സ് വറീസ്. എല്ലാ സമയത്തും ഗ്രീഡി ആവും മനുഷ്യൻ. അതെന്തുകൊണ്ടാണ്? അത് മനസ്സിലായില്ല. എന്തുകൊണ്ട് ഇതിന്റെ ഗ്രീഡിനെസ് മനസ്സിലായില്ല. ഇൻഫാക്ട് പ്രൈവറ്റ് ചാറ്റ് വേണ്ട, പബ്ലിക് ആയിട്ടുള്ളൂ അഫ്താബ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാവരും ആ വിൻഡോ അത് വായിക്കണം കേട്ടോ. എല്ലാവരും കാണുന്നുണ്ടല്ലേ? കാരണം കുറെ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഉണ്ട്.
ഇത് നമ്മളൊന്നും കാണാത്ത കുറെ സിമിലാരിറ്റി തമ്മിലുണ്ട്. Afraid of future. It's public now. Yeah. Very thought point. What else? വേറെ എന്താണ് സിമിലാരിറ്റി ഉള്ളത്? It can be protected with simple steps. Good point. രണ്ടും അത് നല്ലൊരു പോയിന്റ് ആട്ടോ. രണ്ടും നമ്മളിപ്പോൾ യൂസ്ഡ് ആയി. റൈറ്റ്? ഇപ്പം നമ്മൾ പറയുന്ന ഇറ്റ്സ് എ ന്യൂ നോം. ഇപ്പം കൊറോണ ആയിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചു, അതേപോലെ പലിശയായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചുപോയി. രണ്ടും ഓക്കെ, നല്ല പോയിന്റ്. നോ വാക്സിൻ ഫോർ ബോത്ത്. നസീർ, വെൽ ഡൺ. ഇറ്റ് കിൽസ് സൊസൈറ്റി. ഓക്കെ, കുറെ പോയിന്റ്സ് കിട്ടി. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെ പറയുന്നതാണ്. കൊറോണയും പലിശ കുറേ സിമിലാരിറ്റി ഉണ്ട്. ഞാൻ ഇനി എൻ്റെ സെഷനിലൂടെ പോവാണ്. ഞാൻ മനസ്സിലാക്കിയ കുറച്ചും കൂടി സിമിലാരിറ്റി പറയാം. അത് രോഗം എന്താ നമുക്കറിയാം അല്ലേ? പലിശ ഒരു പ്രശ്നമാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ കൊറോണ ഒരു പ്രശ്നക്കാരാണെന്ന് നമുക്കറിയാം. രോഗം വരുന്ന വഴികൾ നമുക്കറിയാം. റൈറ്റ്? എങ്ങനെയാണ് പലിശയിൽ നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഇതിന് പറഞ്ഞപ്പോൾ മനസ്സിലായി. എല്ലാവരും നമുക്കറിയാം എങ്ങനെയാണ് നമ്മളുടെ ഗ്രീഡയാണ്, അല്ലെങ്കിൽ അത്യാഗ്രഹം തന്നെയാണ് ഒരു പരിധി വരെ നമ്മൾ പലിശ കൊണ്ട് ചാടിക്കുന്നത്. അപ്പം വരുന്ന വഴികൾ നമുക്കറിയാം. എങ്ങനെയാണ് കൊറോണ വരുന്നത് നമുക്ക് അറിയാം. ബട്ട് നമുക്കറിയാനുള്ള മരുന്നാണ്. നസീർ പറഞ്ഞതുപോലെ രണ്ടിനും മരുന്നില്ല. അതാണ് റിയാലിറ്റി. ഇന്നത്തെ ലോകത്ത് രണ്ടിനും മരുന്നായിട്ടില്ല. നമ്മൾ മരുന്ന് ഉണ്ടാക്കണം രണ്ടിനും. അപ്പം ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് മരുന്നല്ല. ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് കൊറോണ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, കൊറോണ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലോക്ക്ഡൗണ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആണ് അതിനെ പറ്റിയിട്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് അടുത്ത ഒരു ഹാഫ് ആൻ അവർ ഓർ സോ. എന്തൊക്കെയാണ് ടിപ്സ് ടു സ്റ്റേ അവേ ഫ്രം ഇറ്റ്? എങ്ങനെ പലിശയിലേക്ക് നമ്മൾ ചാടാതെ രക്ഷപ്പെടാൻ പറ്റും നമുക്ക് എന്നുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ അതിലോട്ട് പോവാം. രണ്ട് സ്ലൈഡ് ഉണ്ട്, ഞാൻ രണ്ടും കവർ ചെയ്യാം. ഒന്ന്, ഡു ഇറ്റ് ഫോർ പർപ്പസ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആവരുത്. പൈസ അല്ലെങ്കിൽ ലാഭം വിൽ ബിക്കം എ ബൈ പ്രൊഡക്റ്റ്. അതിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആവണം. ബട്ട് അതിന് പർപ്പസ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിയ്യത്ത്, നമ്മുടെ ഇൻറ്റൻഷൻസ് വളരെ ക്ലിയർ ആയിക്കണം. നമ്മുടെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിക്കണം. അതായത് ബിസിനസ് പൂട്ടിപ്പോട് വന്നാലും പലിശയിൽ പോയി ചാടാൻ പാടില്ല, പലിശയിൽ ചാടില്ല എന്നുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലിശ വിട്ടെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് മൊമെന്റിലും നമ്മളെ പുറകിൽ പലിശ ഉണ്ടാവും. പലിശക്ക് എടുക്കുക നമ്മളിങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ട്രോങ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു സ്റ്റോറി പറയാം. ഞാൻ ഐ ഡി CEO ആണ്. ഐ ഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2010-11 ടൈമിൽ ഞങ്ങൾ ചെന്നൈയിലോട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ചെന്നൈയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ സമയത്ത് എൻ്റെ പാർട്ട്നേഴ്സൊക്കെ ചെന്നൈയിൽ, 2 ആൾക്കാർ ചെന്നൈയിലും 2 ആൾക്കാർ, 3 ആൾക്കാർ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പം ചെന്നൈയിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പോയപ്പം അവിടെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര പ്രശ്നം പറ്റി. അതായത് ഞങ്ങൾ ചെയ്യുന്ന ദോഷമാവാണ് എനിക്ക് അറിയിക്കും. അപ്പം വിവര പ്രോഫിറ്റബിൾ ബിസിനസ്. ബാംഗ്ലൂർ ഞങ്ങൾ പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരുന്നു. ചെന്നൈയിൽ പോയപ്പം ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ലോസ് വന്നു. കാരണം അവിടെ ഒരു അൺഹെൽത്തി അൺഎത്തിക്കൽ പ്രാക്ടീസ് വെച്ചിട്ടാണ് അവിടെ ദോഷമാവ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലേറ്റായി. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള പൈസ മുഴുവൻ ഞങ്ങൾ ഓൾറെഡി ചെന്നൈയിൽ ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ
ഞങ്ങളുടെ ഫോക്കസ് ചെന്നൈയിലേക്ക് പോയി. ടീം ചെന്നൈയിലായി, സ്ട്രോങ് ടീം ചെന്നൈയിലായി. മാത്രമല്ല ഞങ്ങളുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ലാഭവും ഞങ്ങൾ ചെന്നൈയിലൊരു ഫാക്ടറി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് അവിടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ബിസിനസ് എത്ര ചെയ്താലും ലാഭം ഉണ്ടാകുമ്പോൾ നഷ്ടം കൂടുകയാണ്. ഓവറോൾ നമ്മളുടെ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ചെയ്തു, ഓവറോൾ നമ്മളുടെ പ്രോഫിറ്റ് അഫക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് സ്ട്രോങ് ഫണ്ടിങ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് സ്ട്രോങ് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഐ മീൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉദ്ദേശിച്ചത് ഇല്ലായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടായി. അതായത് എംപ്ലോയീസിന് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഞങ്ങൾക്ക് സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടായി. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് കുറേ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഇതൊരു 2011-12 ആ ടൈമിനാണ്. കാരണം എംപ്ലോയീസ് സാലറി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എന്നുള്ളത്. ബട്ട് നമ്മുടെ എംപ്ലോയീസൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് സാലറി കൊടുക്കാൻ പറ്റാത്ത വലിയ കാര്യമാണ്. മാത്രമല്ല ഞങ്ങളുടെ തന്നെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ഒരു പണ്ഡിതനോട് സംസാരിച്ചു ഇതിനെ പറ്റിയിട്ട് എന്താ ചെയ്യുക. അപ്പം ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണുള്ളത്. നിങ്ങളിപ്പം പലിശക്ക് എടുക്കാതെ നിങ്ങൾക്ക് വേറെ ഒരു കാരണവശാലും പൈസ കിട്ടാൻ രക്ഷയില്ല. ഇപ്പം പലിശക്ക് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൂട്ടി പോവുകയും ചെയ്യും. അതുകൊണ്ട് കുറേ ആളുകൾ ജോലി നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ വിശ്വാസം മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ കുറച്ചിപ്പം ലോൺ എടുത്തോളുവാണെങ്കിൽ എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒഴിവാകാൻ നോക്ക്. കാരണം അതിൻ്റെ ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ ഇമ്പാക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കുറേ ആളുകൾക്ക് ജോലി, അവരുടെ ഫാമിലിയിലെ അവരുടെ ഫാമിലി സപ്പോർട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവർക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ലോൺ എടുത്തു വന്നിട്ട് തൽക്കാലം പിടിച്ചു നിൽക്ക് എന്നുള്ള ഒരു അഡ്വൈസ് കിട്ടി. ഞങ്ങൾ അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു അതിനെ പറ്റിയിട്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ഓപ്ഷൻ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പണ്ഡിതനോട് സംസാരിക്കാം, ഒരാളോട് ചോദിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വേറൊരാളോട് സംസാരിച്ചതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ പണ്ഡിതൻ ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് വ്യൂ പറഞ്ഞു. അതായത് ദൈവം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കുറേ കഷ്ടപ്പെടാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിലൊക്കെ കുറേ പൈസ തന്നു ബിസിനസ് വഴി. നിങ്ങൾ പരീക്ഷിച്ചു. നിങ്ങൾ അതിൽ നിന്ന് ഒരുവിധം പ്രോബബ്ലി ദൈവം ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ദൈവം ഒരു ബുദ്ധിമുട്ട് തന്ന് പരീക്ഷിക്കുകയായിരിക്കും ചിലപ്പോൾ. ആ പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കണോ തോക്കണോ എന്ന് ഡിസൈഡ് നിങ്ങളാണ്. അതൊരു ഐ ഓപ്പണറായിരുന്നു ഞങ്ങൾക്ക്. ഒരു സ്പാർക്ക് കിട്ടിയതിൽ. അങ്ങനെ ഞങ്ങളുടെ ടീം ഞങ്ങൾ ഒന്ന് ചെയ്ത് സംസാരിച്ചു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നമ്മൾക്ക് പരീക്ഷയ്ക്ക് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ ഒരു രക്ഷയില്ല. നമുക്ക് ചിലപ്പോൾ ബിസിനസ് പൂട്ടിപ്പോവും. ബട്ട് ബിസിനസ് പൂട്ടിപ്പോയാൽ നമുക്ക് സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് മതി, ബിസിനസ് വേണ്ട എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അല്ല ഒരു തിങ്കിങ് ഞങ്ങളുടെ ടീമിലുണ്ടായി. ഞങ്ങൾ ഇന്റേണലിറ്റി പറഞ്ഞു നമുക്കത് മതി, എന്നാൽ സ്വർഗം മതി, ബിസിനസ് പോട്ടെ, പലിശക്ക് എടുക്കില്ല. അത് എളുപ്പമല്ല. അങ്ങനത്തെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ പലിശ വിട്ടുന്നത്. ഞാൻ സ്റ്റോറി പറയാൻ കാരണം ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മുടെ നിയ്യത്ത്, നമ്മുടെ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ പൈസ ഉണ്ടാക്കണം അല്ല ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റൂല. ബട്ട് പൂട്ടിക്കൊണ്ട് വന്നാലും അധാർമികമായിട്ട് കാര്യം ചെയ്യാൻ പാടില്ല, അൺഎത്തിക്കൽ ചെയ്യാൻ പാടില്ല, പലിശയിൽ ചാടാൻ പാടില്ല എന്നുള്ള ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലിശ വിട്ടു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തില്ല. ഞങ്ങളവിടെ ചെയ്തു തന്നിട്ട് ഞങ്ങൾ ചെന്നൈ ഫാക്ടറി പൂട്ടി. ഞങ്ങൾ ചെന്നൈയിലുണ്ടായിരുന്ന ഞങ്ങളുടെ മെഷീനറിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെല്ല് ചെയ്തു. അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. ആ പൈസ കൊണ്ട് ഞങ്ങൾ സ്റ്റാഫിന് സാലറി പേ ചെയ്തു. തിരിച്ചു വന്നു. ബാംഗ്ലൂരിൽ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആക്കി.
പക്ഷെ ഒരു സർപ്രൈസ് കാര്യമുള്ളതെന്ന് അറിയാം, വിത്തിൻ ഫ്യൂ മന്ത്സ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സിക്വയ ക്യാപിറ്റൽ വന്നിട്ട് ഞങ്ങൾക്ക് വിത്തിൻ ഫ്യൂ മന്ത്സ് ഞങ്ങളുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നടക്കും ലോകത്ത്. ബിക്കോസ് അവിടെ നമ്മളെ ഡിറ്റർമിനേഷനാണ് ദൈവം നോക്കുന്നത്. നമ്മൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് പിന്നെ ദൈവം നമുക്ക് പ്രോബബ്ലി വിത്തിൻ ഫ്യൂ മന്ത്സ് തന്നെ നമുക്ക് കിട്ടിയ റിവാർഡാണ്. ലോകത്തെ ഏറ്റവും നല്ല, ഏറ്റവും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടി വാല്യൂഡ് അയക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സിക്വയ ക്യാപിറ്റൽ വന്നിട്ട് ID പോലുള്ള ഒരു സ്റ്റാർട്ടപ്പിൽ ഫണ്ട് ചെയ്യുക എന്നുള്ളത്, അതും വിത്തിൻ ഫ്യൂ മന്ത്സ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ അവിടെ ആ സിറ്റുവേഷനിൽ പിടിച്ചു നിന്നുകൊണ്ട് ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രോസ്പെരിറ്റി. അത് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് യുവർസെൽഫ്. സോ വെൽത്തും പ്രോസ്പെരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ മതിയാവുന്ന മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് നിയത്ത് ഈസ് ഓൾസോ കമ്മിങ് ഔട്ട് ഓഫ് ദിസ് എക്സ്പീരിയൻസ്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ സ്റ്റോറി അല്ല ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ ടിപ്സ്, ഇതൊരു സാക്രിഫൈസ് ആണ്, ആൻഡ് യു വിൽ ബി പ്രിപ്പയർ ഫോർ ഇറ്റ്. നിങ്ങൾ പലിശയ്ക്ക് എതിരെയുള്ള, പലിശ ഇല്ലാത്തൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു വാറാണ്, ഇതൊരു സാക്രിഫൈസ് ആണ്. ബി പ്രിപ്പയർഡ്. നമ്മൾക്ക് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പല പരീക്ഷണങ്ങളും വരും, പല ബുദ്ധിമുട്ടുകളും വരും. ബട്ട് അവിടെയും പിടിച്ചു നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ബി പ്രിപ്പയർഡ്. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കാം. കാരണം രണ്ട് കാര്യത്തിൽ പ്രാർത്ഥിക്കണം. ഒന്ന്, ഒരു കാരണവശാലും പരീക്ഷയിലോട്ട് വീണ് പോകാതിരിക്കാനുള്ള ഒരു മനസ്സ് തരണേ ദൈവമേ, പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ എപ്പോഴും. അത് മാത്രമല്ല, അധികം ബുദ്ധിമുട്ടില്ലാതെ ഇത് കൊണ്ടുപോകാൻ പറ്റണേ എന്നും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഞങ്ങളുടെ ഇതിനകത്തും ഞങ്ങൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നപ്പോഴും ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത് ഞങ്ങളുടെ ആ സ്ട്രോങ് നിയത്തും പ്രാർത്ഥനയാണ്. ഇത് ആ ടിപ്സ് ഞാൻ 3 ടിപ്സോടെ കവർ ചെയ്തത്. ഇനിയുള്ളത് P&L ആണ്. ആരോ അഫ്താബ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാരോ ഡ്രോ ചെയ്യുന്നുണ്ടല്ലോ. അത് ആ ഷെയറിങ്ങിന്റെ മുകളിൽ മോർ ഓപ്ഷൻസ് ആണ് സെറ്റിംഗ്സ്, അതിൽ അനോട്ടേറ്റ് ഓഫ് ചെയ്താൽ. ഓക്കെ, അനോട്ടേറ്റ് എങ്ങനെ ഓഫ് ചെയ്യാം? ഡിലീറ്റ് ഇറ്റ് ഫസ്റ്റ്. എന്നിട്ട് അതിന്റെ മുകളിൽ മൗസ് മുകളിലേക്ക് മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതിങ്ങനെ വരും താഴോട്ടേക്ക്. അതിന്റെ റൈറ്റില് മോർ ഓപ്ഷൻ സെറ്റിംഗ്സ്. ഓക്കെ, ഇപ്പം ക്ലിയർ ചെയ്യാം, നോക്കാം. ഓൾറൈറ്റ്. ഓക്കെ, അടുത്തുള്ളത് P&L ആണ്. നമുക്കൊക്കെ അറിയാം ബിസിനസ്സിൽ പ്രോഫിറ്റ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ബിസിനസ്സിനകത്ത് ലോസ് എന്ന വേർഡില്ല. യു ഹാവ് ടു ബി പ്രോഫിറ്റബിൾ ഫ്രം ഡേ വൺ. ആദ്യത്തെ ദിവസം മുതൽ തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾക്ക് പലിശയില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ഞങ്ങൾ ഫസ്റ്റ് മന്ത് തന്നെ ഞങ്ങൾ പ്രോഫിറ്റബിൾ ആയിരുന്നു. അത് ഞങ്ങൾ എല്ലാ സമയത്തും ഞങ്ങൾ പ്രോഫിറ്റബിലിറ്റിന് മുകളിൽ ഫോക്കസ് ചെയ്തു. കാരണം പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പലിശ എന്നുള്ള ട്രാപ്പിൽ പോയി പെട്ടുപോകും. അടുത്ത ഒരു ടിപ്പ്, ലോ ക്യാപെക്സ്. അതായത് നമുക്ക് ഹ്യൂജ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ട ബിസിനസ്സുകൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എഗെയിൻ പലിശപ്പെടാൻ ചാൻസ് കൂടുതലാണ്. ഞങ്ങളുടെ കേസിനകത്ത് ഞങ്ങളുടെ ക്യാപെക്സ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു 50,000 റുപ്യായിരുന്നു. 50,000 റുപ്യക്ക് ഞങ്ങളൊരു ഗ്രൈൻഡർ വാങ്ങിച്ചു, ഒരു മിക്സർ വാങ്ങിച്ചു, ഒരു സീലിംഗ് മെഷീൻ വാങ്ങിച്ചു, ഒരു വെയിങ് സ്കെയിൽ വാങ്ങിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി വാങ്ങിച്ചു. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ 50,000 റുപ്യ ആണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിന്ന് ബാക്കിയുള്ള പ്രോഫിറ്റ് കൊണ്ടാണ് ബാക്കി ഞങ്ങൾ ഫർദർ ഇൻവെസ്റ്റ് ചെയ്തത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ
എങ്ങനെ ഇതിനകത്ത് ക്യാപെക്സ് കുറച്ചിട്ട് അല്ല സീറോ ക്യാപെക്സിൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തത്. പലിശയില്ലാത്ത ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് സീറോ ക്യാപെക്സ് മോഡൽ. എങ്ങനെ നിങ്ങൾക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാനുള്ളതാണ്. കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്. ഞങ്ങൾ ഇന്നും അധികം ക്യാപെക്സ് ഒന്നും ഇല്ല ഞങ്ങളുടെ ബിസിനസ്സിനകത്ത്. ബൈ ദ വേ, അടുത്ത പോയിന്റ് ടിനി കവർ ചെയ്തതാണ്. പക്ഷേ അവിടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. സീറോ ഇൻവെന്ററി എന്നുള്ള മോഡല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ബൈ ദ വേ ഈവൻ ടുഡേ നമ്മൾ ഫോളോ ചെയ്യുന്ന സീറോ ഇൻവെന്ററി ആണ്. റോ മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിലും ഫിനിഷ് ഗുഡ്സ് ആണെങ്കിലും ഞങ്ങളുടെ ത്രൂ ഔട്ട് സപ്ലൈ ചെയിൻ ഞങ്ങൾ സീറോ ഇൻവെന്ററി ആണ്. അതായത് ഇന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വിൽ ബി റെഡി ഫോർ ഡിസ്പാച്ച് ടുമോറോ മോർണിംഗ്. നാളെ രാവിലത്തേക്ക് അത് ഡിസ്പാച്ച് ചെയ്യാൻ റെഡി ആവും. ടുമോറോ എൻ്റെ പ്രൊഡക്റ്റ് ഗോസ് മാർക്കറ്റ്, ഫുൾ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൽ പോകും. മാർക്കറ്റിൽ പോയിട്ട് നാളെ അത് വിറ്റിട്ടേ നാളെ നമ്മൾ ടീം തിരിച്ചു വരുള്ളൂ. സ്റ്റോറിൽ നമ്മൾ ഡംപ് ചെയ്യില്ല അധികമായിട്ട്. ഇതിന്റെ മോഡൽ എന്ന് വെച്ചാൽ നേരത്തെ ടിനി പറഞ്ഞതുപോലെ ആ സപ്ലൈ ചെയിൻ നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സുകൾക്കും നമ്മൾക്ക് ഈ സീറോ ഇൻവെന്ററി പ്ലാൻ ചെയ്യാൻ പറ്റും. സീറോ ഇൻവെന്ററി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ നന്നാവും. ഇൻവെന്ററി ടേൺ ഓവർ നന്നാകുമ്പോൾ നമുക്ക് നമ്മളുടെ ക്യാപെക്സ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഞങ്ങളുടെ എക്സ്പീരിയൻസിനകത്ത് ഇൻവെന്ററി ടേൺ ഓവർ ഇസ് ദ കീ. ഞാൻ നിങ്ങൾക്കൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാം. അബ്ദുറഹ്മാൻ ഓഫിന്റെ ഒരു സ്റ്റോറി നിങ്ങൾ വായിക്കണം. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അബ്ദുറഹ്മാൻ ഓഫ് പ്രൊഫറ്റിന്റെ സഹാബിയായിരുന്നു. ആ സ്റ്റോറി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് എങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഓഫ് ബിസിനസ് ചെയ്തത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സീറോ ഇൻവെന്ററി മോഡൽ എങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ രസമുള്ള സ്റ്റോറിയാണത്. പ്ലീസ് റീഡ് ഇറ്റ് ടുഡേ, ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ ഇന്ന് ടൈമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. അടുത്തുള്ളത് അവോയ്ഡ് ക്രെഡിറ്റ്. ഇനി പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈ ക്രെഡിറ്റ് എന്നുള്ളത് ഒരു എഗെയിൻ ട്രാപ്പാണ്. അതിൽ വീണ്ടും തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഞങ്ങൾ തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്തതാണ് ക്രെഡിറ്റ് ഇല്ലാതെ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റുക. കാരണം അതൊരു സർക്കുലർ ഇമ്പാക്റ്റ് ആണ്. ഈ പോയിന്റ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ടിനി കവർ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ ജസ്റ്റ് കവർ ചെയ്യാതെ. ഇറ്റ് ഹാസ് എ സർക്കുലർ ഇമ്പാക്റ്റ്. അതായത് നിങ്ങൾ കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമറിന് സാധനം കൊടുക്കുമ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സെയിം ബെനിഫിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും, ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സപ്ലയേഴ്സിന്, ഫോർ എക്സാമ്പിൾ ഐഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ദോഷമാവ് പിന്നെ സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും. ഞങ്ങൾ ആ ക്യാഷ് ഓൺ ഡെലിവറി വെച്ചിട്ടാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത്, അരി വാങ്ങിക്കുന്നത്. അരി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ ക്രെഡിറ്റിലാണ് വാങ്ങിക്കുന്നത്. ഞങ്ങൾ സപ്ലൈസിൽ ഞങ്ങൾ ക്യാഷിനാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടുള്ള മെച്ചം എന്താ പറയുക, സപ്ലയർ എഫിഷ്യൻ്റ് ആവും. മാത്രമല്ല നമുക്ക് നല്ല ബെറ്റർ റേറ്റ് കിട്ടും അരി വാങ്ങിക്കുമ്പോൾ. ദെയർബൈ മൈ പ്രോഫിറ്റബിലിറ്റി ഗോസ് അപ്പ്. അപ്പോൾ ഇതൊരു സർക്കുലർ ഇമ്പാക്റ്റ് ആണ്. എനിക്ക് കൂടുതൽ ക്യാഷ് ഓൺ ഡെലിവറി കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവും. ആ പൈസ വെച്ചിട്ട് എനിക്ക് സാധനം വാങ്ങിക്കാം, റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ റേറ്റ് കുറച്ച് കിട്ടും. അത് വെച്ച് എനിക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. സോ ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് എ സർക്കുലർ ഇമ്പാക്റ്റ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പലിശയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ക്രെഡിറ്റ്. എവിടെയൊക്കെ ക്രെഡിറ്റ് ഉണ്ടോ അത് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പലിശ വിട്ടു നിൽക്കാൻ പറ്റും. ഞാൻ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. പല ബിസിനസ്സുകളും ഹൈലി പ്രോഫിറ്റബിൾ ആയിരിക്കും, ബട്ട് അവർക്ക് പലിശ ഇല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം? അവർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല, ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കില്ല. ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ്സിനകത്ത് ഞാൻ പഠിച്ച നമ്മൾ പ്രാക്ടീസ് ചെയ്ത
പ്രധാനപ്പെട്ട 2 കാര്യം, പോസിറ്റീവ് P&L, which is only profitability, never think of loss. ഇൻഡസ്ട്രി ബിസിനസ്സിനകത്ത് ലോസ് എന്നുള്ള ടേമേ ഇല്ല, പ്രോഫിറ്റബിലിറ്റി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത്, ക്യാഷ് ഫ്ലോ ഹാസ് ടു ബി ഓൾവേസ് പോസിറ്റീവ്. അതായത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ക്യാഷ് ഫ്ലോ പോവുകയാണെങ്കിൽ ഇറ്റ് മീൻസ് നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലിശയിൽ പോകും. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തുള്ളത് മോർ ഓഫ് ഒരു എന്താ പറയുക, ടീം ബിൽഡിങ്ങിൻ്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ടീമിൻ്റെ അലൈൻമെൻറ്റ് പാർട്ടാണ്. അതായത് ഇതൊരു ഇൻഡിവിജ്വൽ ഡിസിഷൻ അല്ല, ഇറ്റ് ഹാസ് ടു ബി ടീം ഡിസിഷൻ. നമ്മൾ ടീം അലൈൻഡ് ആയിക്കണം. അത് ഞാനോ എൻ്റെ കോഫൗണ്ടേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ ബാക്കിയുള്ള ടീം അലൈൻഡ് ആയിക്കണം. ആ അലൈൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് റിലീജിയസ് വ്യൂ മാറ്റി വെച്ചേക്കാം. ബട്ട് നമ്മൾ വെൻ വി ആർ ഡൂയിങ് ഫോർ എ പർപ്പസ്, യു എൻ്റെ ടീം വിൽ ഹാവ് ടു ബി അലൈൻഡ്. നമ്മുടെ ഫാമിലി അലൈൻഡ് ആയിക്കണം. കാരണം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിൽ ഗോ ത്രൂ. നമ്മളുടെ ഫാമിലി എക്സ്പെൻസ് ചിലപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും പരീക്ഷയിലെ ബിസിനസ് ചെയ്യുമ്പോൾ. അത് ഫാമിലി വിൽ ഹാവ് ടു ബി അലൈൻഡ്. നമ്മൾ ടീമിന് നമുക്ക് അലൈൻഡ് ആവേണ്ടത് ചിലപ്പോൾ നമുക്ക് സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. റൈറ്റ്? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ആ ഒരു സാക്രിഫൈസിനകത്ത് ഇൻഡിവിജ്വൽ സാക്രിഫൈസിന് മാത്രം കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി എ ടീം ഡിസിഷൻ, ഇറ്റ് ഹാസ് ടു ബി ടീം അലൈൻമെന്റ്. ഇതാണ് എനിക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ടിപ്സ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞില്ല, കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ പറയാം. അടുത്തൊരു പോയിന്റ്, അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. ബേസിക്കലി ഫോക്കസ് ഓൺ ഇന്നോവേഷൻ. കാരണം ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പലിശ മിക്കവാറും പോയി ചാടില്ല. കാരണം നമ്മൾക്ക് അവിടെ ക്യാഷ് ഫ്ലോ പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾക്ക് ഫണ്ട് ഉണ്ടാവും. ബട്ട് എങ്ങനെ നമ്മൾക്ക് പിന്നെ ആരോ യൂസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ നമ്മൾക്ക് ഫണ്ട് കിട്ടും? ഞാനൊക്കെ ഐഡിൻ്റെ ബിസിനസ് പറയാം. ഐഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഇഡ്ലി ദോശ ബിസിനസ്സാണ്. ഇഡ്ലി ദോശ ബാറ്ററിൻ്റെ ബിസിനസ്സാണ്. ദിസ് നോ റോക്കറ്റ് സയൻസ്. അതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1 lakh rupees ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നാളെ ഒരു ഗ്രൈൻഡറും മിക്സറും വാങ്ങിച്ചിട്ട് ഇഡ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിസിനസ്സിനകത്ത് ഇന്നോവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് യു ഹാവ് ടു ബി യുണീക്ക്, യു ഹാവ് ടു ബി അഹെഡ് ഓഫ് കോമ്പറ്റീഷൻ. ഇഫ് യു ഹാവ് ടു ബി അഹെഡ് ഓഫ് കോമ്പറ്റീഷൻ, അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ ആണ്. ഇന്നോവേഷനിൽ ഫോക്കസ് ചെയ്യാം. ഞാൻ അവിടെ ഒരു ഫണ്ണി ഇതായിട്ട് ഇട്ടിരിക്കുന്നത്, അതായത് തുളയുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ എക്സ്പീരിയൻസിനകത്ത്. അതുകൊണ്ട് നമുക്ക് തുളയില്ലാതെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ വട പാക്കറ്റിംഗ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെൻഡർ കോക്കനട്ട്, ഗ്രേറ്റർ കോക്കനട്ട്, അതിനൊക്കെ തുളയുണ്ട്. അതൊക്കെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ആണ്. അതുപോലെയുള്ള തുളയുള്ള പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബിസിനസ് എത്തിക്സിൽ ഞങ്ങൾക്ക് തുളയിലറിയിക്കാൻ പറ്റുന്നത്. സോ പ്രൊഡക്റ്റ് തുളയുണ്ടാവാം, ബട്ട് ബിസിനസ്സിൽ തുളയുണ്ടാവാൻ പാടില്ല. അടുത്തൊരു പോയിന്റ്, റീഡ് സക്സസ് സ്റ്റോറീസ് ഓഫ് സച്ച് ബിസിനസ്സസ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഒരു തിയറി മാത്രമാണ്, ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നോഷനിലാണ് നമ്മളുള്ളത്, ഒരു മൈൻഡ് സെറ്റ് നമ്മളുള്ളത്. അങ്ങനെയല്ല, കുറേ ബിസിനസ്സുകളുണ്ട് പലിശയില്ലാതെ ബിസിനസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ സെഷൻ്റെ ടുവേർഡ്സ് എൻഡ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെയുള്ള നല്ല സക്സസ് സ്റ്റോറീസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടും. അടുത്ത പോയിന്റ്, സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇറ്റ് ടു ദ വേൾഡ്. അതായത് ലോകത്തോട് പറയണം നമ്മൾ പലിശ ഇല്ലാണ്ട് ചെയ്യുന്നുള്ളത്. അതിനെ വെച്ചെന്നാ അറിയാം, നിങ്ങൾ ഒരിക്കലും അതിൽ പോയി ചാടൂല. നിങ്ങൾ പിന്നെ അതിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടെൽ ദ വേൾഡ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, യു വിൽ നോട്ട് ഡു ഇറ്റ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൽ പോയി ആ ട്രാപ്പിൽ പോയി ചാടാതിരിക്കാനുള്ള ബെസ്റ്റ് വഴി, ടെൽ ദ വേൾഡ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്, ടെൽ ദ വേൾഡ് ദാറ്റ് ഞാൻ പലിശയ്ക്ക് ബിസിനസ് ചെയ്യില്ല എന്നുള്ളത്, ചെയ്യില്ല എന്നുള്ളത്, ഇനി ചെയ്യില്ല എന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് അങ്ങോട്ടുള്ള ഒരു അട്രാക്ഷൻ നമുക്ക് മാറിക്കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിനകത്ത്
ഷോർട്ട് ടേം ലോങ് ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ടേം മാത്രം പറ്റില്ല, ലോങ് ടേം മാത്രം പറ്റില്ല. ബട്ട് ലോങ് ടേം ഷോർട്ട് ടേം കൂടെ ഒരു എന്താ പറയുക, ഒരു ബാലൻസ് ആയിക്കണം. പലിശയുള്ള ബിസിനസ്സുകളിൽ അധികവും ഷോർട്ട് ടേം തിങ്കിങ്ങിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ടീം പറഞ്ഞതുപോലെ ആ റെസഷനിൽ പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ബൂം ടൈമിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പലിശക്ക് പൈസ കൊടുക്കും. അപ്പം ആ ഷോർട്ട് ടൈം 2-3 വർഷം മാത്രമേ ആലോചിക്കുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കില്ല. അപ്പം തിങ്കിങ് പ്രോസസ് ഹാസ് ടു ബി ലോങ് ടേം വേഴ്സസ് ഷോർട്ട് ടേം. ഇറ്റ് ഹാസ് ടു ബി ബാലൻസ്. അടുത്തൊരു പോയിന്റ്, ബിസിനസ്സുകളിൽ എസ്പെഷ്യലി സ്റ്റാർട്ടപ്പിൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലേൺ ടു സേ നോ. നോട്ട് എവരിവൺ ഈസ് യുവർ കസ്റ്റമർ. എല്ലാവരും നമ്മുടെ കസ്റ്റമർ അല്ല. അതായത് നമ്മളുടെ ബിസിനസ് ലോസ് മേക്കിംഗ് ആണെങ്കിൽ ആ കസ്റ്റമർ നമ്മൾ ഡീൽ ചെയ്യുന്നത് നല്ലതല്ല. എസ്പെഷ്യലി പലിശയില്ലാത്ത ബിസിനസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലേൺ ടു സേ നോ. അടുത്ത കാര്യം, നമ്മളുടെ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് ലേൺ ടു സേ നോ. നമ്മൾ അഥവാ ക്രെഡിറ്റ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പേയ്മെൻറ്റ് കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ബിസിനസ്സിൽ ക്യാഷാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ റവന്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് നോ പറയാൻ ഉള്ള മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രാപ്പിൽ പോയി പെട്ടുപോകും. അടുത്ത പോയിന്റ്, സ്റ്റേ ഫോക്കസ്ഡ്. ഈ സ്റ്റേ ഫോക്കസ്ഡ് എന്ന് ഞാൻ പറയാൻ കാരണം, പല ബിസിനസ്സും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് സക്സസ്ഫുൾ ആവും, എന്നിട്ട് സക്സസ്ഫുൾ ആകുമ്പം വിചാരിക്കും നമുക്കന്ന് കുറച്ചും കൂടെ പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഐഡിയ വരും. പല ഐഡിയാസ് വരും. ഐഡിയ വരുന്നത് കൂടെ തന്നെ നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടും. ഫോക്കസ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെന്നൈയിൽ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ നമ്മളുടെ ക്യാഷ് ഫ്ലോ അഫക്റ്റ് ചെയ്യും, ലോസിൽ പോവും, നമുക്ക് ഇത് നഷ്ടപ്പെടും. നമ്മളുടെ ഇൻട്രസ്റ്റ് ഫ്രീ ബിസിനസ് എന്നുള്ള കൺസെപ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്റ്റേ ഫോക്കസ്ഡ്. ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. നമ്മൾ ഈ ഡിസ്കവറി ചാനൽ കാണാറുണ്ട് നിങ്ങളൊക്കെ, അല്ലെങ്കിൽ അനിമൽ പ്ലാന്റ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചീറ്റ ഒരു സീബ്രാനെ ചേസ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ ചെയ്യുന്നത്? ചീറ്റ ആദ്യം ഒരു സീബ്രാനെ കണ്ടുവെക്കും, എന്നിട്ട് അതിനെ ചേസ് ചെയ്യും. അതിനെ ചേസ് ചെയ്യുമ്പം ആ സീബ്രനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കുറേ സീബ്ര ഈ ചീറ്റാൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കൊടുക്കും. അതെന്തിനാണെന്നറിയോ? അതിൻ്റെ ഫോക്കസ് കളയാൻ വേണ്ടിയിട്ടാണ്. ചീറ്റാൻ്റെ ഫോക്കസ് കളയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യത്തെ ചീറ്റ ഓൾറെഡി ടയർഡ് ആയിട്ടുണ്ട്, ഈ ചീറ്റ ആദ്യത്തെ സീബ്ര ടയർഡ് ആയിട്ടുണ്ട്. ചീറ്റാൻ്റെ ഫോക്കസ് കളയാൻ വേണ്ടിയിട്ടാണ് മറ്റേ സീബ്രകൾ വന്ന് നിന്ന് കൊടുക്കുന്നത്. ബട്ട് ചീറ്റക്കറിയാം ഇത് ട്രാപ്പാണ്, ഇത് എൻ്റെ ഫോക്കസ് കളയാനുള്ള പരിപാടി എന്നുള്ളത്. ചീറ്റ ഒരു കാരണവശാലും പുതിയ വരുന്ന സീബ്രാനെ ചേസ് ചെയ്യില്ല. ഫസ്റ്റ് കണ്ണുവെച്ച ആ ഒരു സീബ്രാനെ ചേസ് ചെയ്തിട്ട് ചീറ്റ വിൽ ചേസ് ഹിം ടു ഡെത്ത്. അതാണ് ഫോക്കസ് ബിസിനസ്സിനകത്ത്. നമ്മളൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നതാണ്. ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്, വി ആർ ഓൾവേസ് ഫോക്കസ്ഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലിശ വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു പരിധി പറ്റിയിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് പേഷ്യൻസ് ആണ്. പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും, കുറേ പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന കുറേ സ്റ്റാർട്ടപ്സ് ഉണ്ട്. എല്ലാവർക്കും ആമസോൺ ഉണ്ടാക്കാൻ പറ്റില്ല, ഉറപ്പാണ്. ആമസോൺ പോലത്തെ കുറച്ച് കമ്പനീസ് ഉണ്ടാകാൻ പറ്റുമായിരിക്കും. ആമസോൺ പോലത്തെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ കമ്പനീസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹ്യൂജ് പൈസ വേണം. അതിന് ഈ പറയുന്ന പലിശയിലൊക്കെ പോയി പെട്ടു. ബട്ട് ഐഡിയ പോലത്തെ കുറേ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിന് പലിശയിൽ പെടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറയുന്നത് പെട്ടെന്ന് പൈസക്കാരൻ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾ പലിശയിൽ പോയി പെട്ടു. ബട്ട് നന്നായി ബിസിനസ് ചെയ്യണം, അതിനകത്ത് വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ പൈസ ഉണ്ടാക്കണം, അതിന് സബർ വേണം അല്ലെങ്കിൽ പേഷ്യൻസ് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലിശ വിട്ടു നിൽക്കാൻ പറ്റും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അടുത്തൊരു പോയിന്റ് ട്രാൻസ്പെറൻസിയാണ്. ഇത് ഞാൻ ഈ ഒരു പോയിന്റ് ഇവിടെ ഇടാൻ കാരണം, എനിക്ക് ലാസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പം ഒരാൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ആ ബിസിനസ് വെച്ച് പ്രോഫിറ്റ് ഒക്കെ ഉണ്ട്, ഒരു വണ്ടി വെച്ചാൽ ബിസിനസ് ചെയ്യുന്നത്, രണ്ടാമത്തെ മൂന്നാമത്തെ വണ്ടി വാങ്ങിക്കണം, പൈസ ഉണ്ട് ബട്ട് കണക്ക് കാണിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? അപ്പോൾ അവിടെ ലോൺ എടുക്കാണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടൂലേ? അവിടെ എന്താണ് ആൻസർ? നിങ്ങളുടെ ഒരു വേർഷൻ ഒന്ന് പറയുമോ എന്താന്നുള്ളത്? ഞാൻ ചാറ്റ് ബോക്സ് ഓൺ ചെയ്യാം. എന്തായിരിക്കും അതിന് ആൻസർ? Should be transformed from day one. Okay. Pay tax. കണക്ക് കാണിക്കണം. ഫസ്റ്റ് ഷോ ദ അക്കൗണ്ട്സ്. യെസ്, അത് മതി, എനിക്ക് അത് കിട്ടിയാൽ മതി. ഫൈൻ ഇൻവെസ്റ്റർ. ഞാൻ പറയുന്നത് അറിയാം, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമം പാലിക്കൽ. ടാക്സ് പേ ചെയ്യാതെ ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആദ്യമായി ചെയ്യേണ്ടത് ടാക്സ് പേ ചെയ്യലാണ്. പ്രോപ്പർലി ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമ്മൾക്ക് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുറേ ട്രാപ്പുകൾ നമുക്ക് പെടും. ഞാൻ അവിടെ ഒരു സ്റ്റോറി പറയാം, റാറ്റ് വേഴ്സസ് എലിഫൻറ്റ്. ഇതെൻ്റെ ഞാൻ IIM പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ പറഞ്ഞ സ്റ്റോറിയാണ്. ബട്ട് ഈ ഒരു ക്വസ്റ്റിന് എനിക്ക് തോന്നുന്നത് ആ ഒരു പോയിന്റ്, ആ ഒരു സ്റ്റോറി ഇവിടെ വാലിഡാണ്. നമ്മളെല്ലാം മലയാളിയാണ്, അധികം മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് എക്സാമ്പിൾ എടുക്കാം. കോഴിക്കോട് മിഠായിത്തെരുവ് അസ്യൂം. മിഠായിത്തെരുവിലൂടെ ഒരു എലിക്ക് ക്രോസ് ചെയ്യണം. ഈ സ്ട്രീറ്റിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണം. അത് ക്രോസ് ചെയ്യുമ്പോൾ ആരും കാണില്ല. ആ എലിക്ക് ആരും കാണാതെ എങ്ങനെ ഈ സ്ട്രീറ്റിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റും എന്ന് എലിക്കറിയാം. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ സെയിം ആലോചിച്ച് നോക്ക്, ആ സെയിം സ്ട്രീറ്റിൽ കൂടെ ഒരു ആനക്ക്, ഒരു എലിഫന്റിന് ക്രോസ് ചെയ്യണമെങ്കിൽ ലോകം മുഴുവൻ അറിയും. എലിനെ പോലെ അതിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ബിസിനസ്സിൽ ആനയാവണോ എലിയാവണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. എലിനെ പോലെ തിങ്ക് ചെയ്തിട്ട് നമുക്ക് ആനയാൻ പറ്റൂല. ആനയാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആനയെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് ആനയെ പോലെ ആര് കണ്ടാലും പ്രശ്നമില്ലാത്ത രീതിയിൽ ക്രോസ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പരിപാടി നടക്കുള്ളൂ. അല്ലെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദാറ്റ് ഫിക്സ്ഡ് ഫസ്റ്റ്. നമ്മുടെ തിങ്കിങ് മാറണം. ഡോണ്ട് തിങ്ക് ലൈക്ക് റാറ്റ്. എലിനെ പോലെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കാരണവശാലും നമുക്ക് പരിപാടി നടക്കില്ല. ആൻഡ് ഫൈനലി എൻ്റെ ടിപ്സ് ലാസ്റ്റ് പോയിന്റ് ആണ്. ഫൈനലി ഇറ്റ്സ് എ വർഷിപ്പ്. ഇതൊരു ആരാധനയാണ്, അല്ല ഇബാദത്താണ്. എത്തിക്കൽ ബിസിനസ് ചെയ്യുന്നത് ഒരു വർഷിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മളൊക്കെ. അതിനകത്ത് അവർക്കുള്ള റിവാർഡ് ഒരു ഷഹീദിന്റെ അല്ല മാർട്ടിയറിന്റെ കൂലിയാണ്. ഇത് നല്ല ഒരു ഇബാദത്ത് ഉണ്ടോ? ഇത് നല്ല ഒരു വർഷിപ്പ് ഉണ്ടോ? വളരെ ഈസി അല്ലേ? ഞാൻ സമ്മറൈസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ സ്ട്രോങ് നിയത്താണ്. അതിനകത്ത് ഞാൻ കുറേ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എൻ്റെ ലാസ്റ്റ് ടിപ്പ്
ഇത് നമ്മളൊരു ആരാധനയാണ് കാണേണ്ടത്. എത്തിക്കൽ ബിസിനസ്, വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാത്ത ബിസിനസ്, പലിശയില്ലാത്ത ബിസിനസ് ചെയ്യുന്നത് ഒരു വർഷിപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വർഷിപ്പിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു രക്തസാക്ഷിയുടെ കൂലിയാണ്, ദൈവത്തിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുടെ കൂലിയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റിയുടെ കൂലിയാണ്, അല്ലെങ്കിൽ ഷഹീദിന്റെ കൂലിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് വഴി എളുപ്പമാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ കുറേ പോയിന്റ്സ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഞാൻ അതും കുറേ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ അടുത്ത ഒരു ഓൾമോസ്റ്റ് 1 hour നമുക്ക് ടൈം ഉണ്ട്, അത് നമുക്ക് കവർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് 2 പോയിന്റ് കവർ ചെയ്യാനുണ്ട്. ടിനി, ആർ യു ബാക്ക്? ഓക്കെ, ക്വിക്കായിട്ട് നമ്മുടെ ഫണ്ടിങ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുക. ടിനി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഞാൻ ഫസ്റ്റ് പോയിന്റ് ടിനിക്കിന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് റിയലി ഫണ്ടിങ് വേണോ എന്ന് ആലോചിക്കണം. ബിക്കോസ് സെൽഫ് ഫണ്ടിങ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. സെൽഫ് ഫണ്ടിങ്, ദെൻ വി ഹാവ് ഇൻവെസ്റ്റർ ഫണ്ടിങ്, ആൻഡ് ദെൻ വി ഹാവ് ഓബ്വിയസ്ലി ഇൻട്രസ്റ്റ് ഫണ്ടിങ്. അപ്പം ഐ ഡോണ്ട് നോ, മെനി ഓഫ് യു മേ നോ ദാറ്റ് ഞാൻ മലബാർ ഗോൾഡിന്റെ ഇൻവെസ്റ്റർ മോഡൽ ഞാൻ സ്ട്രീം ലൈൻ ചെയ്ത് മോഡൽ ഉണ്ടാക്കിയത്. വി ഹാഡ് എ വെരി സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ബേസ്. അത് കാരണം എനിക്ക് പല എന്റർപ്രണേഴ്സ് എൻ്റെ അടുത്ത് വരാറുണ്ട് ഇൻവെസ്റ്റർ മോഡൽ ഉണ്ടാക്കാൻ. ദേ വാണ്ട് എൻ ഇൻവെസ്റ്റർ മോഡൽ. അവരുടെ ബിസിനസ്സിന് എങ്ങനെ മലബാറിന്റെ എക്സാമ്പിൾ കണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഇൻവെസ്റ്റർ മോഡൽ കൊണ്ടുവരുന്നത് എന്നെ കാണാൻ ഒരു ഓവർ ദ ഇയേഴ്സ് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പം അവർ വളരെ സർപ്രൈസ്ഡ് ആണ്. ഞാൻ ആദ്യമേ അവരോട് പറയുന്നത് പറഞ്ഞാൽ ഇൻവെസ്റ്റർ മോഡൽ ഇസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ സ്വന്തം ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇൻവെസ്റ്റർ മോഡലിന് കുറെ പ്രയാസങ്ങളുണ്ട്. ഇൻവെസ്റ്റർ മാനേജ്മെന്റ്, ഇൻവെസ്റ്ററുടെ അവരുടെ തിങ്കിങ്, അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഇറ്റ്സ് എക്സ്ട്രാ എഫേർട്ട്. ആൻഡ് അവരും നമ്മളുടെ ബിസിനസ്സിൽ കയറിയിട്ട് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ മാറ്റാൻ പറ്റും അവർക്ക്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പാർട്ടി കൂടെ നമ്മൾ ബിസിനസ് പോകും. സോ ഫസ്റ്റ് ഇസ് ഡു യു റിയലി നീഡ് ഫണ്ടിങ്. എൻ്റെ അഭിപ്രായത്തിൽ ഐഡിയലി ദ മോസ്റ്റ് ക്രിയേറ്റീവ് ടെൻഷൻ ഫ്രീ എന്റർപ്രണർ is a person സ്വന്തം ഫണ്ട് വെച്ചിട്ട് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരാളാ ബെസ്റ്റ് ഓപ്ഷൻ എന്ന എൻ്റെ അഭിപ്രായം. സോ ദാറ്റ് ഇസ് നമ്പർ 1 is സെൽഫ് ഫണ്ടിങ്. അപ്പോൾ ROI നമുക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ 30-40% ROI നമ്മുടെ ബിസിനസ് കിട്ടുന്നുണ്ടെങ്കിൽ why should I invest my money outside? എനിക്ക് എൻ്റെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് is ഇൻവെസ്റ്റർ ഫണ്ടിങ്. അതിൽ ഇപ്പം there are many options. Normally ഒരു ചെറിയ ബിസിനസ് ആകുമ്പം ഇറ്റ് ഇസ് നമ്മളെ അറിയുന്ന ഒരു സർക്കിളിൽ നിന്നാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഓക്കെ, സോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആർ വെരി ക്ലിയർ. ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എടുക്കുമ്പം നമ്മൾ ഫുൾ റിട്ടേൺ കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്യണം ഐഡിയലി, സാധാ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ. അപ്പൊ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യാം. അതുപോലെ ലോസും അവർ ഷെയർ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേ ശരിക്കും ഒരു ഇൻവെസ്റ്റർ മോഡലാവുള്ളൂ. പല ഇൻവെസ്റ്റർ മോഡൽ ഞാൻ കണ്ടേക്കുന്ന ഇറ്റ് ഈസ് അനദർ വേ ഓഫ് ഇൻട്രസ്റ്റ്. 12% ഇയർലി നിർബന്ധമായിട്ട് തരണം. ദോസ് ആർ നോട്ട് ഇൻവെസ്റ്റർ മോഡൽസ്. ദോസ് ആർ ഓൾ ഫിക്സ്ഡ് റിട്ടേൺ ഈസ് ആൻ ഇൻട്രസ്റ്റ് മോഡൽ. അത് യാതൊരു സംശയം വേണ്ട. ബാങ്ക് അല്ലെന്ന് വിചാരിച്ചിട്ട് അത് ഇൻട്രസ്റ്റ് അല്ല എന്ന് വിചാരിക്കില്ല. ആൻഡ് ഇറ്റ് ഇസ് വി ആർ ഹാവിംഗ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് മോഡൽ ഓൾസോ. സോ ഒന്ന് സീഡ് ഫണ്ടിങ്, നമ്മുടെ ഓൺ ഫണ്ട്സ്. പിന്നെ 3F is family, friends, and I think Musthafa point of fools who may invest in our business. Then we have other options, with Rebar അങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് പറയുന്ന കുറെ കമ്പനികൾ ഫണ്ടിങ് വരുന്നുണ്ട്. ഏഞ്ചൽ വെഞ്ചർ ക്യാപിറ്റൽ, PE ഫണ്ട്സ്. ആൻഡ് ഇപ്പൊ മൗണ്ട് ജൂഡി വെഞ്ചേഴ്സ് ഞാനും മുസ്തഫയും കൂടി സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു വെഞ്ചർ, ഞങ്ങൾ 5 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. ബട്ട് ഐ ടെൽ യു വൺ തിങ്, ഐഡിയലി സ്പീക്കിംഗ് ഇതൊന്നും പോവാതിരിക്കുന്ന ബെസ്റ്റ് ഓപ്ഷൻ നമ്മളുടെ ഓൺ ഫണ്ട് കൊണ്ട് നമ്മളുടെ ബിസിനസ് എങ്ങനെ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യാവുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് പീപ്പിൾ you will have different options. You may want to go in for these kind of options. അപ്പോൾ you can look at those options. But if you ask me, any person who comes to me first, ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തം ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു.
അത് പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓൾറെഡി അവർ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അത് എങ്ങനെ ബെറ്റർ ആക്കും എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈ ഇനിഷ്യൽ വ്യൂ ഓൺ ഫണ്ട്. മുസ്തഫ. ഓക്കെ, ഇനി അവിടെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത്, അതായത് ഡു യു റിയലി നീഡ് ഫണ്ടിങ് എന്നുള്ള പോയിന്റ് അല്ലേ. ഞാൻ കുറേ സ്റ്റാർട്ടപ്സ് മീറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ MJBന്റെ പാർട്ടായിട്ടും അല്ല മോൺജുഡിന്റെ പാർട്ടായിട്ടും മീറ്റ് ചെയ്തപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ പല ബിസിനസ്സിനും ഫണ്ട് ആവശ്യമില്ല. ഈ ഫണ്ട് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി അവർക്ക് അവരുടെ ബിസിനസ് കൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ ലോങ് ടേം നോക്കുമ്പോൾ is better that they do it with their own fund. But എവിടുന്നോ പഠിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് ഫണ്ടിങ് കിട്ടണം, അതാണ് സക്സസ് റേറ്റ്. അതായത് ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയോ കമ്പനി സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പല ആളുകളുള്ളത്. റൈറ്റ്. പിന്നെ വേറെ MBA ഒക്കെ പഠിച്ച ഒരു കാര്യം ഇതാണ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ലെവറേജ് ചെയ്യണം, ഡെറ്റ് ലെവറേജ് ചെയ്യണം. റൈറ്റ്. ഇങ്ങനെയുള്ള കുറെ അൺനെസറിലി കൺസെപ്റ്റ് വെച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളെ പോലത്തെ ഒരു ബിസിനസ്സിൽ വെറും 50,000 രൂപ മുടക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു 1,500 കോടിയുടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പലിശ തൊടാതെ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓൾ ഓഫ് us can do wonders. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് ടൈം എടുക്കണം, അതിന് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വേണം. ആക്ച്വലി ഫണ്ടല്ല ആവശ്യം, ഫണ്ട് ആവശ്യമില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഫണ്ട് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. ബട്ട് ചില ബിസിനസ്സുകൾക്ക്, ഇപ്പം ആമസോൺ പോലത്തെ ബിസിനസ്സുകൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ആവശ്യമുണ്ടാവും. റൈറ്റ്. അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഇപ്പം ടിനി പറഞ്ഞ ഓപ്ഷൻസ്. റൈറ്റ്. ഓക്കെ, നമുക്ക് എന്നാൽ ടിനി നമ്മൾ Q&A പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ടിനി കുറച്ച് കമ്പനിയുടെ എക്സാംസ് എന്ന് പറയുമോ? എന്തൊക്കെയാണ് ടിനിയുടെ എക്സ്പീരിയൻസിൽ? ഇപ്പൊ നമ്മള് നോർമലി എല്ലാവരുടെ ഒരു തിങ്കിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കമ്പനികൾക്ക് ഈ ലോൺ ഇല്ലാതെ നടക്കും, വലുതായി കഴിഞ്ഞാൽ എന്തായാലും ലോൺ വരും എന്നുള്ളൊരു കോൺസെപ്റ്റ് മിക്കവർക്കുള്ളത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു നീഡ് ലോൺസ്. എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ആസ് യു ഗ്രോ നമുക്ക് അഡ്വൈസേഴ്സും നമ്മളുടെ ലെവൽ ഓഫ് അഡ്വൈസേഴ്സും ലെവൽ ഓഫ് പീപ്പിൾ വി ഇന്ററാക്ട് വിത്ത് ഒരു കുറച്ചുകൂടെ ഹൈ ലെവലിലോട്ട്. അപ്പൊ അവരെല്ലാവരും പൊതുവെ ഇൻട്രസ്റ്റ് ഓപ്ഷണൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ വി ചേഞ്ച്. അപ്പൊ നമ്മുടെ ഐ ഹവ് സീൻ കമ്പനീസ് ഗ്രോ. അത് ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പം ദ ഓണേഴ്സ് ഓർ ദി CEO ആൻഡ് ഓൾ തിങ്കിങ് മാറാൻ തുടങ്ങും. അച്ഛാ ദേ സ്റ്റാർട്ട് ഗെറ്റിംഗ് അഡ്വൈസ്, നമുക്ക് ലിവറേജ് ചെയ്യാം, നമുക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കണ്ടമാനം ബിസിനസ് ദ മോമെന്റ് ദേ ഗോ ബിഗ് ദേ എൻഡ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് ലോൺസ്. ആൻഡ് ഈ ലിസ്റ്റഡ് കമ്പനി ആയാലും പിന്നെ ദേ ഹാവ് എ ലോട്ട് ഓഫ് നമുക്ക് ഈ മാർക്കറ്റിൽ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, നമുക്ക് ലോൺ ഷെയർ പ്ലഡ്ജ് ചെയ്യാം, പ്ലഡ്ജ് ചെയ്യും പിന്നെയും ലോൺ എടുക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ആൻഡ് വി സീ ദ ഗ്രോത്ത് 50% ഗ്രോത്ത് 40% ഗ്രോത്ത് ബൂട്ട് ടൈംസ്. അപ്പൊ ഇത് എല്ലാവരുടെയും മനസ്സിൽ ഇതൊക്കെ നമ്മൾ പരിചയമില്ലാതെ ചെറുതായിട്ട് ഇങ്ങനെ ഓടിയാൽ കുഴപ്പമൊന്നുമില്ല, വലിയ കമ്പനി ആയാൽ നമുക്ക് നടക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഒത്തിരി പേരുടെ മനസ്സിൽ. അപ്പൊ അത് ഐ ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ്. ഞാൻ ഷെയർ മാർക്കറ്റിൽ 10, 20, 30 കൊല്ലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് നോക്കുന്ന ഏത് കമ്പനി, സീറോ ഡെറ്റ് കമ്പനിയാണ് ഞാൻ ഫസ്റ്റ് നോക്കുക. ആ സീറോ ഡെറ്റും നല്ല റിട്ടേണും സ്ട്രോങ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ മാത്രം. അത് കയ്യിലെണ്ണുന്ന കമ്പനികളേ ഉള്ളൂ. പക്ഷെ ദേ ആർ, ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് സീറോ ഡെറ്റിൽ ഓടുന്ന കമ്പനിയാണ് ഫോർ മെനി ഇയേഴ്സ്. ഒരു ഐ തിങ്ക് 20 years മുമ്പേ ദേ ഹാഡ് ഡെറ്റ്. അത് കഴിഞ്ഞ് ഇവര് സബ്സിഡറി ആയി, ഫുൾ സബ്സിഡറി ആയി. പണ്ട് എല്ലാവർക്കും അറിയാം യൂണിലിവറിന്റെ സബ്സിഡറി ആയിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ അത് അവർ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഒരു പീരീഡിൽ അവർക്ക് ഫുൾ കൺട്രോൾ ഇല്ലാത്ത സമയത്ത് ഡെറ്റ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. പിന്നെ റീസെന്റ് ആ റൂൾസ് ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് മാറിയപ്പോൾ വീണ്ടും യൂണിലിവർ ഇസ് നൗ ഓണിങ് more than 51% ഓഫ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അതുകൊണ്ട് അവരുടെ സിസ്റ്റത്തിലാണ് പോകുന്നത്. എന്തായാലും ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ സീറോ ഡെറ്റ് കമ്പനിയാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. ആൻഡ് ദി ROI ഈസ് അൺബിലീവബിൾ. 40-50% മുകളിലാണ് ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുവാണെങ്കിൽ. ഓക്കെ, ദാറ്റ്സ് വൺ ബിഗ് കമ്പനി. സോ നമ്മളിപ്പോ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറെ കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചത് പോപ്പുലർ കാര്യം ശരിയാണോ എന്നില്ല. കുറെ പേര് മദ്യപിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കുറെ പേര് സിഗരറ്റ് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് ശരിയാണോ എന്ന് പറയുന്നില്ല. അതുപോലെ കുറെ പേര് പലിശ എടുക്കുന്നതുകൊണ്ട് അത് ശരിയാണെന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, വി നീഡ് ടു ലുക്ക് അറ്റ് ദി എക്സെപ്ഷൻസ്. അൺഫോർച്ചുനേറ്റ്ലി ടുഡേ പലിശ ഈസ് എ ഡിസീസ്. അത് 90%, 99% ആൾക്കാരെ എഫക്ട് ചെയ്തിട്ടുണ്ട്.
But Hindustan Lever is a very good example of a zero debt company, at least for the last 10-15 years. അതുപോലെ നെസ്ലെ പല കമ്പനികളുണ്ട് virtually zero debt. പിന്നെ അവർ അത്രയും സ്ട്രിക്റ്റ് അല്ല. ചിലപ്പോൾ ഒരു ചെറിയ ലോൺ ടെമ്പററി എടുക്കാറ് ഹിന്ദുസ്ഥാൻ അല്ല, വേറെ പല കമ്പനികൾ ഞാൻ കാണാറുണ്ട്. They sometimes take temporary loans when close ചെയ്യും. പക്ഷെ they are most of the time they are operating with zero loan. Infosys is a very good example. ഞാൻ കണ്ടേക്കുന്ന അവര് ഇൻഫാക്ട് അവരെ ഒത്തിരി പേർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ബാലൻസ് ഷീറ്റിൽ they are holding a huge cash surplus ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് അതവർ പറയുന്ന പറഞ്ഞാൽ ഇതൊരു സർവീസ് ബിസിനസ്സാ, ഇത് നമുക്ക് ശമ്പളം ഇസ് എ വെരി നമ്മളെ മേജർ എക്സ്പെൻസ്, സാലറീസും എക്സ്പെൻസ്, വി ഹാവ് എ ഹ്യൂജ് എക്സ്പെൻസ്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് സമയം മോശമാകാം, അപ്പൊ വി ഷുഡ് ബി ഏബിൾ ടു സർവൈവ്. അതുകൊണ്ട് അവരുടെ ആക്ച്വൽ റിട്ടേൺസ് they can increase the returns by paying അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ. പക്ഷെ അവർ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡെറ്റും തീരെ എടുത്തിട്ടില്ല ഇന്ന് വരെ. സോ ദാറ്റ് ഇസ് ഇനി അവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ നാരായണമൂർത്തിൻ്റെ ഒരു സ്പീച്ച് കേട്ടിരുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോൾ റെക്കോർഡിംഗ് ഇല്ല. അതിനകത്ത് നാരായണമൂർത്തി പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ യു കനോട്ട് പ്രോസ്പെർ വിത്ത് ഇൻട്രസ്റ്റ്. പലിശക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രോസ്പെറിറ്റി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് നാരായണമൂർത്തി പറഞ്ഞത്. അത് പലിശക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രോസ്പെറിറ്റി ഉണ്ടാവില്ല എന്ന് നേരിട്ട് പറയുന്നത്. അവിടെ ഞാൻ കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ യു ഹവ് സീൻ ഇൻഫോസിസ് നെക്സ്റ്റ് ജനറേഷൻ നെക്സ്റ്റ് മാനേജ്മെന്റിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പൊ തിരിച്ച് ദ ഓൾഡർ മാനേജ്മെന്റ് ഹാസ് ടേക്കൻ ഓവർ. അപ്പോൾ ഐ തിങ്ക് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇൻഫോസിസ് പലിശ ഇല്ലാതെ ബിസിനസ് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ട് പബ്ലിക് മെസ്സേജ് പോയിട്ടില്ല. സോ പീപ്പിൾ അപ്പൊ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ഇനി അടുത്തൊരു ജനറേഷൻ മാനേജ്മെന്റ് വരാൻ, എന്നിട്ട് അവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതൊരു ഇൻഫോസിസിന്റെ ഒരു കോർ വാല്യൂ ആയിട്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ഞാനതാണ് എന്റെ ഇതിൽ പറഞ്ഞത്, ടെൽ ദ വേൾഡ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പുതിയ ജനറേഷൻ വന്നു കഴിഞ്ഞാലും they will not do it. In fact, if I remember correctly, even TCS zero debt. Oh, is it? Okay, I didn't know. Good. Orpilla, which I remember reading about it. So ivarokka ee companies are mostly all zero debt. In a Bajaj, different industry, because the consumer fast moving consumer goods are payment okke prompt, levers sells on cash. We all know that distributors in a cash ആയിട്ട് വിൽക്കുന്ന. അപ്പോൾ നമ്മൾ Infosys is a different because avada credit normal payment alla, you bill and you get. അപ്പം നെക്സ്റ്റ് ബജാജ് ഓട്ടോ ഇസ് എ ടിപ്പിക്കൽ ഒരു ഓൾഡ് സ്റ്റൈൽ ബിസിനസ്, മോട്ടോർ സൈക്കിൾസ് ഇപ്പം മെയിൻ ആയിട്ട്. അവരും കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് രാജീവ് ബജാജ് വന്ന്, ആൻഡ് ഈവൻ ഐ തിങ്ക് രാഹുൽ ബജാജിന്റെ ലാസ്റ്റ് പീരിയഡിൽ വെൻ ഹി വാസ് ആക്റ്റീവ് കംപ്ലീറ്റ് സീറോ ലോൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇഫ് യു ലുക്ക് അറ്റ് ടുഡേ ഇറ്റ്സ് എ കമ്പനി വിച്ച് ഇസ് ഓപ്പറേറ്റിംഗ് ഓൺ സീറോ ലോൺ. ബട്ട് ഹിസ്റ്റോറിക്കലി ഇവരൊന്നും കംപ്ലീറ്റ്ലി സീറോ ലോൺ ഹിസ്റ്ററി മുഴുവൻ ഫോളോ ചെയ്തിട്ടില്ല. അതാ ഒരു ഡേഞ്ചർ. ഈ ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് വരുമ്പോൾ ഇതിപ്പോ സ്ട്രിക്റ്റ് ആക്കി, ബെറ്റർ ആക്കി, പക്ഷെ ഇറ്റ് ക്യാൻ ഓൾവേസ് ഇനി അടുത്ത ആള് വരുമ്പോൾ അത് തിരിച്ചു വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. പക്ഷെ ആസ് ഓൺ ഡേറ്റ് ബജാജ് ഓട്ടോ ഇസ് ഡെറ്റ് ഫ്രീ കമ്പനി. ഇൻട്രസ്റ്റിംഗ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഫോളോ അറിയില്ല, രാഹുൽ ബജാജിന്റെ നല്ല കുറെ വീഡിയോസ് ഉണ്ട് ഓൺലൈൻ. ഭയങ്കര രസമാണ് ബജാജിന്റെ രാഹുലിന്റെ വേ ഓഫ് തിങ്കിങ്. പ്ലീസ് വാച്ച്. Then next ഈ പേജ് ഇൻഡസ്ട്രീസ് ഒരു നല്ല കേസ് സ്റ്റഡിയാ. അപ്പം അവര് ഒരു എൻ്റെ ഓർമ്മയില് മലേഷ്യ, ഇന്തോനേഷ്യ ജോക്കിയുടെ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് ഏതൊരു ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയുടെ ജോക്കിയുടെ ഫ്രാഞ്ചൈസി. ഒരു ഇന്ത്യൻ സെറ്റിൽഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ. ഏത് വൺ ഓഫ് ദ കൺട്രീസ്, ഐ ഫൊഗോട്ട് വിച്ച് കൺട്രി. എനിക്ക് തോന്നുന്നു മലേഷ്യ ആണോ ഫിലിപ്പീൻസ് ആണോ അല്ലെങ്കിൽ എന്തോ, ഈ മലേഷ്യ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവർക്ക് ഇന്ത്യ ഫ്രാഞ്ചൈസി കൊടുത്തു. അവർ പേജ് ഇൻഡസ്ട്രീസ് ആയിട്ട് ഇന്ത്യ തുടങ്ങി. ദേ ആർ കംപ്ലീറ്റ്ലി കൺട്രോളിങ് ദ ജോക്കി ബ്രാൻഡ് ഇൻ ഇന്ത്യ. അവര് ഇന്ന് വരെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദേ ആർ എ ഡെറ്റ് ഫ്രീ കമ്പനി. ആൻഡ് നമുക്കറിയാം ജോക്കി ഇന്ത്യ ലാസ്റ്റ് 5-10 years has grown exponentially and doing very well. നല്ല റിട്ടേണും ഉണ്ട്, നല്ലത്. അപ്പൊ ദാറ്റ്സ് നമുക്ക് ഇത് പഠിക്കാവുന്ന. നിങ്ങൾക്ക് ഇത് ലിസ്റ്റഡ് കമ്പനീസാ, ഞാൻ ഈ പറഞ്ഞ 4 കമ്പനിയും ലിസ്റ്റഡ് കമ്പനീസാ. സോ ഡെഫിനറ്റ്ലി യു കെൻ ഈവൻ ഗോ ആൻഡ് സ്റ്റഡി ദർ ബാലൻസ് ഷീറ്റ്. പഴയതൊക്കെ നോക്കിയിട്ട് ഇത് തന്നെയാണോ ശരിക്കും ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്. ആൻഡ് ഐ വുഡ് ഓൾസോ അഡ്വൈസ് യു ടു ലുക്ക് അറ്റ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അവരുടെ റിട്ടേൺ നോക്കണം. ഓക്കെ, അപ്പൊ പലിശയില്ലാത്ത ആൾക്കാർക്ക് റിട്ടേൺ പൊതുവെ കൂടുതലാണ്. ബിക്കോസ് എന്നാലേ ഉള്ളൂ അവർക്ക് പലിശയില്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. So that is a very interesting point. I think ID you will talk about. നമ്മൾ പറഞ്ഞു ഓൾറെഡി, സ്കിപ്പ് ചെയ്യാം, ഓൾറെഡി കവർ ചെയ്തു. ഹോസ്പിറ്റൽ എൻ്റെ ഒരു ക്ലയന്റ് കോഴിക്കോട്, വി ആർ ദ 3rd largest hospital. കാലിക്കറ്റ് ഒരു ട്രസ്റ്റ്, JDT ട്രസ്റ്റിന്റെ കീഴായതുകൊണ്ട്
ഞങ്ങൾ കംപ്ലീറ്റ് ലോൺ ഫ്രീ ആയിട്ട് മാക്സിമം പോകുന്നത്. പിന്നെ ലോയൽ വേൾഡ് ഐ തിങ്ക് നിങ്ങളുടെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഗുഡ്, താങ്ക്സ് ടോണി. നമുക്ക് എന്നാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 40 minutes ഉണ്ട്. നമുക്ക് Q&A പോവാം. പാർട്ട് 1 ആയിട്ട് ബന്ധപ്പെട്ടതും പാർട്ട് 2 ആയിട്ട് ബന്ധപ്പെട്ടതും ഉള്ള Q&A ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചാൽ വിൽ ട്രൈ ടു ആൻസർ. 1-2 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ളത്, ഞങ്ങൾ പണ്ഡിതന്മാരല്ല, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. വി വിൽ സ്കിപ്പ് ഇറ്റ്. മാത്രമല്ല, കഴിയുന്നതും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നല്ലത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ട്രൈ ചെയ്യും, പക്ഷെ വി മേ നോട്ട് ബി എക്സ്പേർട്സ്. അപ്പം ടിനി അന്ന് കവർ ചെയ്ത പോയിന്റ്സ്, എസ്പെഷ്യലി കേസ് സ്റ്റഡിയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അതിനകത്ത് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. മലയാളത്തിലാണ് ഇംഗ്ലീഷിലാണ് മതി, പ്രശ്നം. ഞാൻ ടീനോട് ചോദിച്ചോളാം. ഇനി എന്നോട് ചോദിക്കാനുള്ളതാണെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. കഴിയുന്നത് നമ്മൾ ട്രൈ ചെയ്യും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് പറയും, നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ടീം സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഇനി ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മിസ്റ്റർ ഹരൂൺ ആണ് ചോദിച്ചത്. എല്ലാ കമ്പനിയുടെയും ഒരു ഫൈനൽ ഒരു ഗോള്, അല്ല സ്റ്റാർട്ടപ്സിന്റെ ഗോള് ഇവാലുവേഷനും ഫൈനൽ സെൽ ഓഫ് അല്ലേ? ഡിഫറെന്റ്. എല്ലാ കമ്പനിയുടെ ഗോൾ അതല്ല, സ്റ്റാർട്ടപ്സിന്റെ പൊതുവെ ഗോൾ അതാ. സോ എന്റെ അടുത്ത് മെനി സ്റ്റാർട്ടപ്സ് ഞാൻ സ്റ്റാർട്ടപ്സിന് പൊതുവെ കൺസൾട്ട് ചെയ്യാറില്ല. വൈ? ബിക്കോസ് ദ ഗോൾ ഇസ് ഡിഫറെന്റ്. അത് ഈ ഇവാലുവേഷൻ സെൽ ഓഫ് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാത്ത് ഇസ് ടോട്ടലി ഡിഫറെന്റ്. നമുക്ക് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നല്ലവണ്ണം ഉണ്ടാക്കണം, സ്റ്റഡി ഗ്രോത്ത്. ഇത് നമ്മളെ ജനറേഷനും എനിക്കൊന്ന് ഇനിയും ഇപ്പോഴത്തെ ജനറേഷനും കുറെ പേരും ഈ പാസ്റ്റ് ബിസിനസ് ഒരു ലൈഫ് ടൈം ആക്ടിവിറ്റിയാണ്. നമ്മൾ ബിസിനസ് കയറിയിട്ട് 5 കൊല്ലത്തിനകത്ത് വിറ്റ് പോകണം, നല്ല എന്നിട്ട് നമ്മളുടെ മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഒക്കെ നോർമൽ ഒരു ബിസിനസ് തിങ്കിങ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കറപ്ഷൻ ആണ് ഇത് വന്നേക്കുന്നത്. ഏത് ഈ ഒരു ലാസ്റ്റ് 20-25 years. ദാറ്റ് ഈസ് ഇത് നമുക്ക് ബില്യൺസ് ഉണ്ടാക്കാം, സക്കർബർഗ് ആക്കാം, അയാളെ പോലെ ആകാം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ, അത് പോകേണ്ട ആൾക്കാർക്ക് അത് പോയിക്കോട്ടെ. പക്ഷേ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബിസിനസ്സസ് ഇൻ ദ വേൾഡ് ടുഡേ 99.99% ഈ ഫണ്ടിങ്ങും ഈ സെറ്റപ്പ് സെൽ ഓഫും ഇവാലുവേഷൻ അല്ലാത്ത ബിസിനസ്സുകളാണ്. Correct. We are in that business. I am not in the startup. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവാലുവേഷന് വേണ്ടി അഡ്വൈസിന് വന്നാൽ ഞാൻ പറയും I am not an expert. എനിക്ക് ആ മെത്തേഡ് ഒന്നും അറിയില്ല. So right, what you said is correct. കുറേ സ്റ്റാർട്ടപ്സിന് അതാ മെത്തേഡ് ഒബ്ജക്റ്റീവ്. ബട്ട് 99.9% ബിസിനസ്സുകളുടെ ഒബ്ജക്റ്റീവ് അതല്ല. സ്റ്റാർട്ടപ്സ് ആയിട്ട് ഞാൻ കുറച്ച് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പല സ്റ്റാർട്ടപ്സിന്റെയും മെന്റാലിറ്റികൾ അങ്ങനെയാണ്. അതായത് കുറച്ച് ബിസിനസ് ചെയ്യണം, എന്നിട്ട് ഒരു വാല്യൂഷൻ കൊണ്ടുവരണം, ഇൻവെസ്റ്റേഴ്സിനെ നന്നായി കാണിക്കണം, എന്നിട്ട് ബിസിനസ് സെൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പ്രൈമറി സെക്കൻഡറി ഒന്നും ഉണ്ടാവണം എന്നൊക്കെയുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് കൂട്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ട്രാപ്പിൽ പെടുന്നത്. ഒരു കാരണവശാലും ഒരു ബിസിനസിന്റെയും ഗോള് ഇൻവെസ്റ്റർ ആവരുത്. നമ്മളുടെ ബിസിനസ് നമ്മൾ ചെയ്യേണ്ട കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ടല്ല. ഡിസൈൻ യു ബിസിനസ് ഫോർ ദ കസ്റ്റമർ, നോട്ട് ഫോർ ഇൻവെസ്റ്റർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി യു വിൽ ഗെറ്റ് ഇൻവെസ്റ്റർ. അല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോയാൽ യുവർ chance of failure is very, very high. Your probability of failure is very high. And second, you will fall in this trap. So, our mindset is more important. Never design a business for investor. Design a business for the consumer. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ടിനി പറഞ്ഞ ആഡ് ചെയ്യാനുള്ളത്. അതിലൊരു പോയിന്റ് പറയാനുണ്ട്. ബിക്കോസ് വെൻ ഐ ടോക്ക് ടു മെനി ബിസിനസ് പീപ്പിൾ, ഇവര് എന്തുകൊണ്ട് സെൽ ഓഫ് ചെയ്യണം, എനിക്ക് റിലാക്സ് ചെയ്യണം, റിട്ടയർ ചെയ്യണം എന്നുള്ളൊരു ബേസിക് പോയിന്റാണ് വരുന്നത്. പൈസ കുറെ കിട്ടിയാൽ പിന്നെ എനിക്ക് റിലാക്സ് ചെയ്യാം. അപ്പൊ അവരുടെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് എൻജോയ് ഡൂയിങ് ദെയർ ബിസിനസ്. അവരുടെ ബിസിനസ്സിൽ സ്ട്രെസ്, സ്ട്രെയിന്, ഭയങ്കര പ്രയാസമാണ് ബിസിനസ് നടത്തുന്ന അവർക്കൊരു വലിയ തലവേദനയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് റിലാക്സേഷൻ വേണ്ടിയത്. ഓക്കെ, സോ എൻ്റെ ഒരു പേഴ്സണൽ ഐ ഡു കൺസൾട്ടിങ്. ഐ എൻജോയ് മൈ കൺസൾട്ടിങ്. അതുകൊണ്ട് എനിക്ക് കൺസൾട്ടിങ്ങിന് ഒരു ഹോളിഡേ എടുക്കലല്ല എൻ്റെ. ഐ എം എൻജോയിങ് മൈസെൽഫ്. എനിക്ക് ഹോളിഡേ എടുക്കും, പക്ഷെ ഐ ഡോണ്ട് നീഡ് എ ഹോളിഡേ. പലരും ഞാൻ കാണുന്ന ബിസിനസ്സുകാർ നിർബന്ധമായിട്ട് ദേ ടേക്ക് ഹോളിഡേ ടു ഗെറ്റ് അവേ ഫ്രം ബിസിനസ്.
ഓക്കെ. സോ ദാറ്റ് മീൻസ് ഞാൻ ഇവരോട് പറയുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ രീതി ഇന്നത്തെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങൾ തോന്നുന്നു ബിസിനസ് ചെയ്യാൻ. സോ therefore you want to exit. Okay, if your business is very ഗുഡ്, നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യില്ല. നിങ്ങൾക്ക് എന്റെ ഒരു പ്രാർത്ഥന, ഞാൻ 90-95 വയസ്സിലും കൺസൾട്ടിങ് ചെയ്യാൻ പറ്റുമെന്ന്, എന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ഓക്കെ, അതുപോലെ ഒരു ബിസിനസ്സുകാരനെ അഴിക്കണം എന്ന് എന്റെ. സോ ദ ബിസിനസ് മോഡൽ ദാറ്റ് യു ആർ ഡൂയിങ് ഈസ് റോങ് ബിക്കോസ് അത് സ്ട്രെസ്ഫുൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ എക്സിറ്റും ഇവാലുവേഷനും ആരെങ്കിലും ഒന്ന് കിട്ടി ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നൊക്കെ തോട്ട് പ്രോസസ് വരുന്നത്. സോ ജസ്റ്റ് ടു പുട്ട് ദാറ്റ് ഇൻ കണ്ടെക്സ്റ്റ്. ഇനി അതിനകത്ത് ഒരു കാര്യമാണത്, നമ്മൾ ചെയ്യുന്നതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ചു കാലം IT വർക്ക് ചെയ്തിട്ടാണ് ഐഡിയിലോട്ട് മൂവ് ചെയ്തത്. എനിക്കറിയാം IT സമയത്ത് എനിക്ക് ഇത്രത്തോളം എൻജോയ്മെന്റ് ഇല്ലായിരുന്നു. ബട്ട് ടുഡേ ഐ എൻജോയ് എവറി ഡേ ഓഫ് മൈ ലൈഫ്. എല്ലാ ദിവസവും ഓഫീസ് പോകുന്ന എനിക്ക് എൻജോയ്മെന്റ് ആണ്, റൈറ്റ്? ഒരു പാഷനാണത്. അത് വന്നു കഴിഞ്ഞാൽ ദെൻ യു ഡോണ്ട് ഹാവ് പ്രഷർ, റൈറ്റ്? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഈ ലോക്ക്ഡൌൺ ടൈമിൽ എങ്ങനെയാണ് സീറോ ഇൻവെന്ററി പ്രാക്ടീസ് ചെയ്യുന്നതാണ്? വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് എ ട്രൈ? ഹൗ ടു ഡു ഇറ്റ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? See, for example, രണ്ട് എക്സാമ്പിൾസ് പറയാൻ വേണമെങ്കിൽ, ഐ ഹാവ് എ റെസ്റ്റോറന്റ് ക്ലയന്റ്. ബിക്കോസ് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ എസെൻഷ്യൽ ബിസിനസ്സുകൾ മാത്രമായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഡിസ്ക്രിഷണറി ബിസിനസ്സസ് വെ ക്ലോസ്ഡ് ടിൽ വെരി റീസെന്റ്. അപ്പൊ അതില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെസ്റ്റോറന്റ് ബിസിനസ് നമ്മൾ ചെയ്തപ്പം there was no issue. നമുക്ക് ഇൻവെന്ററി പഴയ മോഡൽ തന്നെയാണ്. വി മേക്ക് ടുഡേ, വി സെൽ ടുഡേ. Okay, and അതില് we were able to continue. In what we did for the FMCG business, in fact ഞാൻ ഈ പറഞ്ഞ കേസ് സ്റ്റഡിയിലുള്ള FMCG ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ SKU കുറച്ചു, വെറൈറ്റി കുറച്ചു. ഓക്കെ, ബിക്കോസ് വി ഹാഡ് മാൻ പവർ ഷോർട്ടേജ്, വി ഹാഡ് റോ മെറ്റീരിയൽ ഷോർട്ടേജ്. നമുക്ക് വാല്യൂ ഫോർ മണിയും ഫാസ്റ്റ് മൂവിംഗ് പ്രോഡക്ട്സ് മാത്രം ഉണ്ടാക്കി we were able to achieve our previous sales. അപ്പോൾ സീറോ ഇൻവെന്ററി മോഡൽ അല്ല നമ്മൾ, വി യൂസ് ടു ഹാവ് എ ലോ ഇൻവെന്ററി മോഡൽ ഓൾറെഡി. ആ ലോ ഇൻവെന്ററി മോഡൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ കുറച്ച് ബഫർ എടുക്കേണ്ടി വന്നു ബിക്കോസ് ഈ റോ മെറ്റീരിയൽ ഷോർട്ടേജ് വിചാരിച്ചിട്ട് നമ്മളെ സപ്ലയേഴ്സ്, ഇൻഫാക്ട് വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് ഓൺ വെരി ലോ ഇൻവെന്ററി ബിക്കോസ് ആർക്കും എക്സ്ട്രാ ആയിട്ട് ഇൻവെന്ററി ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഈ ലോക്ക്ഡൌൺ. സോ വി വർ ഫോളോയിങ് ദ സെയിം മോഡൽ എന്ന എന്റെ വ്യൂ. വി ഡിഡ്ന്റ് ചേഞ്ച് അവർ മോഡൽ ഡ്യൂറിംഗ് ലോക്ക്ഡൌൺ. ഇനി എനിക്ക് പറയാനുള്ളത്, സീറോ ഇൻവെന്ററി മോഡൽ ആണെങ്കിൽ ലോക്ക്ഡൌൺ വന്നാലും പ്രശ്നമില്ല. യു നത്തിങ് ടു ലൂസ്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് അതാണ്. ഞങ്ങൾക്ക് ഒന്നും ഇൻവെന്ററി റൈറ്റ് ഓഫ് ഒന്നുമില്ല. പല കമ്പനീസിനും സീറോ ഇൻവെന്ററി അല്ലെങ്കിൽ അവർക്ക് ഇൻവെന്ററി റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഇൻവെന്ററി സീറോ ഇൻവെന്ററി മോഡൽ ലോക്ക്ഡൌൺ പോലത്തെ ടൈമിന് ബെറ്റർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഒരു ക്വസ്റ്റ്യൻ, അത് കുറച്ചൊരു എന്താ പറയുക, നമുക്ക് എടുക്കാവുന്ന ക്വസ്റ്റ്യൻ അറിയില്ല. പക്ഷേ ചോദിക്കാൻ, ഒരു കമ്പനി ഫിക്സ്ഡ് മന്ത്ലി പ്രോഫിറ്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന് ബൈ ആന്റിസിപ്പേറ്റിംഗ് ബിസിനസ് ഗ്രോത്ത്. അത് ഇൻട്രസ്റ്റ് ആണോ? യെസ്, എൻ്റെ അഭിപ്രായമാണ്. ബട്ട് അഗൈൻ വി ആർ നോട്ട് ദ സ്കോളേഴ്സ്. ഞാൻ പഠിച്ച പ്രകാരം ഏത് ബിസിനസ്സിനാണെങ്കിൽ റിസ്ക് ഉണ്ടാവണം, റൈറ്റ്? ഇത് റിസ്ക് ഫ്രീ ആയിട്ട് ഒരാൾ നമുക്ക് ഫിക്സ്ഡ് ഇൻകം തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ്. ഇൻഫാക്ട് അത് കൊള്ളപ്പലിശയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എനിക്ക്. കാരണം പലരും കൊടുക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പല ബിസിനസ്സും അങ്ങനെ ചെയ്തിട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ഉള്ള, അല്ല എക്സാമ്പിൾ പറയണോ, ഹീര ഗോൾഡ് പോലത്തെ കമ്പനീസ് ഒക്കെ ഇതേ കൺസെപ്റ്റ് ആയിരുന്നു അല്ലേ? IMA, ഹീര ഗോൾഡ്, അങ്ങനെ കുറെ കമ്പനീസ് അല്ലേ ഇതേപോലെ ചെയ്തത്. അപ്പൊ ഇത് ഒരു ഭയങ്കര അരഗന്റ് ഒരു സ്റ്റാൻഡ് എന്റർപ്രണർ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഹി ഈസ് വെർച്വലി ഷുവർ ദാറ്റ് ഫ്യൂച്ചറിൽ പുള്ളിക്ക് 100% ഷുവർ ആ പുള്ളിക്ക് ഈ ബിസിനസ് ഉണ്ടാക്കി പ്രോഫിറ്റ് കൊടുക്കുന്നു. ഇതുപോലെ ലോക്ക്ഡൌൺ ഉണ്ടായ പുള്ളി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്ലോ ഡൗൺ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായാലും എന്ത് ചെയ്യും? ദേ ആർ സോ മെനി അൺപ്രഡിക്റ്റബിൾ ഇവന്റ്സ്. അപ്പൊ നമ്മൾ ഒരു ഇൻവെസ്റ്ററോട് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്റെ ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ ഒരു നോർമൽ സർക്കംസ്റ്റാൻസസിൽ പ്രൊജക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി ഇത്രയും വരാം, അത് കിട്ടുവാണെങ്കിൽ ഞാൻ റിട്ടേൺ തരും എന്നുള്ള ലെവലിലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ നൗ ദ പ്രോബ്ലം ഈസ്, ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി സംതിങ് ലൈക്ക് 15% or 18% റേഞ്ചിലാണ് മിക്ക കമ്പനികളും ഓടുന്ന റിട്ടേൺ.
സോ ദെയർഫോർ അത് നമ്മളൊരു ഇൻവെസ്റ്ററോട് ഒരു 15% കിട്ടും നിങ്ങൾക്ക് പ്രൊജക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അയാള് റിസ്ക് അപ്പൊ പുള്ളി പറയും എന്നാൽ 12% അഷ്യൂർഡ് ആക്കാം. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്. വെറസ് നമ്മൾ പറയാം നമ്മുടെ ബിസിനസ് മോഡൽ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മുമ്പേ ആ കേസ് സ്റ്റഡിയിൽ 40.8% അല്ലെങ്കിൽ 41% റിട്ടേൺ ഉണ്ടാക്കാം, പോസിബിലിറ്റി ഉണ്ട് ഇഫ് എവറിഥിങ് ഗോസ് കറക്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40% തരാം. പക്ഷെ ഇല്ലെങ്കിൽ 20% തരുള്ളൂ, ഇല്ലെങ്കിൽ 0 തരും, ഇല്ലെങ്കിൽ ലോസ് സഹിക്കണം എന്ന് പറയുന്ന ആൾക്കാർ റൈറ്റ് മെന്റാലിറ്റി ഇൻവെസ്റ്റേഴ്സ് വിൽ ബി വില്ലിംഗ്. ബിക്കോസ് എനിക്ക് 40 വരെ കിട്ടുവാണെങ്കിൽ പിന്നെ 0 ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. വരെ ഞാൻ ഈ മിക്ക എന്റർപ്രണേഴ്സ് പറയുന്ന 15 കിട്ടും, അതാ മാക്സിമം. അപ്പൊ പിന്നെ ഞാൻ പറയും എന്നാ പിന്നെ 12 അഷ്യൂർഡ് തരണം എന്ന് പറയും. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് റിസ്ക് റിട്ടേൺ. ഇഫ് യു ആർ വില്ലിംഗ് ടു, ഇഫ് യു ഹാവ് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒരു വെരി ഹൈ റിട്ടേൺ, reasonable expectation of getting high return, the investor should be willing to take the risk of loss. Appo I think question onnu marikkanam, high return kodukkan pattuna oru option undengil, not fixed, but idu ingane cheyan pattum, 40% kittum ille 30% kittum ille 25% kittam, adu kittuvaanengil njan tharum anna chelappam kittula, kittiyillengil ningal adu saikkanam ennu parayanulla oru, that is the genuine business. Okay, that's it. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമുക്ക് ടൈം ചെക്ക് ചെയ്യാം, അരമണിക്കൂർ കണ്ടിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് 28 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ കിട്ടി വന്നിരിക്കുന്നത്. ഒരു ചോദിച്ചത് എങ്ങനെയാണ്, നമ്മുടെ കമ്പനിക്ക് ബാങ്ക് ലോൺ ഇല്ല ബട്ട് പേഴ്സണൽ ലോൺസ് ഉണ്ട് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, അത് പ്രശ്നമാണോ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് പിന്നെ പേഴ്സണൽ ലോൺ ഇപ്പോൾ ഞങ്ങളുടെ കേസിലുണ്ടായിരുന്നു. റൈറ്റ്, ഐ ഡോണ്ട് തിങ്ക് ദർസ് എൻ ഇഷ്യൂ വിത്ത് ഇറ്റ്. റൈറ്റ്, നമ്മളിവിടെ ലോൺ എന്ന് ഉദ്ദേശിച്ചത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോണാണ്. ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് അല്ല ഇവിടെ നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായത്. റൈറ്റ് ടിനി? പേഴ്സണൽ ലോൺ പുള്ളി ഇൻട്രസ്റ്റ് ആണോ ഇൻട്രസ്റ്റ് ഫ്രീ ആണോ എന്ന് പറഞ്ഞില്ല. ഇൻട്രസ്റ്റ് ഫ്രീ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. നോ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺസ് ഒന്നും ഇല്ലെന്നാണ്. പേഴ്സണൽ ലോൺ ആണെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് അവർ വാല്യൂസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ടിനി നമ്മൾ നേരത്തെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ബട്ട് അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടിങ് ഈസ് നോട്ട് ദ ഗോൾ റണ്ണിങ് എ സ്റ്റാർട്ടപ്പ്. റൈറ്റ്, ആ ഒരു പോയിന്റിനകത്ത് ഒരാൾ ചോദിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടപ്സിന്റെ വാല്യൂഷൻ കൂട്ടിയിട്ട് ഒരു ഫൈനൽ യൂണിക്കോണായിട്ട് സെൽ ഓഫ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്, അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. റൈറ്റ്, നമ്മൾ ഓൾറെഡി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അതല്ല ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്. I'll just give you ഈ യൂണിക്കോൺ ആണെങ്കിൽ 1 in a million യൂണിക്കോൺ ആവുള്ളൂ. So that means your success rate of becoming a unicorn is 0.0000001%. അങ്ങനെ. So നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് എന്റെ ഫസ്റ്റ്. ദാറ്റ് ഇസ് ദ സക്സസ് റേറ്റ് അച്ചീവിംഗ് യുവർ ഗോൾ ഇസ് 0.00001%. നിങ്ങൾ അതല്ല ഒബ്ജക്റ്റീവ്. എനിക്ക് നോർമലി പ്രോഫിറ്റ് ആകണം, റിട്ടേൺ ആകണം, ഫണ്ടിങ് കിട്ടിയാൽ നല്ല ലെവലിൽ പോവുകയാണെങ്കിൽ ദ ചാൻസസ് ഓഫ് സക്സസ് ഇസ് മച്ച് ഹയർ. ഓക്കെ, അപ്പം ഈ നമ്മുടെ ഡെഫിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്, വൈ ആർ യു പിക്കിംഗ് സംതിങ് വിച്ച് ഹാസ് സച്ച് എ ഹൈ ഫെയിലിയർ റേറ്റ് എന്ന എന്റെ പ്രോബ്ലം. ഓക്കെ, സോ ആമസോൺ അയാൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് എല്ലാവരും അയാളെ പോലെ എല്ലാവർക്കും പോപ്പ് സ്റ്റാർ ആകാൻ പറ്റൂല, എല്ലാവർക്കും പ്രസിഡന്റ് ആകാൻ പറ്റൂല, എല്ലാവർക്കും പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റൂല. നമ്മൾ എല്ലാവരും കൂടെ നാളെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാൽ how many people will become prime minister? That's നമുക്ക് എല്ലാവർക്കും ആ ഒരു കഴിവും ചെയ്യാൻ ഇല്ലാന്ന് വിചാരിക്കാം. So we have to there was a very interesting book, I think Outliers, അതൊരു tech എന്ന് പറഞ്ഞാൽ, is it better to be a very good chartered accountant in your life with a 90% chance or 80% chance of success, or attempting to be a Amitabh Bachchan പോലുള്ള ഒരു actor with a 0.00001% chance of success? ഇത്രയായിരുന്നു. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര പാഷൻ ആ യൂണിക്കോൺ ആയേ പറ്റൂ എന്ന് നിർബന്ധമുള്ള ആൾക്കാർ ലെറ്റ് ദം ഗോ ഫോർ ദാറ്റ് പാത്ത്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു പാഷൻ ഇല്ലാത്ത ഒരാള് യൂണിക്കോൺ ആയിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ബെറ്റർ ടു ഹാവ് എ നോർമൽ കൈൻഡ് ഓഫ് ബിസിനസ്. ഓക്കെ, ഞാൻ മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ആസ് നൗ മാർക്കറ്റ് ഈസ് വെരി ലോ, ഇസ് ഇറ്റ് നീഡ് ടു സ്റ്റോപ്പ് സിപ്പ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്, ഇൻവെസ്റ്റ്മെന്റ് ഏരിയ പറയുന്നത്. ഓക്കെ, അതാണ്. ഓക്കെ, ആ സിപ്പാണ്. ഓക്കെ, I don't know whether ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് 2 വർഷം മുമ്പ് എക്സിറ്റ് ചെയ്ത. ഓക്കെ,
സോ ഐ തിങ്ക് നമ്മളുടെ എക്സ്പെർട്ടൈസ് അല്ലാതെ സോ വിൽ പാസ്. അടുത്ത ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ടിനിക്കാണ്. ഇസ് മൗണ്ട് ജൂഡി ടേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ്? വി ഹാവ് ഓൾറെഡി നമ്മുടെ ഫണ്ട് നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്തു എന്ന് എൻ്റെ ഓർമ്മ. ഐ തിങ്ക് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് mountjudy.com അതിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പം അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നമുക്ക് അതിന് CEO ഉണ്ട് റൺ ചെയ്യുന്നത്. എനിവേ mountjudy.com mountjudi.com ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ബാക്ക് ടു യു. കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ടെനി ഫിലിപ്പ് ഓൾറെഡി ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിൽ. അഫ്താബ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇവിടെ ഷെയർ ചെയ്യാം. ടിനി ഓക്കെ ആണോ ഷെയർ ചെയ്യാൻ? എനിക്ക് വാട്സാപ്പോ ഇമെയിൽ കിട്ടിയാലോ. ഫോണ് ഒന്ന് പറയുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. യു വാണ്ട് ടു ഷെയർ യുവർ നമ്പർ? 9847040567 എഴുതണോ? ഒന്നുകൂടെ പറഞ്ഞോളൂ. 984. ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവർക്കും കൂടെ ടൈപ്പ് ചെയ്തോളൂ. കാണാം. ഓക്കെ. മെയിൽ വാട്സാപ്പ് കൂടെ ഇടുക. ഞാൻ മീറ്റിംഗ്സ് ആവുമ്പോൾ ഐ നോർമലി വോണ്ട് ടേക്ക് ഫോൺ കോൾസ് ഇഫ് ഐ ആം ഇൻ എ മീറ്റിംഗ്. റിപ്ലൈ ചെയ്യും ഞാൻ, അല്ലെങ്കിൽ മിസ്ഡ് കോൾ തരാം. ഓക്കെ. അടുത്ത ടിനി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് മാക്സിമം എത്ര വീക്സിൽ റീറ്റെയിലേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. Ideally 0. Okay. But there is no such thing as maximum. ഞാനിപ്പോ നമ്മളെ കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞല്ലോ, വി ആർ ഗിവിംഗ് ക്രെഡിറ്റ്. ഞാൻ 5 കോടി ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആസ് എൻ എക്സാമ്പിൾ, ബിഗർ റീറ്റെയിലേഴ്സ്, മെനി സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് മെനി ലാർജർ റിക്വയർ ക്രെഡിറ്റ് എന്നുള്ളത് അവരുടെ കോൺസെപ്റ്റിൽ അതാണ്. നമുക്ക് റെഡി ക്യാഷ് എന്ന് പറയുമ്പോൾ നോർമൽ പ്രൊഡക്ട്സിന് ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ്. ബട്ട് ദിസ് ക്രെഡിറ്റ് ദാറ്റ് വി ആർ ഇൻവെസ്റ്റിംഗ് നമ്മളെ പ്രോഫിറ്റ്, ഞങ്ങൾ ഉണ്ടാക്കി പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി ആർ വില്ലിംഗ് ടു ലൂസ് ഇറ്റ്. ഇൻഫാക്ട് 2017 മുതൽ ഞങ്ങൾ ഈ ട്രെൻഡ് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങിയത് ബിക്കോസ് സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് വരാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞത്, ഞങ്ങൾ നമ്മളെ പൈസ ഇടുന്ന നമ്മൾ അത് 10-20% ബാഡ് ഡെറ്റ് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നു. Okay, so we are making profit from that. So I don't think too much credit is a big issue. നമുക്കിപ്പോ ഒരു 2-3 വീക്സോ ഒരു മാസോ മാക്സിമം അതിന്റെ അപ്പുറം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ അഭിപ്രായം, ഈവൻ ഫോർ ദീസ് കൈൻഡ് ഓഫ് സ്ലോ മൂവിംഗ് പ്രൊഡക്ട്സ്. ഓക്കെ, ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പൊ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഐ ഹവ് സീൻ പീപ്പിൾ ഗിവിംഗ് 6 months ക്രെഡിറ്റ്, വിച്ച് ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ. പക്ഷെ അത് ഒരു നേച്ചറാണ്. സോ മൈ പോയിന്റ് ഇസ് ദാറ്റ് ഇസ് ഇപ്പൊ ഈ ഒരു റിസഷൻ, ഇപ്പൊ നമ്മളൊരു ഡിപ്രഷനിൽ പോവാ, ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ. നമ്മൾ ഇക്കണോമി തകർന്നു പോവാ ഇപ്പം. അപ്പൊ ഞാൻ എന്റെ ക്ലയൻസിനോട് പറയുന്നത്, ഒരാള് ഇപ്പൊ ഞാൻ എന്റെ ക്ലയന്റ് ക്യാഷ് പോസിറ്റീവ് ഉള്ള ആൾക്കാർ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു അവർ സപ്ലയേഴ്സ് ആൻഡ് ഇംപ്രൂവിംഗ് അവർ പേയ്മെന്റ് ടേംസ്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്യാഷ് തരാം, അഡ്വാൻസ് തരാം, നിങ്ങൾ എത്ര ഡിസ്കൗണ്ട് തരുമെന്നാണ് ഞങ്ങളിപ്പോ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ തിരിഞ്ഞാ പറയുന്നത്, നിങ്ങളൊരു കസ്റ്റമർ അടുത്ത് പോയിട്ട് അങ്ങനെ ചോദിക്കാത്ത ഒരു കസ്റ്റമർ ഈസ് നോട്ട് ആസ്കിങ് യു ഫോർ ബെറ്റർ ക്യാഷ് ടേംസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ വീക്കാന്ന് ക്ലിയർ ആയി. ഇഫ് സംബഡി ഈസ് ആസ്കിങ് യു, ഞാനിപ്പം 15 day ക്രെഡിറ്റ് വാങ്ങുന്നുണ്ട്, എനിക്ക് 7 day ക്രെഡിറ്റിനകത്ത് നിങ്ങൾ അഡീഷണൽ ഡിസ്കൗണ്ട് വല്ല തരുമോ, അങ്ങനത്തെ ആളാ നമുക്ക് വേണ്ടിയത് കസ്റ്റമർ ആയിട്ട്. ബിക്കോസ് അയാൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് മനസ്സിലായി. വേറെ ഒരാൾ പറയാ എനിക്ക് 30 ദിവസത്തോടെ കടം വേണം, റേറ്റ് പ്രശ്നമൊന്നുമല്ല എന്ന് പറയുന്ന ഒരാൾ പേടിക്കണം എന്ന് ഞാൻ പറയും ഇപ്പോഴത്തെ മാർക്കറ്റ്. സോ ദാറ്റ് ഇസ് ദ പോയിന്റ്. സോ വി ആർ ഇൻഫാക്ട് ഞാനൊരു ക്രെയിനിന്റെ ആള് എന്റെ ഒരു ക്ലയന്റ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞൊന്നും അറിയില്ല, അയാളോട് അവിടെ ഈ 1 month ആ പറയുന്നത് ക്രെയിന് ബില്ല് ചെയ്ത് പേയ്മെന്റ് കിട്ടണമെങ്കിൽ. അത് നോർമലി 3 months ആവും എല്ലാ പ്രൊസീജിയറും കഴിയുമ്പോൾ, 2 ഒപ്പും 10 ഒപ്പും ചെക്കും ഒക്കെ വരുമ്പോൾ. അപ്പൊ ഇയാളോട് ഞാനിപ്പോ ഇത് പറഞ്ഞേക്കുന്നത്, എല്ലാ ക്ലയൻസിനോട് പറയാ 130 days അപ്പുറം നോ ബില്ലിംഗ്, നമുക്ക് ക്രെഡിറ്റ് ഇല്ല. 30 day കഴിഞ്ഞ് ക്രെയിൻ റോൾ ഓഫ് ചെയ്യും പൈസ കിട്ടിയില്ലെങ്കിൽ. 1. Second is 15 ഡേയും 7 ഡേയും ഓപ്ഷനും അഡ്വാൻസ് ഓപ്ഷനും ഉണ്ട്, അതിന് ഡിസ്കൗണ്ട് ഉണ്ട് 5%, 10%, 15%. ഞാൻ അപ്പൊ കൂടെ ഞാൻ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ആൾ ആക്സെപ്റ്റ് ചെയ്താൽ അയാൾക്ക് ക്യാഷ് ഉണ്ടെന്ന് മനസ്സിലായി. Okay? So you have to change your thinking. So my point is, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ we should inform the client that നമുക്ക് ക്യാഷ് ഓപ്ഷന്റെ ഡിസ്കൗണ്ട് ഇത്രയും ഉണ്ട് എന്ന് പറയണം. അത് ക്ലിയർ ആയിട്ട് പറയണം. എന്നിട്ട് അവർക്ക് ഓപ്ഷൻ വേണോ വേണ്ടയോ എന്ന് ചെയ്യണം. പിന്നെ
see, we can take അവർക്ക് ഇപ്പൊ ക്യാഷ് ഫ്ലോ ഉള്ള സമയത്ത് റെഡി ക്യാഷ് തരാം, അല്ലെങ്കിൽ ഫാസ്റ്റർ പേയ്മെന്റ് തരാം, ഡിസ്കൗണ്ട് വാങ്ങാം. ചിലപ്പോൾ അവർക്ക് ചില സീസണിൽ അവർക്ക് ക്രെഡിറ്റ് ടൈറ്റ് ആവും, അപ്പൊ അവർക്ക് എന്തായി ക്രെഡിറ്റ് കൂട്ടാം. സോ വി ഹാവ് ടു ഹാവ് ദാറ്റ് ഓപ്ഷൻ. ഇത് ഒരു അൺലിമിറ്റഡ് 30 ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും 30 ഡേ തന്നെ പോകുന്ന ഒരു കോൺസെപ്റ്റിലാണ് എല്ലാവരും പോകുന്നത്. അത് എങ്ങനെ 45 60 ആക്കണം എന്നാ എല്ലാവരും. സോ മൈ പോയിന്റ് ഇസ് there is no proper good credit. Everything is bad. Only thing is how much you can reduce it in. Correct. Okay. ടീനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ആൻസർ ചെയ്താണ്, ബട്ട് എനിക്കൊന്നും അത് ക്ലിയർ അല്ല തോന്നുന്നു. ഹൗ ടു ഹാൻഡിൽ ഗവൺമെന്റ് ടാക്സ്? ഞാൻ ബിലീവ് മുസ്തഫ പറഞ്ഞ പോലെ എല്ലാ റിലിജനും പറഞ്ഞേക്കുന്ന യു ഹാവ് ടു ഫോളോ ദ ലോസ് ഓഫ് ദ ലാൻഡ്. ഞങ്ങളുടെ റിലിജനിൽ ജീസസ് പറഞ്ഞിട്ടുണ്ട് സീസറിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ ഐ തിങ്ക് ഓൾ റിലിജൻസ് ഹാവ് ദാറ്റ് റൂൾ. അപ്പൊ അത് എൻ്റെ ഒരു ക്ലയന്റ് പണ്ട് എനിക്ക് പറഞ്ഞൊരു തോട്ട് പ്രോസസ് വിച്ച് ഐ റിയലി ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്. പുള്ളി പറഞ്ഞത് ഗവൺമെന്റ് നമ്മളെ പാർട്ട്ണറാണ്, 33% ഷെയർ കഴിഞ്ഞല്ലോ. സോ ഇപ്പൊ നമ്മൾ ടാക്സ് 33% ആയതുകൊണ്ട് 30%. അപ്പൊ ഇഫ് ഐ ഹാവ് എ പാർട്ട്ണർ ഹു ഈസ് വിത്ത് മീ ആൻഡ് ഹി ഹാസ് ഇൻവെസ്റ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ ലോകം, റൂൾസ്, റെഗുലേഷൻസ്, പോലീസ്, അപ്പൊ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ 33% അയാൾക്ക് കൊടുക്കണം. അപ്പൊ എനിക്ക് കിട്ടുന്നത് കൂടണമെങ്കിൽ ഓവറോൾ പൈ കൂട്ടണം. ദാറ്റ് ഈസ് എനിക്ക് ഉണ്ടാക്കുന്ന കൂട്ടിയാൽ എനിക്ക് കൂടും. So 76% എനിക്ക് കിട്ടുമല്ലോ. So if I make 100 rupees, if I am not happy with 66 rupees because of giving 33 rupees, I should make 200 rupees so that I am happy with 130 rupees. ഈ കോൺസെപ്റ്റ് അയാൾ അതാ റിട്ടേൺ കൂട്ടണം ഞാൻ പറയുന്നത്. ആൻഡ് പ്രോഫിറ്റബിലിറ്റിയും റിട്ടേൺ കൂടിയാൽ ടാക്സ് ഇസ് നോട്ട് എ പ്രോബ്ലം. എല്ലാവർക്കും ടാക്സ് ഉണ്ട്. ഒരു സൈസ് കഴിഞ്ഞ് എല്ലാ കമ്പനികൾക്കും ടാക്സ് കൊടുത്തേ പറ്റൂ. സോ വൺസ് യു ക്രോസ് എ പർട്ടിക്കുലർ പോയിന്റ് യു ആർ എനിഹൗ വിത്ത് ടാക്സ്. അതില്ലാതെ പറ്റൂല. ഇനി ഞാനത് പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ എനിക്കൊന്ന് നമ്മളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ബിസിനസ്സിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വി സ്പെൻഡ് മോർ ടൈം ഇൻ ലുക്കിംഗ് ഫോർ ലൂപ്പോൾസ് ഇൻ ദ സിസ്റ്റം, റൈറ്റ്, ടു സേവ് ടാക്സ്, റൈറ്റ്. അത് സംഭവം എന്ന് വെച്ചാൽ എന്നിട്ടാണ് ഈ എലീനെ പോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലെ എലീൻ്റെ ക്യാരക്ടറാണ് നമുക്കുള്ളത്. നമ്മൾക്ക് ആനയെ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് ആര് കണ്ടാലും പ്രശ്നം അത് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആനയെ പോലെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ എന്നും എലിയായിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ പലരും വിചാരിക്കുന്ന ടാക്സ് സേവ് ചെയ്തിട്ട് അതിന്റെ പ്രോഫിറ്റ് കൊണ്ടാണ് നമ്മൾ ബിസിനസ് പ്രോഫിറ്റബിൾ ആവും. സേവിങ് ഇൻ ടാക്സ്, വെട്ടിക്കുന്ന ടാക്സ്. അപ്പൊ അതുകൊണ്ട് എന്താ, യു ഡോണ്ട് തിങ്ക് ഓഫ് ഇന്നോവേഷൻ. ഇപ്പൊ നമുക്ക് ടാക്സ് നമ്മൾ കൊടുക്കുന്നു, നമ്മളുടെ കോമ്പറ്റീറ്റർ ടാക്സ് കൊടുക്കുന്നില്ല. അപ്പൊ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ പ്രൈസിങ് ഡെഫിനറ്റ്ലി. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഇന്നോവേഷൻ വരുന്നത്. നമുക്ക് ആ ഡിഫറൻസ് ഇൻ പ്രൈസിങ് മേക്കപ്പ് ചെയ്യാവോ ത്രൂ ഇന്നോവേഷൻ, ത്രൂ മെത്തേഡ്സ്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. തലവേദന, എപ്പോഴും കൈക്കൂലി കൊടുക്കലും റെയ്ഡും ഇയാളുടെ പുറകെ നടക്കലും ഒക്കെ യുവർ ബിസിനസ് ടൈം ഈസ് ഗോയിങ്. സോ if you take, it's like interest. നമ്മളിപ്പോ ലോൺ ഒരു സൊല്യൂഷൻ ആയിട്ട് എടുത്താൽ we will never innovate. ലോൺ കൂടുതൽ എടുത്താൽ പോരെ. അതുപോലെ ടാക്സ് വെട്ടിക്കുന്ന ഒരു സൊല്യൂഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണെന്ന് എടുത്താൽ then we will never innovate. I'm not saying, I'm sure ചില ബിസിനസ് ഇമ്പോസിബിൾ ആയിരിക്കും. ഞാൻ ഐ എം നോട്ട് എ ഗോഡ്. നമ്മൾ ഗോഡ് പോലെ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അൺലെസ് യു സേ ദാറ്റ് എനിക്ക് ടാക്സ് കൊടുത്തിട്ട് ഞാൻ എങ്ങനെ പ്രോഫിറ്റ് ആക്കും എന്ന് വിചാരിച്ചാൽ മാത്രമേ അതിന്റെ ഐഡിയ വരൂ. കറക്റ്റ്. If you think that solution is tax avoidance ആണെങ്കിൽ then you will never be able to ever come up with a solution. അതെന്റെ ആൻസർ. ഓക്കെ, അടുത്ത ഡീൽ ഉണ്ടായെന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സീഡ് ഫണ്ട്സ്, ഏഞ്ചൽ ഫണ്ട്, VCP, ഡിഫറൻസ് ഒന്ന് പറയാൻ പറ്റുമോ ക്വിക്കായിട്ട്? പിന്നെ നമുക്ക് ടൈം നിങ്ങൾക്ക് പറയാൻ ഓരോ ക്വസ്റ്റ്യൻ ഒരു 1 മിനിറ്റ് ആൻസർ ആണ്. നമ്മൾ ലേറ്റ് ആണ്. സീഡ് ഫണ്ട് മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് നമ്മളുടെ ഓൺ ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് പൂൾ ചെയ്യാൻ പറ്റുന്ന ഫണ്ട്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റി അല്ലേ പിന്നെ വന്നത് ഏഞ്ചൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ സർട്ടൻ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഇൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ കമ്പനികൾ. ദാറ്റ് ഇസ് ഭയങ്കര ഒരു റീസണബിൾ, വി കോൾ ഇറ്റ്സ് പല സ്റ്റേജ് ആയിട്ടാണ്. ഏഞ്ചൽ സ്റ്റേജിൽ ഇരിക്കുന്ന കമ്പനികളിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഒരു പേഴ്സണൽ ഫണ്ട് എടുത്തിട്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. Then you go into venture capital fund, it becomes pooled investors. നിങ്ങളെ പോലെ എവിടെ വായിച്ചിരുന്നു അത് ഏഞ്ചൽ ഫണ്ട് പറയാൻ കാരണം വെച്ചാല് നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഏഞ്ചൽസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഏഞ്ചൽ ഫണ്ട് വിളിക്കുന്നത്. എവിടെ വായിച്ചിരുന്നു. ഒരു കാവിയാറ്റ് ഉണ്ട് എനിക്ക് എപ്പോഴും. ഈ ഏഞ്ചൽ
ഈ ഇൻഡിവിജ്വൽസിനെ നോക്കിയിട്ട് വേണം അവരുടെ ഫിലോസഫി എന്താന്ന് നോക്കണം. കറക്റ്റ്. അവരുടെ ഫിലോസഫി ഇപ്പൊ കടം എടുത്തിട്ട് ഗ്രോ ചെയ്യണം എന്നാണെങ്കിൽ നമ്മളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവർ നമ്മളെ കൊണ്ട് കടം എടുപ്പിച്ചിട്ട് ഗ്രോ ചെയ്യും. ഷുവറാ. യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് റിമെമ്പർ ദാറ്റ് 99% പീപ്പിൾ കടത്തിൽ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ, അറ്റ്ലീസ്റ്റ് they have money made mostly on. അപ്പൊ അവർ ഈ കോൺസെപ്റ്റ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് to avoid a person, to find a person who is not against interest. എല്ലാവരും ഇൻട്രസ്റ്റിന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു അതാണ് എങ്ങനെയാണ് റൈറ്റ് ഇൻവെസ്റ്റർ ഐഡന്റിഫൈ എന്നുള്ളത്. അതിന് ഞാൻ മുമ്പ് കൊടുത്ത റിപ്ലൈ ഞാൻ പറയാം ഇവിടെ. അതായത് ഒരു ഇൻവെസ്റ്ററെ വരുന്നത് ഇറ്റ്സ് ലൈക്ക് എ പാർട്ട്ണർ, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് എ മാരേജ്. നമ്മളുടെ വാല്യൂസ് എല്ലാം ഇതാകുന്ന ഒരാളെയാണ് നമ്മളവിടെ നോക്കേണ്ടത്, റൈറ്റ്? വെറുതെ ഡവറി മാത്രമല്ല, ഡവറിക്ക് വേണ്ടിയല്ല ആവരുത് കല്യാണം, റൈറ്റ്? നമുക്ക് നമ്മളുടെ വാല്യൂസ് കൾച്ചറായിട്ട് മാച്ച് ചെയ്യുന്ന ആളെയാണ് നമ്മൾ നോക്കുക. അതേപോലെ തന്നെയാണ് ബിസിനസ്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ നോക്കേണ്ടത്. യു ചൂസ് ദ റൈറ്റ് ഇൻവെസ്റ്റർ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആരെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് അനദർ ട്രാപ്പ്. ബി കെയർഫുൾ. ഏഞ്ചൽ ഫണ്ട് പറഞ്ഞു, VC ഫണ്ട് എന്താണെന്ന് പറയോ, PE ഫണ്ട് പറയോ? VC ഫണ്ടും PE ഫണ്ടും എന്ന് പറഞ്ഞാൽ പൂൾഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങളെപ്പോലെ ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ആക്കുക. അത് സംബഡി ഈസ് മാനേജിങ് ഇറ്റ് ടു ഇൻവെസ്റ്റ്. അപ്പൊ അത് നോർമലി അവർ കുറച്ചുകൂടെ ബിഗർ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ അവർക്ക് എക്സിറ്റ് വേണം. ബിക്കോസ് ഇപ്പോഴത്തെ വെഞ്ചർ ക്യാപിറ്റൽ PE ഫണ്ടിങ്ങിന്റെ നോംസ് അനുസരിച്ച് 7 കൊല്ലത്തിൽ യു ഹാവ് ടു പേ ബാക്ക് ടു ദി ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ഇവരെല്ലാം ഒരു എക്സിറ്റ്, ഐദർ സംബഡി എൽസ് ഹാസ് ടു ബൈ യു ഔട്ട്, ബിഗർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ എക്സിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യണം. ഒരു ഓപ്ഷനാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്. സോ ഇറ്റ്സ് മോർ ഫോർ എ ബിഗർ സൈസ്. നമ്മൾ കുറച്ചുകൂടെ സൈസ് എത്തുമ്പോഴേക്കും ആ ഓപ്ഷൻസ് വാലിഡ് ആണ്. പ്രൈവറ്റ് ഇക്വിറ്റി, PE ഫണ്ട് and similar. I mean, it's not much of a difference. Only thing is I think the nomenclature is just the same. Okay. ടിനി, ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ടിനി ആൻസർ ചെയ്യണം. നിങ്ങളുടെ എക്സാമ്പിൾസിനകത്ത് പല കമ്പനീസും പിന്നെ പലിശയില്ലാതെ സക്സസ്ഫുൾ ആയ ഒരു കമ്പനീസിന്റെ സ്റ്റോറി പറഞ്ഞു. പക്ഷെ ഇതേപോലെ പലിശയോടെ ബിസിനസ് ചെയ്ത് കുറെ കമ്പനീസ് ഇല്ലേ, ഇതിലും കൂടുതൽ ഈ പറഞ്ഞ 99.9% കമ്പനീസ് നിങ്ങൾ പറഞ്ഞതുപോലെ പലിശയിൽ ബിസിനസ് ചെയ്തിട്ട് ബാങ്കറായി പ്രോസ്പെർ ചെയ്ത കമ്പനീസ് ഉണ്ട്. ആ റിയാലിറ്റി നമ്മൾ സംസാരിക്കാത്തത് എന്നാണ് ചോദ്യം. ആ റിയാലിറ്റി സംസാരിക്കാതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ അതിനെയാണല്ലോ പറഞ്ഞത്. 99.99% കമ്പനികൾ മറ്റേത് ഫോളോ ചെയ്യുന്നു. നിങ്ങൾ അവിടെ പാത്ത് ഫോളോ ചെയ്യണം. See, whoever you think is a successful company which is having with debt, സക്സസ് ആയ കമ്പനികളുടെ നിങ്ങൾ അവരുടെ കഴിഞ്ഞ 10-20 കൊല്ലത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ 30 കൊല്ലത്തെ ഹിസ്റ്ററി നോക്കണം. അവരുടെ ഗ്രോത്തും അവരെങ്ങനെയാ പോയെന്ന് നോക്കണം. അതാണോ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി? ഇഫ് യു ഫീൽ ദാറ്റ് ഈസ് എ ഗുഡ് വേ ഓഫ് ഡൂയിങ് ബിസിനസ്, യു ഫോളോ ദാറ്റ് മെത്തേഡ്. ഞാൻ അതൊന്നും എന്റെ കൺസൾട്ടിങ്ങിൽ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ലെസ് ദാൻ 1% ആൾക്കാരെ അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എന്റെ എല്ലാ പൊട്ടൻഷ്യൽ ക്ലയൻസിനോട് പറയും. ഐ ഫസ്റ്റ് സിറ്റ് വിത്ത് ദം. ചിലപ്പോൾ 2-3 മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഒരു അസൈൻമെന്റ്. ബിക്കോസ് അവരുടെ തിങ്കിങ്ങും എന്റെ തിങ്കിങ്ങും ക്ലിയർ ആയാൽ മാത്രമേ കൺസൾട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് എന്റെ പ്രോസസ് കോൺട്രവേഴ്ഷ്യൽ ഓർ കോൺട്രറി ആണ്. ഇത് മൈനോറിറ്റി വ്യൂ ആണ് ഞാൻ പറയുന്നത്. സോ ഇഫ് യു ഐ തിങ്ക് ഐ ഗേവ് എൻ എക്സാമ്പിൾ വൺസ്. എൻ്റെ ഒരു ക്ലയന്റ്, ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലയന്റ് എൻ്റെ അടുത്ത് വന്നു. അയാളുടെ അപ്പൻ ബിസിനസ് ചെയ്ത്, ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, അയാൾ വീണ്ടും ഗ്രോ ചെയ്യാൻ വന്നു. അപ്പൊ അയാൾ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ലിസ്റ്റഡ് കമ്പനിയുടെ ഗ്രോത്തും കാര്യങ്ങളും നോക്ക്, അവരുടെ റിട്ടേണും ലോസും പ്രോഫിറ്റും അത് വേണോ? ആ 10-15 കൊല്ലം പഠിച്ചപ്പോൾ അയാൾ വേണ്ടാന്ന് പറഞ്ഞു. സോ വെൻ യു ആർ ടോക്കിംഗ്, നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഒരാൾ ഇങ്ങനെ മിന്നുന്ന കാണുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സെൻസെക്സ് തന്നെ നിങ്ങൾ നോക്കിക്കോ. ഈ സെൻസെക്സ് കഴിഞ്ഞ എത്ര കൊല്ലത്തിനകത്ത് ആൾക്കാർ എത്ര പേര് പുറത്തു പോയിട്ടുണ്ട്, എത്ര പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പൊ ഒരു സസ്റ്റൈനബിൾ കമ്പനി ആണെങ്കിൽ ഒരു 19-100 കൊല്ലം നിൽക്കണ്ടേ? ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഹാർഡ്ലി എനി കമ്പനീസ് ആർ ലാസ്റ്റിംഗ് ഫോർ വെരി ലോങ്, ആൻഡ് മോസ്റ്റ് കമ്പനീസ് വിച്ച് ആർ ലാസ്റ്റിംഗ് ഫോർ വെരി ലോങ് ആർ പ്രൈവറ്റ് കമ്പനീസ്. ഓക്കെ, ഇനി നിങ്ങൾ നമ്പേഴ്സ് നോക്കണ്ട. നിങ്ങൾ ഈ ഫേമസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ 6000 ലിസ്റ്റഡ് കമ്പനീസേ ഉള്ളൂ. 6000 ഈ ലിസ്റ്റഡ് കമ്പനീസേ ഉള്ളൂ ഇന്ത്യയിൽ. എത്ര മില്യൺസ് ഓഫ് ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. സോ ഈ ലിസ്റ്റഡ് കമ്പനീസിനെ പറ്റി ആയിരിക്കും ഇവർ പറയുന്നത്, ബിക്കോസ് ഇതിലെ ന്യൂസ് ഒക്കെ വരുന്നത്. ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് കമ്പനീസ് ഇൻ ഇന്ത്യ ഓർ ദ വേൾഡ്. അപ്പൊ ആ ഒരു ഫ്രാക്ഷനെ പറ്റിയാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. അത് വലിയ നമ്പറാന്ന് പറഞ്ഞിട്ടാണ്. ബിക്കോസ് ന്യൂസ് അൺഫോർച്ചുനേറ്റ്ലി 99.9% ആ കമ്പനികളെ പറ്റിയ ന്യൂസ് വരുന്നത്. ആൻഡ് മോശമൊന്നും വരുന്നില്ല. പൂട്ടുന്ന കമ്പനീസിനെ പറ്റി ഇപ്പൊ SR ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞു, പൂട്ടി.
ഓക്കെ, നിങ്ങൾ ഏത് വലിയ കമ്പനി എടുത്തു, എത്ര എണ്ണം പൂട്ടുന്നുണ്ട് ഇപ്പം? അപ്പൊ അത് ജെറ്റ് എയർവേസ്, ഓക്കെ, എനി കമ്പനിയുള്ളൂ, എല്ലാം പൂട്ടിയല്ലോ. വലിയ സക്സസ് സ്റ്റോറി ആയിട്ട് പറഞ്ഞ ലോണും ലീസും എടുത്തിട്ട് പൂട്ടി. അപ്പൊ അതിനെപ്പറ്റി ആരും എന്താ പറയുക? വാട്ട് ഇസ് ദ ഫെയിലിയർ റേറ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്രൈസിസ് പീരീഡിൽ, കറൻസിൻ്റെ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആർ ലുക്കിംഗ് ഫോർ ലോങ്ങർ ക്രെഡിറ്റ് പീരീഡ് ഫ്രം സപ്ലയേഴ്സ്. അപ്പം സ്റ്റാർട്ടപ്സിന് എങ്ങനെയാണ് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ക്യാഷ് മോഡിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. അതാണ് ഒരു ഇഷ്യൂ. നമ്മൾ ക്രൈസിസ് വരുമ്പം ഇഫ് യു ആർ ഓൾറെഡി വീക്ക്, വി ഹാവ് എ പ്രോബ്ലം. പല വെബിനാറും ആൻഡ് ഐ ഹാവ് ബീൻ ഗിവിംഗ് ഇൻ കേരള, പല നമ്മുടെ പെയ്ഡ് വെബിനാർ കൂടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, ഒരു സ്ട്രോങ് കമ്പനി എങ്ങനെ കോവിഡിനെ ഓവർകം ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. That is, before COVID, we were already strong. If you are weak before COVID, then I am sorry. ഒരാൾ എന്നോട് ഒരു വെബിനാർ ചോദിച്ചു, ഒരു വീക്ക് കമ്പനി എങ്ങനെ സ്ട്രോങ് ആക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു മിറക്കിൾ വർക്കർ അല്ല. എൻ്റെ പോളിസി എൻ്റെ ക്ലയൻസിനെ സ്ട്രോങ് ആക്കലായിരുന്നു. അവിടെ എൻ്റെ ക്ലയൻസ് എല്ലാവരും ഇതിനു മുമ്പ് സ്ട്രോങ് ആണ്. സോ വി ആർ ലുക്കിംഗ് അറ്റ് ദാറ്റ് ഓപ്ഷൻ. മറ്റേ ഓപ്ഷൻ എനിക്ക് ആൻസർ ഇല്ലെന്നു, ബിക്കോസ് വി ആർ ഹിറ്റിംഗ് എ സിനാരിയോ വിച്ച് absolutely serious. Okay. And the clients in the what we are doing now is pricing is going to go down. Offers people want, because സാമ്പത്തികം ഇല്ല, എത്ര പേർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, എത്ര പേർക്ക് ബിസിനസ് തകർന്നു പോയിട്ടുണ്ട്. So we are cutting our increasing our productivity, reducing unwanted expense and passing it on to the customer to get more sales. ഇതാ നമ്മൾ ലാസ്റ്റ് 3 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സ്ലോ ഡൗൺ ആണ്. ഇത് നമ്മൾ കുറച്ചുകൂടെ ആക്സിലറേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. സോ ഐ എം സോറി ഇഫ് യു ആർ ഓൾറെഡി ഇൻ എ വീക്ക് പൊസിഷൻ. എനിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല, ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് ഫിലോസഫി. നമ്മൾ വീക്ക് ആയിട്ട് പിന്നെ രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലോസഫി. ഓക്കെ, ഇനി നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റൻ ഉണ്ട് പിന്നെ വരുന്നത് പല ആളുകൾ, അതായത് ഇൻകം ടാക്സ് എങ്ങനെ മാനേജ് ചെയ്യും ലോൺ എടുക്കാതെ എന്നാണ് നമ്മൾ സംസാരിച്ചാണ്. നമ്മൾ പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ഇൻകം ടാക്സ് ആദ്യം പേ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. കൺസിഡർ ഗവൺമെന്റ് ആസ് എ പാർട്ട്ണർ. അഫ്താബ്, ഒരാളുണ്ട്, മിസ്റ്റർ ഫാറൂഖ് അലി ഫ്രം കുവൈത്ത്, ഒരു നല്ലൊരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അവരൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഫാറൂഖ് അലിയുടെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഒരു രസമുള്ള സ്റ്റോറി ഉണ്ട് ഫ്രം കുവൈറ്റ്. ഫാറൂഖ് അലി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഫാറൂഖ് അലി, FAROOK ALI. ഫാറൂഖ് അലി പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. പറയൂ, കേൾക്കാം. കേൾക്കാമല്ലോ? ഓക്കെ. എന്റെ പേര് ഫാറൂഖ് എന്നാണ്. ഞാന് നാട്ടിലൊരു ബിസിനസ് ചെയ്ത ഒരാളാണ്. നിങ്ങൾ ഒന്ന് വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, അല്ലെങ്കിൽ പറയാം. ഓക്കെ, ഹായ്, അസ്സലാമു അലൈക്കും. ഞാന് നാട്ടില് ബിസിനസ് ചെയ്തിട്ട് മുസ്തഫ ഭായ് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിൽ ബിസിനസ് ചെയ്ത ഒരാളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ പോലെ അള്ളാഹു ഒരു ബർക്കത്ത് തരത്തില്ല. നമ്മളുടെ മതപരമായിട്ടുള്ള ഒരു വലിയൊരു പോയിന്റ് ആണത്. പിന്നീട് ഞാൻ കുവൈറ്റിൽ വന്ന് 5 years ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വളരെ ചെറിയൊരു എമൗണ്ട്, പറഞ്ഞു വന്നാൽ ഒരു 1000 ദിനാർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 1000 ദിനാർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ എമൗണ്ട് നോക്കുവാണെങ്കിൽ ആ സമയത്ത് 1,25,000 1,30,000 റുപ്പിയ ആയിരുന്നു. അന്ന് 125-130 റുപ്പിയ ആയിരുന്നു ഒരു ദിനാറിന്റെ വാല്യൂ. ഇപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് 240 റുപ്പി. പക്ഷെ അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തത്, വലിയ ജോബ്സ് എടുക്കണ്ട. ഞാനൊരു കോൺട്രാക്ടർ ആയിരുന്നു. വലിയ ജോബ്സ് എടുത്താൽ ഒബ്വിയസ്ലി എന്ത് പറ്റും, ഇൻട്രസ്റ്റിനകത്ത് പോയി വീഴേണ്ടി വരും, അല്ലെങ്കിൽ വലിയ ലോണിൽ പോയി വീഴേണ്ടി വരും. അപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്ത്, എന്നെ ആരെങ്കിലും ഒരു എന്റെ ക്ലയൻസ് വിളിച്ചിട്ട് പറയുന്നത്, ഒരു വലിയൊരു ജോബ് ഉണ്ട്, 1000 ദിനാർ 2000 ദിനാറിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, സോറി എനിക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ജോബ്സ് ചെയ്യുമായിരുന്നു. 100 ദിനാറിന്റെ ജോബ്, 200 ദിനാറിന്റെ ജോബ്, 300 ദിനാറിന്റെ ജോബ്, അങ്ങനെ ചെറിയ ജോബ്സ് ഞാൻ ചെയ്യുമായിരുന്നു.
അൽഹംദുലില്ലാ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ടുക്ക് സം ടൈം. അതായത് കുറെ വലിയ ജോബ്സ് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ മുസ്തഫ ഭായ് പറഞ്ഞ പോലെ യു വിൽ സീ എ ലോട്ട് ഓഫ് മിറാക്കിൾസ് കേട്ടോ. എനിക്കൊരു വലിയൊരു അത്ഭുതം എന്റെ ലൈഫിൽ ഞാൻ കണ്ടത്, ഒരു ക്ലയന്റ് എനിക്കൊരു 2000 ദിനാറിന്റെ ഒരു ജോബ് തന്നു. ആ ജോബിൽ ഓൾമോസ്റ്റ് 1000 ദിനാർ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല, എന്റെ കയ്യിൽ ഫണ്ടില്ല, അത്രയും ഫണ്ട് ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഹി ഗേവ് മീ 100% അഡ്വാൻസ്, ട്രസ്റ്റിംഗ് മീ. എനിക്കറിയില്ല കേട്ടോ, ഇറ്റ് വാസ് ജസ്റ്റ് എ മിറാക്കിൾ അഗെയിൻ. അപ്പൊ എന്ത് പറ്റി, ആ ജോബ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആ ഒരു ജോബ് ചെയ്തപ്പോ എന്ത് പറ്റി, കയ്യിൽ ഒരു 1000 ദിനാറും കൂടെ എക്സ്ട്രാ അക്യുമുലേറ്റഡ് ആയി ഓവർ എ പീരീഡ് ഓഫ് ടൈം. മുസ്തഫ ഭായ് പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഡസൻ കം വെരി ഫാസ്റ്റ്, അല്ലെങ്കിൽ യു കനോട്ട് ബിക്കം എ വെരി റിച്ച് പേഴ്സൺ ഓവർ എ ഷോർട്ട് പീരീഡ്. യു ഹാവ് ടു ഹാവ് ദറ്റ്, ആ സബർ അല്ലെങ്കിൽ ആ പേഷ്യൻസ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ over a period of time you can be successful, but provided you have to trust God. രണ്ടാമതൊരു കാര്യം മുസ്തഫ ഭായ്, ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് യു കനോട്ട് ബി സക്സസ്ഫുൾ. അള്ളാഹു നിങ്ങളുടെ വിധിയിൽ ഒരു വിജയം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. ഹാർഡ് വർക്ക് ഷുഡ് ബി ദെയർ. പക്ഷെ എത്രയോ ബിസിനസ് ഉണ്ട്, നമ്മളേൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അത് അവരുടെ വിധിയിൽ അത് അള്ളാഹു വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി യു കനോട്ട് ബി സക്സസ്ഫുൾ എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓഫ് കോഴ്സ് there is no option എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫറൂഖ് ഭായ്. Aftab, you can mute him. ഓക്കെ, നമ്മൾ ഇനി ഒരു 2-3 മിനിറ്റേ ഉള്ളൂ, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഹലോ, നമുക്കെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട്സ് എ ന്യൂ ബിസിനസ് ഐഡിയ ഇൻ ദ കറന്റ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ എന്താണ് ഒരു നല്ല ബിസിനസ് ഐഡിയ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു സജഷൻ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ടോക്കിൽ ഞാനത് കവർ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതായത് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഇന്നോവേറ്റ്. ഇപ്പം ഏത് ബിസിനസ്സിൻ്റെയും പർപ്പസ് അല്ലെ ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറാണ്. ബേസിക്കലി നമ്മുടെ റോള് കസ്റ്റമറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. അപ്പം ആ ഒരു കസ്റ്റമറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇപ്പം കുറേ പ്രോബ്ലംസ് ഉണ്ട് കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നത്. സോ പ്രോബ്ലി ദിസ് ബെസ്റ്റ് ടൈം ടു ഇന്നോവേറ്റ്. ഇൻഫാക്ട് നമ്മളുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ഒരു ക്രൈസിസ് ടൈമിലാണ് ഊബർ പോലെയുള്ള സീറോ ഇൻവെന്ററി ബിസിനസ് മോഡൽ വന്നത്. ഊബർ നിങ്ങൾക്ക് അറിയാലോ, സീറോ കാപെക്സ് ആണ്, റൈറ്റ്? എയർബിഎൻബി ഇതേപോലുള്ളൊരു സിറ്റുവേഷൻ വന്നത്, അതും സീറോ കാപെക്സ് ആണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ ബിസിനസിന്റെ സീറോ ഇൻവെന്ററി സീറോ കാപെക്സ് ബിസിനസ് മോഡലിന്റെ ബ്യൂട്ടി അതാണ്. അപ്പം അതേപോലെ നല്ല ബിസിനസ് ഐഡിയാസ് വരാനുള്ള ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്, നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു ലാസ്റ്റ് ഒരു പോയിന്റ് ഒരാൾ ചോദിച്ചത് മാത്രം ഞാൻ കവർ ചെയ്ത് നിർത്താം. അഫ്താബ്, അത് 33% ഷെയർ ടു ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞില്ലേ ടിനി, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. That is നമ്മളുടെ പ്രോഫിറ്റിന്റെ അപ്രോക്സിമേറ്റ്ലി 30% or 30 ഇൻക്ലൂഡിങ് മറ്റേ റഫ്ലി 33% ആണല്ലോ നമ്മളെ ടാക്സേഷൻ, ഇൻകം ടാക്സ് റേറ്റ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ 33% നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 30% നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. പഴയ കോൺസെപ്റ്റ് ഇപ്പൊ 20% ആയി കമ്പനികൾക്ക്. സോ പുള്ളി ഒരു ഷെയർ ഹോൾഡർ, അതാണ് എന്റെ ദാറ്റ് വാസ് വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ. നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ആ ഒരു പെർസെന്റേജ് ഗവൺമെന്റിന് കൊടുക്കണം. സോ ദേ ആർ എ പാർട്ട്ണർ. പെർഫെക്റ്റ്. ടെനി, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ സപ്പോർട്ടിൽ ബാങ്ക് ലോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനകത്ത്. ബിക്കോസ് നോ ബാങ്ക് വിൽ ഗിവ് ലോൺസ്. ഇപ്പൊ ഈ മുദ്ര അല്ലാത്ത വന്നുകൊണ്ട്, അല്ലാതെ കൊളാക്ടറൽ ഇല്ലാതെ എവിടുന്ന് ലോൺ കിട്ടും? മിക്ക ആൾക്കാർ സ്റ്റാർട്ടിങ് ദേ മേ നോട്ട് ഹാവ് ഇനഫ്. മെനി പീപ്പിൾ ഡോണ്ട് ഹാവ് ലോൺസ് വിത്ത് ദേ സ്റ്റാർട്ട്. ഓക്കെ, സോ അത് എല്ലാവർക്കും അത് ബാധകമല്ല. പ്ലീസ് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തത് എൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അതന്നെ. So there was an interesting I think after the first talk ഒരാൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചായിരുന്നു ഫ്രം കൊച്ചിൻ. അപ്പൊ പുള്ളി ടോക്ക് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത്, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം ലോൺ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പം ഞാൻ ലോൺ ഇല്ലാതെ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല. സോ നിങ്ങൾ ഈ ബിസിനസ്സസ്, ഐ തിങ്ക് ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് കമ്മിങ്. ലോൺ ഇല്ലാതെ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നായിരുന്നു പുള്ളിയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് പുള്ളിയോട് പറഞ്ഞത്, നമ്മളെ ടോക്ക് ഞാൻ കേസ് സ്റ്റഡി കൊടുത്തത് ഒരു റണ്ണിങ് ബിസിനസ് എങ്ങനെ ലോണിൽ നിന്ന് ഒഴിവായി എന്നുള്ള ബിസിനസ് കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, റണ്ണിങ് ബിസിനസ്, നോട്ട് സ്റ്റാർട്ടപ്പ്. സോ ഫസ്റ്റ് പോയിന്റ് ചോദിച്ചത്,
do you think that as a running business നമുക്ക് ലോൺ ഒഴിവാക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കണോ എടുക്കണ്ടേ? Okay, so അത് എടുക്കണം. Obviously, if you're running a business with loans and you have an option to get out of loans, you should definitely do it. But unfortunately, 99.99% ആൾക്കാർ ആ ഓപ്ഷൻ എടുക്കുകയില്ല. That is because loans are addictive. ഞാൻ കണ്ടേക്കുന്ന ഇപ്പൊ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം കൺസൾട്ടിങ് ആണെങ്കിൽ ഒരു ലാപ്ടോപ്പും ഒരു ഇതും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, മൊബൈൽ ഫോൺ ഇൻവെസ്റ്റ് ചെയ്തു, എന്റെ സ്വന്തം സേവിങ്സ് കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒത്തിരി പേര് സേവിങ്സും സപ്ലയർ ക്രെഡിറ്റ് ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് ഞാൻ കണ്ടേക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ഒരു ആസ്തിയൊക്കെ ആയി കഴിഞ്ഞാൽ, ലാൻഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട്, ഐ എം ടോക്കിംഗ് ഓഫ് വെരി ലോ ലെവലിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാർ, അവർ ലോണൊക്കെ എടുക്കുന്ന സാധാരണ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് അത്യാവശ്യം ഫണ്ടുള്ള ആൾക്കാരോ ഇല്ലെങ്കിൽ ഓൾറെഡി ആസ്തിയുള്ള ആൾക്കാരോ പിന്നെയും ബാങ്ക് ലോൺ സമീപിക്കാൻ പറ്റുന്ന ആൾക്കാർ. ദാറ്റ് ഈസ് ഈ എന്താ പറയാ നമ്മളെ കൊളാട്രൽ ഇട്ടിട്ട്. സോ മൈ പോയിന്റ് ഇസ്, ഇഫ് യു ക്യാൻ സ്റ്റാർട്ട്, think about how you, when you're starting up, you have no overheads, you have no ella new aanlo. So think of how you can start a business without loans, because once you take a loan and start a business, pinna adinu porthu varan ഭയങ്കര പാടാ. സോ ഓൾ ബിസിനസ്സസ് may not be possible to start. ഇപ്പൊ നിങ്ങൾ വലിയൊരു ഫാക്ടറി ഇപ്പൊ തന്നെ പണിയണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇപ്പം യു മെൻഷൻ ദാറ്റ് യു ഡിഡ് എ ഗ്രൈൻഡർ, മിക്സർ ആൻഡ് ഓൾ, അല്ലാതെ തന്നെ വലിയൊരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് വേണമെങ്കിൽ. So many people think like that. And one more thing I want to say is that every established business, when they diversify, you see them diversifying, the success rate is pathetic. ഫോക്കസ് മാത്രമല്ല മിസ്റ്റർ, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളൊരു 100 കോടി ബിസിനസ്സായിരുന്ന നാട്ടുകാർ മുഴുവൻ അറിയുന്ന ഒരാളാ, ഫേമസ് അത്യാവശ്യം എക്സാമ്പിൾ, അതിന് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാം, ബ്രാൻഡ് ന്യൂ ബിസിനസ്, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങാൻ പറ്റും. GM വേണം, കോർപ്പറേറ്റ് ഓഫീസ് വേണം, ഫാക്ടറി വേണം, എല്ലാ പരിപാടിയും. അപ്പൊ എന്തായി, ഇനീഷ്യലി തന്നെയല്ലോ. അപ്പൊ എന്റെ ഒരു ക്ലയന്റ്, ഈ FMCG ക്ലയന്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് we started getting into food business. ഞങ്ങൾ ഫുഡിലല്ല, ഞങ്ങൾ FMCG സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ഫുഡ് ബിസിനസ്സിൽ കയറണം ചെയ്യാം. അപ്പൊ ഞാനും അത് കുറച്ച് എതിർത്തു ആദ്യം, ബിക്കോസ് ഈ ഫുഡിന്റെ GP കുറവാണ്. അപ്പൊ ആദ്യമേ നമ്മൾ മറ്റേ GP കൂടുതലാണ്. സോ ലോട്ട് ഓഫ് മൈനസ് പോയിന്റ്സ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു ഫുഡ് ബിസിനസ്. അവസാനം നമ്മൾ തീരുമാനമെടുത്തു, ഈ അരി അങ്ങനത്തെ ഈ ബേസിക് സാധനങ്ങളൊന്നും നമ്മൾ ചെയ്യൂല, ബൾക്ക് പ്രൊഡക്ട്സ്, ബിക്കോസ് അതിന് GP ഇല്ല, ഇറ്റ് വിൽ അഫക്ട് അവർ റിട്ടേൺസ്. അങ്ങനെ ഫുഡ് ബിസിനസ് തുടങ്ങി. ഫുഡ് ബിസിനസ് തുടങ്ങുന്ന മുമ്പ് അത്യാവശ്യം നന്നായി പോകുന്ന കമ്പനിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ട്, ലോണൊന്നും ഇല്ലാത്തൊരു സമയമാകുമ്പോൾ MD പറഞ്ഞു എന്നോട്, നമ്മൾ വലിയൊരു ഫാക്ടറി പണിയണം. ഞാൻ പറഞ്ഞു എന്തിന്? അല്ല, ഫുഡല്ലേ, നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്വാളിറ്റി എല്ലാം ഫോളോ ചെയ്തിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് ഫാക്ടറി കൊടുത്തിട്ട് ചെയ്യണം. അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര നിർബന്ധം, ഇല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രശ്നം. അപ്പൊ ഞാൻ പുള്ളിയോട് അവസാനം കുറെ മീറ്റിംഗ് ഇപ്പൊ കൺവിൻസ് ചെയ്യാൻ, അപ്പൊ ഞാൻ ഫസ്റ്റ് പുള്ളിയോട് പറഞ്ഞു, നമ്മൾ ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാരിയാ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമുക്ക് ആകെ 10 ലക്ഷം സെയിൽ, 20 ലക്ഷം സെയിൽ, 50 ലക്ഷം സെയിൽ കിട്ടാൻ പോകുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. വി ആർ ട്രൈങ് ഔട്ട്. അത് കഴിഞ്ഞ് ഈ ഫാക്ടറി ഇട്ടിട്ട് ഇതിന്റെ ഓവർഹെഡ് എല്ലാം കൂടി ഇട്ടിട്ട് ലോസാണ്. ഡിസ്ട്രിബ്യൂഷൻ തന്നെ ലോസ് ആയിരിക്കും ഫസ്റ്റില്, അതിന്റെ കൂടുതൽ ഫാക്ടറിയും ലോസ് ആയിരിക്കും. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു എ ന്യൂ ബിസിനസ്, കംപ്ലീറ്റ്ലി ന്യൂ. ഇനിഷ്യലി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യും, പാക്കിംഗ് എല്ലാം നല്ല കമ്പനിയാണ്. അങ്ങനെ സംസാരിച്ച് അവസാനം ഞാൻ പുള്ളിക്കൊരു സംഭവം പറഞ്ഞു, ഇത് ജയിലിൽ പോകുന്ന പരിപാടിയാണ്. ഏത് ഈ ഫുഡ് സേഫ്റ്റി ആക്ട്, MD ഗോസ് ടു ജയിൽ. അപ്പൊ നമുക്കിതൊന്നും പരിചയമില്ലാത്ത ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിങ്ങൾ ജയിലിൽ പോകും. അതിനേക്കാൾ ഭേദം വി വിൽ ഔട്ട്സോഴ്സ് ഇറ്റ് ഫ്രോം അതർ സപ്ലയേഴ്സ് what they want and we will sell. അങ്ങനെ ഞങ്ങൾ 10 കൊല്ലം ഔട്ട്സോഴ്സ് ചെയ്തിട്ട്, നമ്മളെ ബ്രാൻഡിൽ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് മാർജിൻ അവർക്ക് കൊടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ സെയിൽ ബിൽഡപ്പ് ചെയ്തു. ആൻഡ് ഫൈനലി വി അച്ചീവ്ഡ് എ ക്രിട്ടിക്കൽ മാസ്. കഴിഞ്ഞ വർഷം നമ്മൾ ഫാക്ടറി, ഫുഡ് ഫാക്ടറി, ആൻഡ് ദാറ്റ് ഈസ് ആഫ്റ്റർ 9 years. അപ്പൊ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇമ്മീഡിയറ്റ്ലി വന്നു, ബിക്കോസ് വി ഹാവ് വോളിയൂംസ്. അപ്പൊ പോയിന്റ് ഇങ്ങനെ ചിന്തിക്കുകയല്ല, ഇപ്പം പുള്ളി തന്നെ ആദ്യമേ തന്നെ വലിയൊരു സെറ്റപ്പ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ. നമ്മളെ ലോസ്, വി ഹാഡ് എ ലോസ് ഇനിഷ്യലി, ആ ലോസിന്റെ ഒരു 100 times വന്നേനെ if we had put up a big factory. So concept is that we can, when we start small, we really have to start small. അല്ലാതെ നമ്മൾ സ്മോൾ എന്ന് പറഞ്ഞിട്ട് ബിഗ് ആയിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പൊ ഫണ്ടിന്റെ ആവശ്യം വരും, ലോണിന്റെ ആവശ്യം വരും. കറക്റ്റ്. നമ്മൾക്ക് എൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ KV ശംസുദ്ദീൻ സാഹിബിനെ കാണുന്നുണ്ട്. നിങ്ങൾ ഒന്ന് വീഡിയോ ഓൺ ചെയ്താണ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ്? യാദൃച്ഛികമായിട്ടാണ് ഈ വെബിനാറിനുള്ള ഒരു ഇൻവിറ്റേഷൻ എൻ്റെ സുഹൃത്ത് അയച്ചത്. കഴിഞ്ഞ 2.5 മാസമായിട്ട് ധാരാളം വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്
രണ്ട് ലെജൻസിനെ ഒന്നിച്ച് കയ്യിൽ കിട്ടുകയും അവരിൽ നിന്ന് മുത്തുമണികൾ കൊഴിഞ്ഞു വീഴുന്ന് പറക്കിയെടുക്കുവാനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് സീറോ ഡെറ്റ് ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ചും ഗൾഫിലെ ഒരു സാഹചര്യം എടുത്ത് ഒരു ചെറിയ കാര്യം നിങ്ങളെ രണ്ടുപേരും ധരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മലയാളത്തില് ഒരു ചൊല്ലുണ്ട്, കൊക്കിന് ഒതുങ്ങാവുന്നതേ കൊത്താൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷെ കൊക്കിന് ഒതുങ്ങാത്തതേ ഞങ്ങൾ കൊത്തുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി ഉള്ളവരാണ് നമ്മൾ മലയാളികൾ. അതിൻ്റെ തിക്താനുഭവം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ ഇവിടുന്ന് മുങ്ങിപ്പോകുന്നു, എത്രയോ ആളുകൾ ഒളിച്ച് ജീവിക്കുന്നു. ഇതുകൊണ്ടൊന്നും നേടില്ല. ജീവിതകാലം സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അവനവന് സാധിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം ആരോ ഒരാൾ ചോദിച്ചതായി കണ്ടു, എങ്ങനെയാണ് ഒരു ബിസിനസ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ചെയ്യുക എന്ന് പറയുമ്പോൾ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത സംഖ്യ കൊണ്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലില്ലെങ്കിൽ സമാന ചിന്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും, പണമുള്ളവരുണ്ടാവും. അവരോട് പറയാം, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കും, നിങ്ങളുടെ പണം തരൂ, ഞാൻ ബിസിനസ് ചെയ്യാം, എൻ്റെ കയ്യിൽ ബിസിനസ് ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് ആ വിശ്വസ്തത പറയാ മാത്രമല്ല, ആ വിശ്വസ്തയോടുകൂടി രണ്ട് കാര്യമാണ്. ഒന്ന് എത്തിക്സ്, രണ്ടാമത് കമ്മിറ്റ്മെന്റ്. ഇത് വെച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ സ്ട്രോങ് ബിസിനസ് ഐഡിയ ഒരു വ്യക്തിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് നമുക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ആളുകൾ ചിന്തിക്കുന്നത് ബിസിനസ് തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ സുഹൃത്ത് യൂസഫ് അലിയെ പോലെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഈ പാളിച്ച പറ്റുന്നത്. ഞാൻ മിസ്റ്റർ മുസ്തഫയുടെ പല ചരിത്രം തന്നെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നല്ലൊരു റോൾ മോഡലാണ് മിസ്റ്റർ മുസ്തഫ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള വെബിനാറിൽ കൂടി നിങ്ങൾ നൽകുന്ന ആ ഒരു സന്ദേശമുണ്ടല്ലോ, അത് ജനങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ സഹായകമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. മേ ബി ഒരു സെഷനിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ സ്റ്റോറി ഷെയർ ചെയ്യണം ഞങ്ങളോട്. ഈ 2.5 മാസമായിട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 28ാമത്തതാണ് ഇന്നലെ രാത്രി ചെയ്തത്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, പലിശയില്ലാത്തൊരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നുള്ളത് ഒന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. കാരണം അത് എല്ലാവർക്കും ഒരു പാടായിരിക്കും. നമ്മൾക്ക് തീർച്ചയായിട്ടും. അഫ്താബ് പ്ലീസ് കോർഡിനേറ്റ്. ഓക്കെ, സോ നമ്മൾക്ക് ടൈം ലേറ്റ് ആയി, ഓൾറെഡി 5 minutes ലേറ്റ് ആയി നമ്മൾ സംസാരിച്ചതിൻ്റെ അല്ല നമ്മൾ പറഞ്ഞതിൻ്റെ. ഞാൻ എന്താണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശം എന്ന് പറയാം. നമ്മളുടെ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, പലിശ എന്നുള്ളത് അല്ല, ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു തെറ്റാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആദ്യം അറിയുന്ന ആളുകൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് ഡിഫറെൻറ്റ് റിലീജിയൻ്റെ വ്യൂ നമ്മൾ കവർ ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ടാണ് പലിശ ഇപ്പോൾ പെട്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു, ടിനി കവർ ചെയ്തു. എങ്ങനെയാണ് ഒരു പലിശയുള്ള ബിസിനസ്സുകൾ, ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന പലിശയുള്ള ബിസിനസ് എങ്ങനെ പലിശ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കേസ് സ്റ്റഡി വെച്ച് ടിനി കവർ ചെയ്തു. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, മണി അല്ലാത്ത അല്ല പൈസ അല്ലാത്ത ബാക്കിയുള്ള എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഞാൻ കണ്ടത്, ROI അല്ലാത്ത വേറെ എന്തൊക്കെ ബെനിഫിറ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ഞാൻ ഷെയർ ചെയ്തു. സ്പിരിച്വൽ വ്യൂസും ഞാൻ ഷെയർ ചെയ്തു. എങ്ങനെ പലിശ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്തു. മാത്രമല്ല, പലിശയില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഫണ്ട് വേണമെങ്കിൽ എന്തൊക്കെയാണ് അവൈലബിൾ ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ കവർ ചെയ്തു. അതിനകത്തൊരു പോയിന്റ് ഉള്ളത്, ഞാനും ടിനിയും പറയുന്നത്, ഞങ്ങൾ രണ്ടാളുടെ എക്സ്പീരിയൻസ്, ബാക്കി ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും പറയാൻ പറ്റുമായിരിക്കും, 90% ബിസിനസ്സിന് ഫണ്ട് ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ബട്ട് മൈൻഡിൽ നിങ്ങൾ കയറി കൂടിയിട്ടുണ്ട് എനിക്ക് ഫണ്ട് വേണമെന്നുള്ളത്. ഫണ്ട് കിട്ടിയാലാണ് ബിസിനസ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അങ്ങനെയല്ല, ഫണ്ട് ഇല്ലാതെ തന്നെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റുക എന്നുള്ള കേസ് സ്റ്റഡി കുറേ ഉണ്ട് നമുക്ക്. അപ്പം അതാണ് നമ്മൾ കവർ ചെയ്തത്. നമ്മൾ ലാസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് കവർ ചെയ്തു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതാണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ടൈം ലിമിറ്റ് കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ഈ ലാസ്റ്റ് സെഷൻ്റെ വീഡിയോയും ഈ സെഷൻ്റെ വീഡിയോയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അഫ്താബ് ലിങ്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണം രണ്ടിൻ്റെതും.
അതേപോലെ തന്നെ ടിനിൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു അസ്. Again, thank you again for joining us. Thank you, Tini, for spending your time with us. I really enjoyed. It was a good learning for me as well. Tini, especially ROC calculation പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ലേമാൻ പെർസ്പെക്റ്റീവ് നിന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഫീഡ്ബാക്ക് വന്നിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കട്ടി കൂടിപ്പോയി എന്നുള്ളൊരു ഫീഡ്ബാക്ക് വന്നിരുന്നു. ഈ പ്രാവശ്യം നമ്മളത് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിയുന്നൊന്നും മലയാളത്തിൽ തന്നെ നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സെഷൻ. Thank you all for joining us today. God bless you all.